നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര ശംഭോ ഭഗവാനെ മഹാദേവ. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ചെറിയ ഗൃഹസത്സംഗങ്ങളിലാണ് വാസ്തവത്തിൽ നമുക്ക് പല നല്ല കാര്യങ്ങളും പറയാൻ സാധിക്കുക. വീടുകളിൽ ഇങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ക്ഷേത്രങ്ങളിൽ മനുഷ്യർ പലപ്പോഴും അർദ്ധശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്. വലിയ ഓർഗനൈസ് സത്സംഗങ്ങളിലും അർദ്ധശ്രദ്ധയോടെയാണ്. ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ പകിട്ടും മറ്റു കാര്യങ്ങളും കാണിക്കാനാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു അധ്യയനം നടക്കുന്നില്ല, പഠിക്കുന്നില്ല എന്നുള്ളതാണ് പല സമയത്തും സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ പറയാൻ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. കാലങ്ങൾ ഇത്ര കുറേ സഹസ്രനാമങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞെങ്കിലും ഇപ്പോൾ ലളിത സഹസ്രനാമത്തിൻ്റെ ഒരു മഹാത്മ്യം പറയുണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷ്ണു സഹസ്രനാമ പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശിവസഹസ്രനാമം ഞാനിതുവരെ പറഞ്ഞിട്ടില്ല. അത് വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു വിഷയം നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷം. കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. ശിവസഹസ്രനാമത്തിനെക്കുറിച്ച് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു സഹസ്രനാമത്തിനോടോ ലളിതാ സഹസ്രനാമത്തിനോടോ കേരളത്തിൽ പ്രശസ്തി കുറവാണെന്നല്ല, അതിൻ്റെ വൈവിധ്യത്തിനെ കുറിച്ചിട്ട് അറിവ് കുറവാണ്. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാനിതിനെ രണ്ട് ഭാഗമായിട്ട് തിരിക്കാം. ഒന്ന്, ഇപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലാവാൻ. എന്നാലും വെൻ യു ഗ്രോ അപ്പ് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ടു നോ, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. ഈ ചെറിയ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു വിഷയമല്ല ശരിക്ക് ശിവസഹസ്രനാമത്തിൻ്റെ വിഷയം. എല്ലാവരും സെറ്റിലായിട്ട് ഞാൻ പറയാം, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ഒരു ആയിക്കോട്ടെ. അപ്പം മഹാദേവൻ്റെ 1000 നാമങ്ങൾ എന്നാണ് നമ്മൾ പൊതുവിൽ ശിവസഹസ്രനാമം എന്ന് പറയുമ്പോൾ ഉടനെ എടുക്കുക. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ അനവധി കൈവഴികളും പാരമ്പര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിന് തന്നെ നമ്മൾ വിചാരിക്കണു ഒരു വിഷ്ണു സഹസ്രനാമം നമുക്കൊക്കെ അറിയാം. പത്മപുരാണത്തിൽ വേറെയുണ്ട്. വേറെ ഒരു 8ഓളം താന്ത്രികമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമുണ്ട്. വാ എന്നുള്ള അക്ഷരം കൊണ്ട് മാത്രം 1000 നാമുണ്ട്. വകാര വിഷ്ണു സഹസ്രനാമുണ്ട്. ഇങ്ങനെയൊക്കെ അനവധി വിഷ്ണു സഹസ്രനാമങ്ങളുണ്ട്. അതിൽ പക്ഷേ ഏറ്റവും പ്രസിദ്ധം ഭീഷ്മർ യുധിഷ്ഠിരന് ഭഗവാന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞു കൊടുത്ത വിഷ്ണു സഹസ്രനാമെന്ന് നമുക്കറിയുള്ളൂ. അതിനാണ് പ്രശസ്തി. ഇതേപോലെ തന്നെയാണ് ശിവസഹസ്രനാമത്തിൻ്റെയും കാര്യം. അതിൻ്റെ വേറെയുള്ള വേർഷൻസ്, വേരിയേഷൻസ് ഒക്കെ നമുക്കൊന്ന് ടച്ച് ചെയ്തൊക്കെ പോവാം. അതിലിപ്പം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്ഥിരൻ, സ്ഥാണു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നാമങ്ങളോട് കൂടിയിട്ടുള്ള മഹാഭാരതത്തിലെ 2 ശിവസഹസ്രനാമുണ്ട്. മഹാഭാരതത്തിൽ തന്നെ 2 സഹസ്രനാമുണ്ട്. അതിൽ ആദ്യത്തെ ഒരു സഹസ്രനാമമാണ് പ്രശസ്തി. അതിൻ്റെ വിഷയങ്ങളൊക്കെ പറയാം. പൊതുവിൽ നമുക്ക് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഹൈന്ദവമായിട്ടുള്ള പാരമ്പര്യത്തിൽ ഭഗവാന് എത്ര നാമം ചാർത്തി കൊടുത്താലും മതിയാവില്ല. നമ്മൾ ഈ നാമം എന്ന് പറയണത് വാസ്തവത്തിൽ ഈശ്വരൻ്റെ ഓരോ ഗുണത്തിനെയാണ്. ഇപ്പോൾ സ്ഥാണു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥിരൻ എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കണവൻ, അനങ്ങാത്തവൻ എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ്. പ്രഭു എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആദ്യം ഉണ്ടായവൻ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. ഏറ്റവും ആദ്യം ഉണ്ടായവൻ എന്നൊരർത്ഥം. വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചവൻ. രുദ്രൻ എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കണവൻ. അത് പിച്ചിയിട്ടല്ല, സന്തോഷം കൊണ്ട് കരയിപ്പിക്കുക, ആനന്ദം കൊണ്ട് കരയിപ്പിക്കണവൻ, അതാണ് രുദ്രൻ. അല്ലാണ്ട് രുദ്രൻ എന്ന് പറഞ്ഞാൽ കോപം പിടിച്ച് ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് ദംഷ്ട്ര കാണിച്ച് നിൽക്കണമെന്നല്ല ശരിക്കും അതിൻ്റെ ഭാവം. അവൻ്റെ ഭാവത്തിനെയാണ് രൗദ്രം എന്ന് പറയുന്നത്. രുദ്രൻ്റെ ഭാവമാണ് രൗദ്രം. രൗദ്രം കൊണ്ടപ്പോൾ എന്താ സംഭവിക്കേണ്ടത്? ആനന്ദം വരിക ചെയ്യേണ്ടത്. ആനന്ദക്കണ്ണീരുണ്ടാവേണ്ടത് രൗദ്രം കൊണ്ട്. അപ്പോൾ കാളിയിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒക്കെ ഭഗവാന്റെ ഗുണങ്ങളാണ്. ഈശ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അതീശനായിട്ടുള്ളവൻ. ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ. പ്രജാപതി, ജനിച്ചിട്ടുള്ള സകല ജീവജാലങ്ങളുടെയും പതിയായിട്ടിരിക്കണവൻ. ജീവനുകളുടെയൊക്കെ പതിയായിട്ടുള്ളവനായതുകൊണ്ട് പശുപതി. ഇങ്ങനെയൊക്കെ ഭഗവാന്റെ ഗുണങ്ങളെ, അതിൽ 1,00,000 കോടി ഗുണങ്ങളുണ്ട്. അതിൽ ബെസ്റ്റ് ഒരു 1000 എടുക്കുകയാണ്. ആ 1000 എടുത്തു കഴിഞ്ഞാൽ ഏത് ദേവതടിയാവും. ഇപ്പോൾ ലളിതയാണെങ്കിൽ അമ്മയുടെ അങ്ങനെ, ദുർഗയാണെങ്കിൽ ദുർഗയുടെ സഹസ്രനാമത്തിൽ അങ്ങനെ, നാരായണൻ്റെ ആണെങ്കിൽ നാരായണ സഹസ്രനാമുണ്ട്. വിഷ്ണു അല്ല, നാരായണ സഹസ്രനാമം വേറെയുണ്ട്. അതങ്ങനെ
കൃഷ്ണൻ തന്നെയാണ്. ഈ കൃഷ്ണനുണ്ട്, ഗോപാലനുണ്ട്, സന്താനഗോപാലനുണ്ട്, നമ്മുടെ നവനീത കൃഷ്ണൻ്റെ സഹസ്രനാമുണ്ട്, ആയിരക്കണക്കിന് സഹസ്രം. ഓരോരുത്തർ പദ്ധതികളനുസരിച്ച് നമ്മുടെ മഹാപാരമ്പര്യത്തിൽ ആചാര്യർക്ക് അത്രയും പേരിങ്ങനെ അവരുടെയൊക്കെ ഉപാസനയുടെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയതും കമ്പോസ് ചെയ്തതുമായിട്ടുള്ള അനേകം സഹസ്രനാമങ്ങൾ. അപ്പോൾ 1000 നാമങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ കവിതയുടെ രൂപത്തിൽ ഒരു സ്തോത്രം മാതിരി ഇങ്ങനെ ഉണ്ടാക്കി ചേർത്ത് വെച്ചിട്ട് ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ് അല്ല, ശരിക്കും ഒരു പട്ടികയല്ല. നമ്മളൊക്കെ എന്താ പറയുക, എന്താ സഹസ്രനാമം, 1000 നാമങ്ങളുടെ ഒരു ലിസ്റ്റ് ഇൻ എ സർട്ടൺ ഓർഡർ, അതാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല. അത് വാസ്തവത്തിൽ സഹസ്രനാമം പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ മാപ്പാണ്, ആത്മീയമായിട്ടുള്ളൊരു ഭൂപടം. ലൈക്ക് നമ്മളൊരു നോർമൽ വേൾഡിൽ ഒരു മാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാനാണ് നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നത്. ഇതേമാതിരി നമ്മുടെ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഹയർ സ്പിരിച്വൽ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാനുള്ളൊരു ഗൈഡ് ബുക്ക്, ഒരു മാപ്പാണ് സഹസ്രനാമം. അതിൽ ഓരോ നാമവും ഉപാസിക്കുമ്പോൾ ആ ഗുണം നമുക്ക് വരികയാണ്. ഭഗവാന്റെ ഗുണം നമ്മളിൽ ഉണരുക. ഭഗവാൻ നമ്മളിൽ ഉള്ളതുകൊണ്ട് അത് ഉണരണതിന് ബുദ്ധിമുട്ടില്ല. നമ്മളെ ഭഗവാനാണ്, അതുകൊണ്ട് നമുക്കാ ബോധമില്ല. നമ്മളുടെ ഉള്ളിലുള്ള ഭഗവാൻ ഉണർന്നാൽ പിന്നെ നമ്മളില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉണരാത്ത ഗുരുവായൂരപ്പനാണ് നമ്മളൊക്കെ എന്ന്. ഗുരുവായൂരപ്പൻ നമ്മൾ ഉണർന്നാൽ പിന്നെ നമ്മളില്ല, നമ്മുടെ ഐഡൻറ്റിറ്റി ഇല്ല. എല്ലാ പ്രപഞ്ചത്തിലും ഓരോ വസ്തുവിലും അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉണർന്നാൽ പിന്നെ നമ്മളെന്ന് പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ഉണർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ശരിക്കും പറഞ്ഞാൽ സഹസ്രനാമത്തിൻ്റെ ജപം. ഇതിൽ ഒരു നാമം എടുത്ത് നിത്യേന നാമമായിട്ട് ചൊല്ലിയാൽ പോലും ഓം ചേർക്കുകയോ നമ ചേർക്കുകയോ സ്വാഹ ചേർക്കുകയോ ഒന്നും വേണ്ട. ഒരു നാമം, ഒരേ ഒരു നാമം എടുത്തിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ആ ഭാവം വരികയാണ്. ആ ഭാവത്തിൽ നമ്മൾ ലയനം കിട്ടുകയും ചെയ്യും, മോക്ഷത്തിനുള്ള മാർഗ്ഗമാവുകയും ചെയ്യും. ഇത് ഏത് സഹസ്രനാമമാണ് എങ്ങനെയാണ്, ഞാൻ എൻ്റെ ജനറൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് ശിവൻ്റെ ഇതിലേക്ക് വരാം. ഇപ്പം നമുക്ക് ഓരോ നാമമായിട്ട് എടുത്തിട്ട് പറയാനുള്ള സമയമൊന്നുമില്ല. എന്തായാലും അത് നമുക്ക് വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ശിവസഹസ്രനാമം ഉപാസിക്കുന്നവർക്കും നാളെ ഉപാസിക്കാൻ താല്പര്യമുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ, ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കൂടുതൽ ഫർദർ അന്വേഷിക്കാൻ, ഒരു കൊച്ചു കുട്ടിയാണെങ്കിലും ആർക്കാണെങ്കിലും ടു നോ മോർ, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അത് ചിന്തിച്ചാൽ മതി നമ്മൾക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ നാമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ശബ്ദങ്ങളെ കൊണ്ടാണ്. ഈ ശബ്ദങ്ങൾ അക്ഷരങ്ങളുടെ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്, ബിൽഡിംഗ് ബ്ലോക്കുകളാണ്. ആ ബിൽഡിംഗ് ബ്ലോക്കുകളുടെ അകത്ത് എന്തൊക്കെ ഐഡിയകൾ വെച്ചിട്ടുണ്ട്, ഭഗവാനെക്കുറിച്ചിട്ട് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ള ശാസ്ത്രം, ആചാര്യന്മാരൊക്കെ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിനെയൊക്കെ അവർ ഇതിൻ്റെ അകത്ത് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, സീക്രട്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നു. ഇതൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ സഹായമോ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ ഗുരുവായിട്ട് നമുക്ക് വന്ന് നമ്മുടെ സ്വാധ്യായം കൊണ്ട് നമ്മൾ നിത്യേന ജപിച്ച് നമുക്ക് സ്വപ്നത്തിലോ അനുഭവത്തിലോ ഉള്ളിൽ തെളിഞ്ഞു വരും. ഒന്നുമില്ലെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഇങ്ങനെ വരും. ഗുരുനാഥൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ആരും നശിച്ചൊന്നും പോകുന്നില്ല. ഭഗവാനെ ഗുരുവായിട്ട് കിട്ടിയാൽ തനിയെ ഭഗവാൻ സമയമാകുമ്പോൾ ഒരു ഗുരുനാഥനെ കൊണ്ട് തരുന്ന പറയുക. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടും വരില്ല. മന്ത്രമുണ്ട്, അതിൽ ധ്യാനമുണ്ട്, തത്വശാസ്ത്രമുണ്ട്, മനസ്സിൻ്റെ ശാസ്ത്രമുണ്ട്, പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രമുണ്ട്, കോസ്മോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, മെഡിറ്റേഷൻ സംഭവങ്ങളുണ്ട്, സ്പിരിച്വൽ പ്ലെയിനുകളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ഉണ്ട്. ഓരോ നാമത്തിൻ്റെ ഉള്ളിലുള്ള ലെവൽസാണ്. അങ്ങനെ ഓരോ നാമത്തിനെ എടുത്ത് നമുക്ക് ഈ ലെവൽസിലൊക്കെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ ലളിതയുടെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ ഓരോ നാമത്തിനെയും ഈ പ്ലെയിൻസിലൊക്കെ കൊണ്ടുവന്നിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ എന്താ, ഒരു UKG പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ശരി, PhD കഴിഞ്ഞവനാണെങ്കിൽ ശരി, അവരവർക്ക് വേണ്ടത് അതിൻ്റെ ഉള്ളിലുണ്ട്. എടുക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ഭഗവാൻ സദ്യ വിളമ്പി വെച്ച് തന്നിട്ടുണ്ട്, എടുത്ത് കഴിക്കണം നമ്മൾ. അതിൽ നമ്മൾ ഒരു ഡിഷ് കഴിച്ചാലും കുഴപ്പമില്ല, ഉള്ളത് വൃത്തിയായി കഴിക്കുക, അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അക്ഷയപാത്രം പോലെയാണ് ഈ നാമങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭാരതീയമായിട്ടുള്ള നമ്മുടെ പാരമ്പര്യത്തിൽ എല്ലാ സഹസ്രനാമങ്ങളിലും വെച്ചിട്ട് അനവധി ശിവസഹസ്രനാമങ്ങളും അനവധി രുദ്രസഹസ്രനാമങ്ങളും, ഭൈരവ സഹസ്രനാമങ്ങൾ, കാലഭൈരവൻ, അശതാംഗ ഭൈരവൻ, രുരുഭൈരവൻ, ഭൈരവാദികൾക്കൊക്കെ സഹസ്രനാമങ്ങൾ, മൃത്യുഞ്ജയാദികൾക്കൊക്കെ സഹസ്രനാമങ്ങൾ വേറെയുണ്ട്. മൃത്യുഞ്ജയൻ, മൃതസഞ്ജീവനി തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ അസ്ത്രാദികൾക്കൊക്കെ, പാശുപതാസ്ത്രാദികളുടെ സ്വഭാവത്തിലുള്ള സഹസ്രനാമങ്ങൾ. അതേമാതിരി തന്നെ ഭഗവാനും അമ്മയും കൂടെ ചേർന്നിട്ടുള്ള ഭാവങ്ങൾ, ഉമാമഹേശ്വര സഹസ്രനാമം, സാംബ സദാശിവ സഹസ്രനാമം, അർദ്ധനാരീശ്വര സഹസ്രനാമം, ഇങ്ങനെ
അനവധി സഹസ്രനാമങ്ങളാണ്. മഹാദേവൻ എന്ന് പറഞ്ഞ ഒരു കടലാണ്, സകല അറിവുകളുടെയും ഒരു ഫൗണ്ടൻ ഹെഡാണ്, സ്പ്രിങ്ങാണ്. അതിൽ നിന്നാണല്ലോ ഈ കണ്ട മന്ത്രങ്ങൾ മുഴുവനും ശാസ്ത്രങ്ങൾ മുഴുവൻ വന്നിട്ടുള്ളത്. ആത്മസ്വരൂപമായിട്ടുള്ള ശിവൻ വെച്ചാൽ നമ്മുടെ ആത്മാവാണ്, അമ്മ നമ്മുടെ ശരീരമാണ്. ഈ ആത്മാവിനെയും ശരീരത്തിനും ചേർത്ത് നിർത്തുന്ന ശക്തിയാണ് വിഷ്ണു. ഇത് മനസ്സിലാക്കിയാൽ ആര് വലുത് ആര് ചെറുതെന്നുള്ള വിഷയമേ വരില്ല. കാരണം ഇത് മൂന്നുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ. ഒരാളിൽ കഴിഞ്ഞു, മറ്റേത് രണ്ടെണ്ണത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മത്തിൻ്റെ 3 ഭാവങ്ങൾ, ബ്രഹ്മം 3 ഭാവങ്ങളായിട്ടിരിക്കുന്നതിനെ നമ്മൾ ആരാധിക്കുമ്പോൾ അതിൽ ആത്മാവിൻ്റെ ആരാധനയിൽ ശിവൻ എന്ന് നമ്മൾ പറയും. ആ ശിവൻ ജീവനായിട്ടിരിക്കുമ്പോൾ കിട്ടുന്നല്ലോ. ഇപ്പം ശിവൻ നമ്മുടെ ആത്മാവായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ എന്താ പറയുക, നമ്മുടെ ജീവൻ്റെ തലത്തിലിരിക്കുമ്പോൾ അതിനെ നമ്മൾ ശിവൻ എന്ന് പറയും. നമ്മുടെ ആത്മാവ് പരമാത്മാവുമായിട്ടുള്ള ഉണർച്ചയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ചേർച്ചയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പരമാത്മാവിനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ പരമശിവനാവും. ഇതാണ് ശിവനും പരമശിവനും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ശിവനിൽ നിന്ന് പരമശിവനിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള അനേക ഉപാസനാ പദ്ധതികളിലെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ഉപാസനാ പദ്ധതിയാണ് സഹസ്രനാമത്തിൻ്റെ ഉപാസന. ഒരു ഉപദേശമില്ലെങ്കിലും ജപിക്കാവുന്ന സഹസ്രനാമമാണ് ശിവസഹസ്രനാമം, വിഷ്ണു പോലെ തന്നെ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഈ മഹാഭാരതത്തിലുള്ള സഹസ്രനാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വിധത്തിലുള്ള അശുദ്ധിയിലും കടക്കുന്ന ഒരാളാണ് ഭീഷ്മർ. രക്തം, മലമൂത്രങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല എന്താ അവസ്ഥ എന്ന്, അങ്ങനെ കിടക്കണം അദ്ദേഹം. ആ കിടക്കുന്ന അവസ്ഥയിൽ കിടന്നുകൊണ്ട് ചുറ്റും ശവശരീരങ്ങൾ അനേക ദിവസത്തെ കടന്ന് അഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഭഗവാനെ സാക്ഷിയാക്കിയിട്ട് അദ്ദേഹം ആ സഹസ്രനാമം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും ദുരിതത്തിൻ്റെ അവസ്ഥയിൽ പോലും മോചനത്തിനുള്ളതാണ് ആ സഹസ്രനാമം. അതുകൊണ്ട് അവിടെ ശുദ്ധാശുദ്ധോ ഇന്നവർക്കേ ചെല്ലാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഇതേ കോണ്ടെക്സ്റ്റിലാണ് ശിവസഹസ്രനാമം മഹാഭാരതത്തിൽ വരുന്നത്. വിഷ്ണുവിൻ്റെ സഹസ്രനാമം പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കും, ശിവനെക്കുറിച്ചുള്ള സംസാരം വരും. മഹാദേവനെക്കുറിച്ച് സംസാരം വരുമ്പോൾ അവിടുന്ന് പിതാമഹൻ മുത്തശ്ശൻ അതും കൂടെ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ പറയും, ഞാൻ വിഷ്ണുവിനെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ മഹാദേവനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാൻ ആരെയാണോ വിഷ്ണു സഹസ്രനാമം കൊണ്ട് സ്തുതിച്ചത് അവൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അവന് മാത്രമേ ശിവൻ ആരാന്നറിയുള്ളൂ. അതുകൊണ്ട് അവൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടുന്ന് പറഞ്ഞു കൊടുക്കൂ യുധിഷ്ഠിരന് ശിവസഹസ്രനാമം എന്ന് പറയും. അപ്പോൾ ഭഗവാൻ പറയും, അങ്ങയുടെ ആഗ്രഹം പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്, പണ്ട് എനിക്ക് ഉപമന്യു മഹർഷി ഉപദേശിച്ചതാണിത്. അതാണ് ഭഗവാന്റെ എളിമ. നോക്കൂ കൃഷ്ണൻ്റെ, എനിക്കൊരു ഗുരുനാഥനുണ്ട്, അല്ലാണ്ട് ഞാൻ പരബ്രഹ്മാണ്, ഞാൻ പൊട്ടി വീണാണ് ആകാശത്തുനിന്ന് എന്ന് പറഞ്ഞിട്ടല്ല. എനിക്ക് ആ മനുഷ്യജന്മം എടുത്തു കഴിഞ്ഞാൽ ഭഗവാനും ഗുരു വേണം. ഉപമന്യു മഹർഷിയുടെ അടുത്ത് ഭഗവാൻ ഒരിക്കൽ ചെന്നിട്ട്, അത് ശിവപുരാണത്തിൽ ആ കഥ വരുന്നുണ്ട്, ഞാനത് ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പുത്രലാഭാർത്ഥം മകനുണ്ടാവാൻ വേണ്ടിയിട്ട് ജാമ്പവതിക്കും എനിക്കും ഒരു മകൻ ജനിക്കാനായിട്ട് ശിവനെ ഉപാസിക്കണം, ഒരു വ്രതം പറഞ്ഞു തരുമോ? ഉപമന്യു മഹർഷി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്നെ കളിയാക്കണോ ചോദിച്ചു. എന്താ അങ്ങനെ പറയണേ? അങ്ങ് നാരായണൻ, ശിവൻ്റെ വ്രതം ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരുമോ ചോദിച്ചു. ഇത് ലോകത്തിൻ്റെ മുന്നിൽ എന്നെ കളിയാക്കല്ലേ അങ്ങ് എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങ് വിചാരിക്കരുത് അങ്ങനെ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, അങ്ങ് പറഞ്ഞൊക്കെ ശരിയാണ്, എനിക്ക് ശിവനെ അറിയാം, ശിവൻ എന്നെ അറിയാം. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണുവിൻ്റെ ഹൃദയം ശിവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് സുബ്രഹ്മണ്യ സ്വാമി, മുരുകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട്. പക്ഷേ മനുഷ്യനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ നാളെ ലോകത്തിലുള്ളവരെന്ത് വിചാരിക്കും? ആ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട് ഗുരുവില്ലാണ്ട്, ഇപ്പം നമുക്കും ഗുരുവിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് മാതൃക കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മാതൃക കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപദേശം തരൂ പറയും. അപ്പോൾ ഉപമന്യു മഹർഷി ഭഗവാനെ താണു വണങ്ങിയിട്ട് ഗുരുവിൻ്റെ സ്ഥാനത്തിലിരുന്ന് ഭഗവാൻ അദ്ദേഹത്തിനെ നമസ്കരിച്ച് ദീക്ഷയായിട്ട് മേടിച്ചു. പാശുപത വ്രതം ഉപദേശിച്ചു കൊടുത്തു. പാശുപത വ്രതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഒരു വർഷം 365 ഡേയ്സ് ഡെയിലി ഒരു തവണ മാത്രം ഫുഡുള്ളൂ. എന്താ ഫുഡ്? ഒരു കൂവളത്തിൻ്റെ ഇല, ഒരു വില്വത്തിൻ്റെ ഇല, അത് മാത്രം ഭക്ഷണം, വേറെ ഒന്നുമില്ല, വെള്ളം പോലുമില്ല. ഇങ്ങനെ ഒരു വർഷം കൃഷ്ണൻ ജാമ്പവതി ഒരു കൂവളത്തിൻ്റെ ഇല മാത്രം കഴിച്ചിട്ട് ശിവനെ ആരാധിച്ചു.
ആരാധിച്ചതിൻ്റെ അവസാനം 365 ദിവസം കഴിഞ്ഞപ്പോൾ മഹാദേവൻ അമ്മയോട് കൂടിയിട്ട് സാമ്പനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അമ്പയോട് കൂടിയിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്തിനാ എന്നെ അങ്ങ് വിളിച്ചത് ചോദിച്ചു. അപ്പോൾ അങ്ങേക്ക് എൻ്റെ നിന്ന് എന്ത് കിട്ടാനാണ് എന്ന് ചോദിച്ചു. അതല്ല, ലോകത്തിന് ഒരു മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങേ തപസ് ചെയ്തു വിളിച്ചിരിക്കുകയാണ്. പുത്രലാഭാർത്ഥാണ് ഞാൻ വിളിച്ചത്. വളരെ സന്തോഷമായി. എങ്ങനെയുള്ള പുത്രനോ? അങ്ങയുടെ അംശത്തോട് കൂടിയിട്ടൊരു മകൻ വേണമോ? കൃഷ്ണൻ്റെ ദീർഘവീക്ഷണം അതാണ്. കാരണം വംശം നശിപ്പിക്കാനുള്ള മകനെ സംഹാരകനായിട്ടുള്ള ആളിൽ തന്നെയാണ് വാങ്ങണത്. അങ്ങനെ ജനിച്ച മകനാണ് സാമ്പൻ. സാമ്പൻ കാരണമല്ലേ യാദവംശം നശിക്കണത്. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, സ്വന്തം കുലം മുടിയണേ എന്ന് പറഞ്ഞിട്ടൊരു മകനെ ചോദിച്ച ആദ്യത്തെ അവസാനത്തെ ആളായിരിക്കും. നമ്മളൊക്കെ സ്വന്തം കുലം നന്നാവണം എന്ന് പറഞ്ഞിട്ട് മക്കളെ ചോദിക്കുക. ഇത് ഭഗവാന്റെ സംഹാരഭാവത്തിനെ പിടിച്ചിട്ട് മകനായിട്ട് മേടിക്കുകയാണ് ചെയ്യുന്നത്. സാമ്പനിൽ സ്ത്രൈണതയും പൗരുഷവും ഉണ്ട്. അതുകൊണ്ട് സാമ്പനെ സ്ത്രീവേഷം കെട്ടിക്കാൻ സാധിച്ചു. അർദ്ധനാരീശ്വര ഭാവ. ഈ സാമ്പൻ ദുര്യോധനൻ്റെ മകളെ തട്ടിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് സാമ്പനെ പിടിച്ച് തടവിലിട്ടു ദുര്യോധനൻ. അപ്പോഴാണ് ബലരാമൻ പോയിട്ട് ഹസ്തനപുരത്തിനെ കലപ്പോണ്ട് വലിച്ച് യമുനയിലേക്ക് വലിച്ചിടാൻ പോയത്. ഇന്നും ഹരിയാനയുടെ ആ ഭാഗം ചെരിഞ്ഞിട്ടാണ് കലപ്പോണ്ട് വലിച്ച് യമുനയിലേക്ക് ഇറക്കാം, ഫ്ലഡ് ചെയ്യിപ്പിക്കാൻ നോക്കി. കൃഷ്ണൻ പോയില്ല, വല്യച്ഛനാണ് പോയത് രക്ഷിക്കാൻ. അപ്പോൾ സാമ്പൻ്റെ കഥയിൽ, സാമ്പൻ്റെ ജന്മകഥയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കൃഷ്ണനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. പിന്നെ വരുന്നത് ജയദ്രഥനുമായിട്ടുള്ള സമയത്താണ്. ജയദ്രഥൻ്റെ മരണം അർജുനൻ നാളെ സന്ധ്യയ്ക്ക് മുമ്പ് അഭിമന്യുവിനെ കൊന്നതിന് റിവെഞ്ചിന് പ്രതികാരത്തിനായിട്ട് ജയദ്രഥനെ വധിച്ചിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ആ ശപഥം എടുത്ത്, ഇല്ലെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും, എന്ത് വിഡ്ഢിത്തരാണ് നീ പറയണം, നീ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടാനാണ് ദുര്യോധനൻ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ മണ്ടൻ ശപഥങ്ങൾ എടുക്കുക. അപ്പോൾ അർജുനനെ കൊല്ലാനായിട്ട് ജയദ്രഥനെ സൂര്യാസ്തമനം വരെ ഒളിപ്പിക്കും ദുര്യോധനൻ നന്നായിട്ടറിയാം ഭഗവാന്. അതുകൊണ്ട് ഭഗവാൻ ആ രാത്രി മുഴുവൻ അരവഴ വെള്ളത്തിൽ അർജുനെയും കൊണ്ട് ഇറക്കി നിർത്തി ശ്രീരുദ്രൻ ജപിച്ച്, അതിനുശേഷം കരയ്ക്ക് കയറി ഇരുന്ന് ഉറക്കമൊഴിച്ചിട്ട് ശിവലിംഗത്തിൽ കൂവളത്തിൻ്റെ ഇലകൾ കൊണ്ട് ശിവനെ അർച്ചിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെ നമുക്ക് മഹാഭാരതം മൂലഗ്രന്ഥത്തിൽ കാണാം. പിൽക്കാലത്ത് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു നടക്കണവരാരും ഇത് പറയാറില്ല. ഇതൊക്കെ വ്യാസമഹർഷി എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശിവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം അത്ര ഗാഠമാണ്. നമ്മൾ ശിവനെ പുരന്ദരദാസൻ പറയുമല്ലോ, പരമവൈഷ്ണവനെ എന്നാണ് വിളിക്കുക. ചന്ദ്രശേഖര അല്ലേ, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ എന്നുള്ള പാടില്ല. അതേമാതിരി പരമവൈഷ്ണവൻ ഇങ്ങടാടി, ഇത് പരമശൈവനാണ്. അപ്പോൾ ഭീഷ്മർ പറയണത് അദ്ദേഹത്തിനെ ഇത് പറയാനുള്ള അർഹതയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ പറയാൻ ആളല്ല ശിവൻ്റെ സഹസ്രനാമം. ശിവനെ ഉപാസിച്ച് ശിവനെ അറിഞ്ഞവൻ ഇതവിടെ നിൽക്കണു, അവൻ പറയട്ടെ. ഞാൻ ഇവനെ അറിഞ്ഞു, അവൻ ശിവനെ അറിഞ്ഞിട്ടുണ്ട്, അവൻ പറയട്ടെ. അതുകൊണ്ട് ശിവൻ്റെ സഹസ്രനാമം ഉപമന്യു മഹർഷി എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭഗവാൻ അപ്പോഴും ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയുന്നില്ല. ഉപമന്യുവാണ് ഋഷി. ഉപമന്യു പറഞ്ഞു കൊടുത്തത് കൃഷ്ണൻ്റെ ഉപദേശത്തിനെ യുധിഷ്ഠിരന് കൊടുക്കുമ്പോൾ നമുക്കും കിട്ടണം. ഇതാണ് നമുക്ക് കിട്ടുന്ന മഹാഭാരതത്തിലെ ആദ്യത്തെ സഹസ്രനാമം. അതേ പർവ്വത്തിൽ പിന്നീടും വരും, വീണ്ടും ഒരു ആവർത്തനം വരുന്നുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സഹസ്രനാമം. പിന്നെ ഇന്ന് കേരളത്തിൽ ഒരു 70കൾക്ക് ശേഷം ഈ വേദസാര ശിവസഹസ്രനാമത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട് ധാരാളം. വേദസാര ശിവസഹസ്രനാമം ഈസ് മോർ ഫിലോസഫിക്കൽ. അത് കൂടുതലും വൈദികമായിട്ടുള്ള അറിവിൽ വേദത്തിൻ്റെ തത്വങ്ങളെ ശിവൻ്റെ സ്വരൂപങ്ങളാക്കി കാണിക്കുന്ന ഒരു വിദ്യയാണ്. അത് പത്മപുരാണത്തിലാണ് ഉള്ളത്. അത് മാർക്കണ്ഡേയ മഹർഷി ഒക്കെ അടങ്ങുന്നൊരു സദസ്സിൽ ഇതേമാതിരി തന്നെ വാസുദേവൻ, കൃഷ്ണൻ തന്നെയാണ് അത് ഉപദേശിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് അവിടെയും, കൃഷ്ണനാണ് ഈ ശിവസഹസ്രനാമങ്ങളൊക്കെ ഉപദേശിക്കുന്നത്. പല ഗ്രന്ഥങ്ങൾ. ഇത് വളരെ രസമാണ്. വിഷ്ണുവല്ല, ശ്രീരാമനുമല്ല, കൃഷ്ണനാണ്. ശ്രീരാമൻ പല സ്ഥലങ്ങളിലും ദുർഗയുടെ സഹസ്രനാമങ്ങളും സ്തോത്രങ്ങളും പറഞ്ഞ് കാണാൻ പറ്റും നമുക്ക്. ഇതൊക്കെ വളരെ രസമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ശിവൻ വെറും ഒരു ദേവനായിട്ടല്ല നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ഏറ്റവും ഉയർന്ന ഭാവത്തിൽ അദ്ദേഹം നമ്മുടെയൊക്കെ ആത്മാവാണ്. നമ്മൾ ശിവോഹം എന്നാണ് പറയുക. നമ്മളാരും നാരായണോഹം എന്ന് പറയില്ല. നമ്മളൊക്കെ ശിവോഹം എന്നാണ് പറയുക. നമ്മൾ ശിവനാണ് എന്നാണ് പറയുക. ശിവൻ്റെ കോർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം, അദ്ദേഹം അജ്ഞാനത്തിനെ നശിപ്പിക്കും. ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കലാണ് അജ്ഞാനം. ഈ ബോഡി, ഈ പേരുള്ള ഇന്നയാളുടെ മകനായിട്ടുള്ള അല്ലെങ്കിൽ മകളായിട്ടുള്ള, ഇന്നയാളുടെ ഭാര്യയായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള, ഇന്നയാളുടെ അച്ഛനോ അമ്മയായിട്ടുള്ള ആൾ ഞാൻ, ഇന്ന പദവിയിലിരുന്നു, ഇന്ന ഉദ്യോഗത്തിലിരുന്നു, ഇന്ന സ്ഥലത്ത് ജനിച്ചു. നമ്മുടെ അടുത്ത് നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഇതൊക്കെയാണ് പറയുക. പക്ഷെ ഇതൊക്കെ നമുക്ക് ഈ ജന്മത്തിൽ കിട്ടിയതാണ്. രമണ ഭഗവാൻ പറഞ്ഞ മാതിരി നിങ്ങളാരാ
ഒന്നുകൂടെ ചോദിച്ചാൽ ഞാൻ പേര് പറഞ്ഞു, ഇന്നയാളുടെ മകനാണ് പറഞ്ഞു. അതല്ല, നിങ്ങളാരാ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് അനുഭവത്തിലേ വരുള്ളൂ. അത് ശിവനാണ്. ആ ആരാണെന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയാൽ അത് ശിവനാണ്. ആ അവസ്ഥയാണ് ശിവൻ. അല്ലാണ്ട് കൈലാസത്തിലിരിക്കുന്ന ചന്ദ്രക്കല വെച്ച തൃശൂലം ധരിച്ച് 3 കണ്ണ് അതൊന്നുമല്ല. അതൊരു പ്രതീക രൂപം മാത്രമാണ്. അപ്പോൾ അറിവുകേടിനെ ഇല്ലായ്മ ചെയ്ത് ഏതൊരറിവാണോ ജീവിതത്തിൽ കിട്ടേണ്ടത് അത് തരുന്നവൻ ശിവൻ. യഥാർത്ഥ ജ്ഞാനിയാണ്. പിന്നെ സൃഷ്ടിക്കൊക്കെ അപ്പുറത്ത് ഈ കാണായതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ എന്തൊക്കെ ഉണ്ടായിട്ട് നിലനിന്ന് നശിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പറയും പണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നാ പറയുക. ഇപ്പോൾ ഇവിടെ ഉണ്ട്, നാളെ ഇവിടെ എന്തായിരിക്കും എന്നറിയില്ല. അപ്പോൾ ഈ വീട് നിൽക്കുന്ന സ്ഥലം ഒരു 100 കൊല്ലം മുമ്പ് എന്തായിരിക്കും, 100 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്പോട്ടിൽ വന്യമൃഗങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും പണ്ട്. 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ വലിയ വലിയ കെട്ടിടങ്ങളായിരിക്കാം. നമുക്കറിയില്ല അന്ന് എന്തായിരിക്കും. കാലത്തിൻ്റെ ഒഴുക്കുണ്ട്. പക്ഷേ ഈ ഒഴുക്കൊക്കെ നടന്നാലും ഇതിനെയൊക്കെ കണ്ടുകൊണ്ടൊരാളിരിപ്പുണ്ട്. അന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെയുണ്ട്. ആ ആളാ ശിവൻ. നമ്മൾ സാക്ഷി എന്ന് നമ്മൾ വിളിക്കുന്നത് ശരിക്കും ശൈവഭാവമാണ്. സാക്ഷിഭാവം ശൈവഭാവമാണ്. കാരണം ആത്മാവിനെ സാക്ഷിയാവാൻ പറ്റുള്ളൂ. ജീവൻ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ശിവൻ ശിവനെ തന്നെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സാക്ഷിയായി. ഒബ്സർവ് ചെയ്തിട്ട് പുറത്ത് ഒബ്സർവ് ചെയ്യുമ്പോൾ അവിടെയുള്ള ശിവനെയൊക്കെ തിരിച്ചറിയും. ആ ശിവനും ഈ ശിവനും ഒന്നാണ് തിരിച്ചറിയുമ്പോൾ എല്ലാം പരമശിവനാവും. ഇതാണ് വിരാട് രൂപം. വിശ്വരൂപം കാണുക എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും സംഭവിക്കും. മാത്രമല്ല, അങ്ങനെ വരുന്ന ഒരാൾ സമയത്തിൻ്റെ അപ്പുറത്തുള്ള ഒരാളാണ്. അയാൾ ടൈം ബാധിക്കുന്നില്ല, അയാൾക്ക് ജരാനരകളില്ല, അയാൾക്ക് വയസ്സാവുന്നില്ല, അയാൾ ജനിക്കുന്നില്ല, അയാൾ ജീവിക്കുന്നില്ല, അയാൾ മരിക്കുന്നുമില്ല. എങ്ങനെ ഒരാളോ നമുക്ക് മനസ്സിലാവില്ല. അതെങ്ങനെ ഒരാളെ? കാലത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവൻ, കാലാതീതനായിട്ടുള്ള ആൾ, ആ കാലത്തിനെ തന്നെ സംഹരിക്കണവൻ. നമ്മൾ മരണത്തിനെ സംഹരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് കാലസംഹാരമൂർത്തി എന്ന് പറയുക. ശരിക്കതല്ല, ഒരു നിമിഷത്തിൽ 1000 കാര്യം ചെയ്യാൻ പറ്റുന്നവൻ. നമ്മളെ കൊണ്ട് പറ്റുമോ? മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുമോ? ഒരു സെക്കൻഡിൽ 10 കാര്യം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ പറയും ഞാൻ സമയത്തിനെ കയ്യിൽ പിടിച്ചിട്ട് ഓടണം എന്നൊക്കെ പറയും. ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ 72 മണിക്കൂർ 24 മണിക്കൂറിൽ ഉണ്ടാക്കിയിട്ടാണ് പോകണം. അപ്പോൾ ശിവൻ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യണത്? അതുകൊണ്ട് കാലസംഹാരകൻ എന്നാണ്. സമയത്തിനെ ബ്രേക്ക് ചെയ്തിട്ട് സമയം അങ്ങേരെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത് കാലസംഹാരകൻ. അനവധി അർത്ഥങ്ങളുണ്ട്. കാലനാഥൻ, കാലസംഹാരകൻ, കാലഭൈരവൻ എന്നൊക്കെ പറയുമ്പോൾ അനവധി അർത്ഥങ്ങളുള്ള വാക്കുകളതൊക്കെ. പിന്നെ പ്രപഞ്ചം കണ്ട ഏറ്റവും വലിയ യോഗിയാണ്, യോഗേശ്വരേശ്വരനാണ്. യോഗികളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എന്താ യോഗം? അവനവൻ്റെ ആത്മാവിൽ അവനവൻ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് യോഗം. അങ്ങനെ ഇരിക്കുന്നവൻ സ്വാത്മാരാമനായിട്ട് അവനവനിൽ അഭിരമിച്ചുകൊണ്ട് അവനവനുള്ള സാന്ദ്രാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നവൻ യോഗി. അത് യോഗിക്ക് ഒരു പ്രത്യേകതയുണ്ട്. യോഗി ഈസ് നോട്ട് സംബഡി ഹു ടോക്സ് തിയറി പറഞ്ഞുകൊണ്ടിരിക്കണവനല്ല, അത് പ്രാക്ടിക്കലായി ചെയ്ത് കാണിക്കണവനാ. അവൻ വെറുതെ വർത്തമാനമില്ല. ഒരു തിയറിറ്റീഷ്യൻ ഇരുന്ന് കുറേ പുസ്തകം വായിക്കും, അതൊക്കെ പറയും. അവൻ ജീവിതത്തിൽ എന്താ നോക്കി അവനൊന്നും ആയിരിക്കില്ല പലപ്പോഴും. മഹാദേവൻ അങ്ങനെയല്ല. താൻ എന്തു പഠിപ്പിച്ചോ അത് തന്നിൽ ആദ്യം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. എല്ലാ പരീക്ഷണവും അവനവനല്ല, എല്ലാം. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് മനുഷ്യന് സ്വന്തമായിട്ടുള്ള സകല നോളജും ആ ചൈതന്യം പ്രപഞ്ചത്തു നിന്ന് എടുത്തു തന്നിട്ടുള്ള. അദ്ദേഹം തപസ് ചെയ്യുമ്പോൾ പക്ഷികളുടെയൊക്കെ ശബ്ദങ്ങൾ കേട്ടിട്ട്, കാളയുടെ അമർച്ച കേട്ടിട്ട്, വ്യാഘ്രത്തിൻ്റെയൊക്കെ ഗർജനം കേട്ടിട്ട് സ്വരങ്ങളെ വേർതിരിച്ചെടുത്തു. അത്ര കുയിലിൻ്റെ ശബ്ദം കണ്ട ഷഡ്ജം, ഋഷഭം, ഇതൊക്കെ പ്രപഞ്ചത്തു നിന്ന് എടുത്താണ്. ഗന്ധർവന്മാർക്ക് സംഗീതവിദ്യ കൊടുത്തത് ശിവനാണ്. കയ്യും കലാശവും കാണിച്ചിട്ട് ഒരു അർത്ഥമില്ലാണ്ട് ശരീരഭാഗങ്ങൾ ഇളക്കി മനുഷ്യൻ ഗോത്രങ്ങൾ നൃത്തം ചെയ്യണതിന് അടുക്കും ചിട്ടയുള്ളതാക്കി അർത്ഥവത്താക്കിയിട്ട് നൃത്തരൂപമാക്കി മാറ്റിയത് ശിവനാണ്. കരണങ്ങൾ 108 കരണങ്ങളൊക്കെ നമ്മൾ പറയുന്നില്ലേ? അതേപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരത്തിനെ ബലപ്പെടുത്തി നിർത്താനുള്ള വിദ്യകൾ, ധാതുക്കൾ, മിനറൽസും ഔഷധങ്ങളും കൊണ്ടുണ്ടാക്കിയെടുത്തത് വൈദ്യത്തിൻ്റെ വിദ്യ ഭഗവാനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചെടികളുടെ നീരും ചാറും കൊണ്ടുള്ള ചികിത്സ ആയുർവേദം. അതിൻ്റെ ദേവൻ അത് വൈഷ്ണവമാണ്. ധന്വന്തിരിയാണ് അതിൻ്റെ ദേവൻ. ധാതുക്കൾ, കെമിക്കൽസൊക്കെ കൊണ്ട് ചെയ്യുന്നത് അലോപ്പതി, സിദ്ധവൈദ്യം, അതിൻ്റെയൊക്കെ നാഥൻ വൈദ്യനാഥനാണ്. ഫുഡിൻ്റെ കൺട്രോൾ കൊണ്ട് ഫുഡ് തന്നെ മെഡിസിനായിട്ട് ഉപയോഗിച്ചാൽ അത് ശാക്തയാണ്. അത് ശാകംഭരി എന്ന് പറയും ദേവിയെ.
ഫുഡ് കൺട്രോൾ, ഫുഡ് തന്നെ മെഡിസിൻ ആയാൽ അമ്മയുടെ വഴിയാണ്. രാസവസ്തുക്കളും മിനറൽസും ഒക്കെ ഉപയോഗിച്ചാൽ ശിവൻ്റെ വഴിയാണ്. ആയുർവേദ ചെടികളും മറ്റുമൊക്കെ ഉപയോഗിച്ചാൽ വിഷ്ണുവിൻ്റെ വഴിയാണ്. അതുകൊണ്ടാണ് ശിവൻ്റെ വഴിയിൽ നമുക്ക് അത്യാവശ്യം അമ്മയുടെ വഴിയിൽ മാംസരസാദികളൊക്കെ ഉപയോഗിക്കും. ശുദ്ധായുർവേദത്തിൽ അത് കാണില്ല. ശുദ്ധായുർവേദത്തിൽ, ആയുർവേദത്തിനുള്ളിലേക്ക് അജമാംസരസായനം പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ശരിക്ക് സിദ്ധവൈദ്യത്തിൻ്റെ കോർ ഇൻഫ്ലുവൻസ് കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഈ 3 പദ്ധതികളും ഈ 3 ചൈതന്യങ്ങളിലാണ് നിൽക്കുന്നത് ശരിക്ക്. അപ്പോൾ നോക്കൂ, നമ്മുടെ ബോഡി നിലനിർത്തി തരാനുള്ള വൈദ്യം, നമ്മുടെ മനസ്സിനെ നിലനിർത്തി തരാനുള്ള മന്ത്രവിദ്യ, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താനുള്ള യോഗവിദ്യ, ഇത് 3 ആയിരുന്നാണ് വന്നിട്ടുള്ളത്, ശിവങ്കലിനാണ് വന്നിട്ടുള്ളത്. ഒരു ആളെ കംപ്ലീറ്റ് മാനാക്കുക എന്ന് പറയും. ഞാനെപ്പോഴും പണ്ടൊക്കെ ഞാൻ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയും, ശിവൻ ആരാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഹ്യൂമൻ ആണെങ്കിൽ ശിവൻ സൂപ്പർമാനാണ്, അല്ലെങ്കിൽ സൂപ്പർ ഹ്യൂമനാണെന്ന് പറയും. പക്ഷെ കുറച്ചുകൂടെ ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മളൊക്കെ സബ് ഹ്യൂമൻസാ, മൂപ്പരേ ഉള്ളൂ ഒരേ ഒരു ഹ്യൂമൻ. ശരിക്കും ഫുൾ ഫ്ലെഡ്ജ്ഡ് മനുഷ്യനായി മാറിയ ആൾ മൂപ്പരേ ഉള്ളൂ. ഭൂമിയിൽ ജീവിക്കുന്ന ഏക ത്രിമൂർത്തികളുടെ ദേവനുമാണ്. ബാക്കി ത്രിമൂർത്തികളിൽ 2 പേരും വേറൊരു സ്ഥലത്താണ്. ഭൂമിയിൽ താമസിക്കുന്ന ഏക ആൾ ശിവനാണ്. അതുകൊണ്ട് ഹീ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവർ പെയിൻ. മനുഷ്യൻ്റെ ജീവിതം എന്താ, മനുഷ്യൻ്റെ ദുഃഖം എന്താ, നമ്മളെപ്പോലെ തന്നെ ദുഃഖം അനുഭവിച്ച ആളാണ്. ഭാര്യ മരിച്ച ദുഃഖം അല്ലേ, അതിൻ്റെ മുകളിലൊരു ദുഃഖമില്ലല്ലോ ഭഗവാനെ. ഇന്നും ഭഗവാന് ദുഃഖമാണെന്നാണ് പാർവതി എന്നെ ചോദിക്കുന്നുണ്ട്. ചില നേരങ്ങളിൽ ഭഗവാൻ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് എങ്ങനെ ഇരിക്കുന്നുണ്ടാവത്ര, അത് പഞ്ചരാത്രത്തിലുണ്ടത്, നാരദ പഞ്ചരാത്രത്തിൻ്റെ തുടക്കത്തിൽ വരുന്നു. അങ്ങ് എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തോ ഒരു വിഷമമുള്ള ഭാര്യ, അങ്ങ് വികാരങ്ങളുടെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ആളല്ലേ, അങ്ങേക്ക് എന്താ വിഷമം എന്ന് ചോദിക്കും. ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ പാർവതിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ വീണ്ടും ജനിച്ച് അങ്ങയുടെ പത്നിയായി വന്നിട്ട് അങ്ങിപ്പോഴും എൻ്റെ അന്നത്തെ രൂപത്തിനെ ആലോചിച്ച് വിഷമിക്കണ്ടല്ലേ ചോദിക്കും, സതിയുടെ രൂപത്തിനെ. അപ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടില്ല. അപ്പോൾ അമ്മ പറയും, അങ്ങ് എത്ര വിഷമിച്ചു, ഞാൻ ശരീരം കളഞ്ഞു പോയി തിരിച്ചു വന്നു, കഷ്ടപ്പെട്ടാണ് എനിക്ക് അങ്ങേ കിട്ടി. പക്ഷെ അങ്ങ് അനുഭവിച്ച വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല, എനിക്ക് ആ വേദന അനുഭവിക്കണം പറയും. സ്നേഹം കാരണം. നീ അനുഭവിക്കണ്ട, നിന്നെ കൊണ്ട് താങ്ങില്ല പറയും, സാധിക്കില്ല നിനക്ക്. അല്ലല്ല, എനിക്ക് ആ വേദന അനുഭവിക്കണം. അങ്ങനെ അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര അമ്മ കൃഷ്ണനായിട്ടും ഭഗവാൻ രാധയായിട്ടും ജനിച്ചത്. ഭഗവാൻ ജീവിതാവസാനം വരെ ആ വേദന അനുഭവിച്ചില്ലേ. പഞ്ചരാത്രം അങ്ങനെയാണ് പറയണത്. രാധ ശിവനും കൃഷ്ണൻ കാളിയാണെന്നാണ് സങ്കല്പം. പഞ്ചരാത്രത്തിൻ്റെ കോർ ഇതാണ്. അത് രാധയുടെ മന്ത്രങ്ങളൊക്കെ എടുത്താലും വരും. അപ്പം ശിവൻ ഇങ്ങനെ കൃഷ്ണനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. 2 സ്ഥലത്ത് ഭഗവാൻ വൃന്ദാവനത്തിൽ തന്നെ ആരാധിക്കപ്പെടുന്നുണ്ട് കൃഷ്ണൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, ഭഗവാൻ ജനിച്ചപ്പോൾ ഭഗവാനെ കാണാൻ വന്നു എന്നൊരു കഥ വളരെ ശക്തമായിട്ടുണ്ട്. അത് നന്ദകാവിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണൻ വളർന്ന വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു ശിവലിംഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. നന്ദേശ്വരനോ അങ്ങനെ എന്തോ ഒരു പേരിലാണ്, ഗോപേശ്വരൻ അങ്ങനെ എന്തോ പേര്. അതേമാതിരി രാസക്രീഡ നടന്ന സ്ഥലത്ത് രാസേശ്വരനായിട്ട് സ്ത്രീവേഷത്തിൽ ഭഗവാൻ ആ രാസമണ്ഡലത്തിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ശിവൻ. അപ്പോൾ അത്രയും കൃഷ്ണഭാവമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൃഷ്ണനാണ് ഈ പറഞ്ഞ പ്രധാന 2 സഹസ്രനാമങ്ങളുടെ ഫൗണ്ടൻ ഹെഡായിട്ട് വരുന്നത്. ശിവൻ്റെ മറ്റൊരു ഭാവമാണ് പ്രപഞ്ച നർത്തകനാണ്. പ്രപഞ്ചത്തിൻ്റെ മൊത്തം താളം കൊണ്ട് നടരാജൻ, ചിദംബരേശ്വരൻ ആയിട്ട് കൊണ്ടു നടക്കും. എന്നാൽ ചലിക്കാത്ത ആത്മാവായിട്ടിരിക്കുന്നതാണ്. ഒരേ സമയം ചലനവും അതേസമയം അചലവുമായിട്ട്. ഈ കോൺട്രഡിക്ഷൻ ഭയങ്കര ശിവനിൽ. വളരെ ശാന്തനാണ്, പരമശാന്തനാണ്, പാവമാണ്. നോർത്ത് ഇന്ത്യ പറയും ഭോലേനാഥ് എന്നാണ് പറയുക, നിഷ്കളങ്കൻ എന്നാണ് പറയുക. എന്നാൽ അതിഭയങ്കരനായിട്ടുള്ളൊരു ഉദ്ധരനും കാലഭൈരവനും അതാണ് വേറൊരു ഭാവമാണ്. ഒരേ ആളുടെ തന്നെ ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ. അതേമാതിരി കട്ടിയായിട്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ, ഒരു ശിക്ഷ കൊടുത്താൽ, ഒരു പദ്ധതി നിശ്ചയിച്ചാൽ അതിൽ നിന്ന് ആണ്ണുവട്ട അനങ്ങാണ്ടിരിക്കണ കർക്കശക്കാരനാണ്. എന്നാലോ ഭക്തൻ്റെ കണ്ണിൽ അല്പം ഒരു കണ്ണീര് കണ്ട സ്വയം ഇരുന്ന് കരയണ ആളാണ്. അശുതോഷൻ എന്ന് വിളിക്കണം. അതുകൊണ്ടാണ് അശുതോഷ് എന്ന് ഭഗവാന് പേര് വരാൻ കാരണം ഇതുകൊണ്ടാണ്. കണ്ണപ്പനെ പോലെ ഉള്ളവരെ കണ്ണ് ചോർന്നെടുക്കണ മാതിരി പരീക്ഷിക്കുകയും ചെയ്യും. അപ്പുറത്ത് ചില ഇടങ്ങളിൽ പോയിട്ട് അതുപോലെ അപാര കരുണ കാണിക്കുകയും ചെയ്യുന്ന വിചിത്ര സ്വഭാവങ്ങളുള്ളതാണ്. അതുകൊണ്ടാണ് തമിഴിൽ അദ്ദേഹത്തിനെ പിത്താന്ന് വിളിക്കുന്നത്, ഭ്രാന്താന്നാണ് വിളിക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് ഭ്രാന്താന്ന് വിളിച്ചാൽ. കാരണം ആനന്ദത്തിൻ്റെ ഭ്രാന്താണ്. സദാ അങ്ങനെയാണ്. എപ്പോഴാണ് സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ അമ്മ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, അങ്ങയുടെ കൂടെ ജീവിക്കാൻ വയ്യ എന്നാണ് പറഞ്ഞത്. ദുർവാസ സംഭവതിമേന്ന്.
അങ്ങയുടെ കൂടെ ജീവിതം കഷ്ടമാണെന്ന്. അങ്ങനെയാണ് തരാം. അപ്പോൾ കോപത്തിന് എടുത്തിട്ട് ദുർവാസാവാക്കിയത്. അതാണ് ദുർവാസാവിന് ആ പേര് വന്നത്. കൂടെ താമസിക്കാൻ പറ്റില്ല നിങ്ങളുടെ കൂടെ. എപ്പോഴാണ് സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ല. ലൈവ് ഇലക്ട്രിക് വയർ പോലെയാണ്. ചിലപ്പോൾ ബൾബ് കത്തിക്കും, ചിലപ്പോൾ ഷോക്ക് അടിപ്പിക്കും. ഇതുപോലെ ഒരു അതായത് ഇത് ആത്മാവിൻ്റെ സ്വഭാവത്തിനാണ് പറഞ്ഞത്. അല്ലാണ്ട് ശിവൻ എന്ന് പറഞ്ഞ കൈലാസത്തിരിക്കുന്ന ഒരാളുടെ ഒരു സ്വഭാവമല്ല അത്. മനുഷ്യൻ്റെ ആത്മസ്വഭാവം. ആത്മാവ് അത്ര ചൈതന്യവത്താണ്. അത് ഒരേ സമയം ശാന്തവും അതേസമയം രൗദ്രവും. ഈ ഭാവങ്ങളൊക്കെ തന്നെ സഹസ്രനാമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിനാണ് ഈ ഭാവങ്ങളെ പറഞ്ഞത്. ഇങ്ങനെ അനവധി നാമങ്ങളിൽ കൂടെ ഭഗവാന്റെ ഈ കോർ പ്രിൻസിപ്പിൾസിനെ മുഴുവൻ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് കേവലം ഒരു സ്തുതിയല്ല സഹസ്രനാമം. സ്തോത്രം എന്ന് നമ്മൾ പറഞ്ഞാൽ സ്തുതിക്കുന്നത് എന്നർത്ഥം. ഉറക്കെ പറയേണ്ടത്. സ്തോത്രം ഒരിക്കലും സ്തുതികളൊന്നും ഒരിക്കലും വിസ്പർ ചെയ്തിട്ടോ താഴത്തെ ശബ്ദത്തിലോ മനസ്സിലോ ജപിക്കേണ്ടതല്ല. സഹസ്രനാമങ്ങളൊക്കെ ഉറക്കെ ജപിക്കണം എന്ന് വെച്ചാൽ ഇടിവെട്ടണമാതിരി വേണമെന്നല്ല. ബട്ട് നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ മന്ത്രശബ്ദങ്ങളുടെ ഒരു വൈബ്രേഷൻ ഫീൽ ആവും. വൈഖരിയിൽ കൂടെ വരണം. മധ്യമേൽ നിർത്തിയിട്ട് കാര്യമില്ല. മധ്യമാച്ചാൽ നമ്മൾ അകത്ത് കേൾക്കുന്നത് നമ്മുടെ മൈൻഡ് വോയിസാണ്. നമ്മൾ സ്വപ്നത്തിലൊക്കെ കേൾക്കുന്ന ഡയലോഗ്സ്, അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ ചിന്തിക്കുന്ന സൗണ്ട്, അതാണ് മധ്യമ. പര കഴിഞ്ഞ് പശ്യന്തി കഴിഞ്ഞ് മധ്യമ വരെ വന്ന് നിൽക്കുന്നത്. ബട്ട് വൈഖരി ആകുമ്പോഴാണ് നമ്മൾ പുറത്ത് കേൾക്കുക. സ്തോത്രങ്ങൾ വൈഖരി രൂപത്തിൽ വേണം പുറത്തേക്ക് വരാൻ. വൈഖരിയിൽ വരുമ്പോഴേ ദേവിയുടെ യാത്ര, പരയായിട്ടുള്ളത് വൈഖരിയായി പുറത്ത് വരുമ്പോൾ ശക്തിയുടെ യാത്ര പൂർണ്ണമുള്ളൂ. ശബ്ദബ്രഹ്മം എന്ന് പറഞ്ഞത് അപ്പോഴാണ് വർക്കാവുന്നത്. അതിൽ കൊടുക്കേണ്ടതാണ് സഹസ്രനാമങ്ങളൊക്കെ. ശിവസഹസ്രനാമവും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ 1000 നാമങ്ങളുടെ ഒരു കലക്ഷനാണ് എന്ന് നമുക്ക് ജനറലി പറയാം. പല വെറൈറ്റികൾ ഉണ്ടായിക്കോട്ടെ. ഇതിൽ ഓരോ നാമവും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബോധവസ്തു എന്ന് പറയും. അത് മാത്രമാണ് എല്ലാം ഇല്ലാണ്ടായാലും അവശേഷിക്കുന്നത്. ജീവനോടിരിക്കുന്നതിലുമുണ്ട്, ജീവനില്ലാത്ത കല്ലിലും മരത്തിലും മലയിലും സകലത്തിലും ഈ കോൺഷ്യസ്നസ് ഉണ്ട്. ഈ ബോധത്തിനെ വേദാന്തം ബ്രഹ്മം എന്ന് വിളിക്കും. ശൈവൻ അതിനെ സദാശിവൻ പരമശിവൻ എന്നൊക്കെ വിളിക്കും. വൈഷ്ണവൻ അതിനെ നാരായണൻ എന്ന് വിളിക്കും. ശാക്തേയൻ അതിനെ പരാശക്തി എന്ന് വിളിക്കും. ബൗദ്ധൻ വിളിക്കും ശൂന്യം എന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറയുക, സാഖ്യൻ പുരുഷൻ എന്ന് പറയാം. ഗൗഡീയ വൈഷ്ണവൻ അതിനെ കൃഷ്ണൻ എന്ന് പറയും. ആരെന്ത് പേര് വിളിച്ചാലും അത് ഈ ബോധവസ്തു. ഈ ബോധവസ്തു ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ അതിന് വേറൊരു പേര് വരും, സത്യം. അതുകൊണ്ടാണ് ഭാഗവതം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞു. സത്യത്തെ ഉപാസിക്കാനാണ് പറഞ്ഞു. കൃഷ്ണനെ ഉപാസിക്കാനല്ല പറഞ്ഞു, നാരായണനെ ഉപാസിക്കാനല്ല പറഞ്ഞു, ശിവനെ ഉപാസിക്കാനല്ല പറഞ്ഞു, സത്യത്തെ ഉപാസിക്കാനാണ് പറഞ്ഞു. ദോ ഭാഗവതം ഈസ് ഓൾ അബൌട്ട് നാരായണ ആൻഡ് കൃഷ്ണ. സത്യത്തിന് ഉപാസിക്കാനാണ്. ഈ സത്യമായിട്ടുള്ള വസ്തു സദാ വികസിച്ചുകൊണ്ടിരിക്കും, ബൃഹത്തായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിനെ ബ്രഹ്മം എന്ന് പറയും. ഈ സത്യമായിട്ടുള്ള വസ്തു പ്രപഞ്ചത്തിൽ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ആ വസ്തുവിൻ്റെ നിലനിൽപ്പിന് ഒരു താളമുണ്ട്. ഒരു താളത്തിലാണ് നമ്മളതിനെ തിരിച്ചറിയുന്നത്. ഇല്ലെങ്കിൽ നമുക്കതിനെ അറിയാൻ പറ്റില്ല. ഒരു താളം കേൾക്കുമ്പോൾ അത് അവിടെ ഉണ്ടെന്ന് അറിയണം. ആ താളമാണ് ഋതം. ഋതം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണപിംഗളം എന്നിട്ട് മന്ത്രം വേണ്ട. ഋതം നമ്മൾ ഇംഗ്ലീഷിൽ ഋതം, താളം. ആ താളത്തിനെ നിലനിർത്തുന്ന എന്തൊക്കെ ചെയ്തികൾ, എന്തൊക്കെ കർമ്മങ്ങൾ പ്രപഞ്ചത്തിലുണ്ടോ, പ്രപഞ്ചത്തിൻ്റെ താളം നിലനിർത്തുന്നത് അത് ധർമ്മം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ധർമ്മം എന്ന് പറയുന്നതിൻ്റെ മുകളിലാണ് ഈ താളം. ഈ താളത്തിൽ കൂടെയാണ് ഈ സത്യത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ ധർമ്മത്തിൻ്റെ മുകളിലാണ് സത്യം നിൽക്കുന്നത്. ധർമ്മമാണ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ വെഹിക്കിൾ. അതുകൊണ്ടാണ് ധർമ്മം ഋഷഭമാവണത്, കാള. നന്ദിയേശ്വരൻ്റെ മുകളിൽ ശിവൻ സഞ്ചരിക്കണു എന്ന് പറയണത് ധർമ്മകേതനൻ എന്നാ പറയുക ശിവനെ. ധർമ്മം കൊടിയടയാളമായവൻ, കാള കൊടിയടയാളമായവൻ, കാളപ്പുറത്ത് സഞ്ചരിക്കണവൻ. നന്ദി ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്ന പ്രഭുവാണത്. അപ്പോൾ അങ്ങനെ ബോധമണ്ഡലത്തിൻ്റെ ഓരോ വശത്തിനെയും ഓരോ ഫേസറ്റ്സിനെയും എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഓരോ നാമത്തിൽ കൂടെ. ഓരോ പ്രപഞ്ചത്തിൻ്റെ പ്രിൻസിപ്പിൾസിനെയും പറഞ്ഞിരിക്കുകയാണ്. ശിവസഹസ്രനാമവും വിഷ്ണുസഹസ്രനാമത്തിൻ്റെ ഗ്രേറ്റ്നെസ്സാണ്. ഓരോന്നും പഠിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ മൊത്തം മെക്കാനിസവും മനസ്സിലാവും, നമ്മുടെ മെക്കാനിസവും മനസ്സിലാവും. കാരണം നമ്മുടെ പ്രോഗ്രഷൻ തന്നെയാണ് പ്രപഞ്ചം. മൈക്രോകോസമാണ് മാക്രോകോസം, മാക്രോകോസമാണ് മൈക്രോകോസം. പുറത്തുള്ളതൊക്കെ അകത്തുണ്ട്, പക്ഷെ നമുക്ക് അറിയണില്ല എന്ന് മാത്രം. നമ്മൾ ശ്രമിക്കുന്നില്ല കണ്ടെത്താൻ. മാത്രമല്ല യോഗത്തിൽ കൂടെ എത്തിച്ചേരാൻ പറ്റുന്ന പരമമായിട്ടുള്ള സത്യം എന്താണെന്നും കാണിച്ചു തരും. മാത്രമല്ല
ഒരു മനഃശാസ്ത്രത്തിനനുസരിച്ചിട്ടുള്ളൊരു ഉൾക്കാഴ്ച, സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഇൻസൈറ്റ്, നമ്മുടെ ഉള്ളിൽ എന്താണ്, നമ്മളെന്താണ് യഥാർത്ഥത്തിൽ, ഇത് നമുക്ക് ശിവസഹസ്രനാമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് മഹാദേവൻ എന്നൊരു വാക്കെടുത്താൽ എല്ലാ ദേവന്മാർക്കും അപ്പുറത്ത് മഹത്വമുള്ള ദേവൻ, ഇത് സാമാന്യ അർത്ഥമാണ്. ഇതിനെ മാത്രം തന്നെ നമുക്ക് 2-3 ദിവസം വ്യാഖ്യാനിക്കാം. അത്രയും വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണും. ഓരോ നാമം എടുത്താലും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് 1000 ദിവസം വ്യാഖ്യാനിച്ചാലും തീരില്ല എന്ന് അർത്ഥം. ശംഭു എന്ന് പറഞ്ഞാൽ ശം എന്ന ശബ്ദം കൊണ്ട് നല്ലത്, മംഗളം എന്നർത്ഥം. ഭൂച്ചാൽ അത് ജനിപ്പിക്കുന്നത്, ഉണ്ടാവുന്നത് എന്നർത്ഥം. ശിവൻ എന്ന് പറഞ്ഞാൽ ഈ ശ എന്നുള്ള ശബ്ദം നല്ലതിനെ കൊണ്ടുവരുന്നവൻ, ആ നല്ലത് ചെയ്യണവനായാൽ ശങ്കരൻ. അപ്പോൾ ഈ ശം എന്ന ശബ്ദം നമ്മൾ ശകാരം എന്ന് പറയും. ശകാരം വെച്ചാൽ ശരിക്കും നല്ല വാക്ക് എന്നർത്ഥം. അത് പിൽക്കാലത്ത് അത് ചീത്ത പറയുക എന്നുള്ള അർത്ഥത്തിലായി, വഴക്ക് പറയുക എന്നുള്ള അർത്ഥത്തിലായി. ശരിക്കും ശകാരം, ശ എന്നുള്ള ശബ്ദം എപ്പോഴും നന്മയാണ്, അത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വരുത്തുന്നത് എന്നൊക്കെ അർത്ഥം. പിന്നെ ത്രയംബകൻ എന്ന് പറഞ്ഞാൽ 3 കണ്ണുള്ളവൻ, 3 കാലത്തിലും ജീവിക്കണവൻ, ഭൂതത്തിലുണ്ട്, വർത്തമാനത്തിലുണ്ട്, ഭാവിയിലുണ്ട്, കാലാധിവർത്തിയായിട്ടിരിക്കണവൻ, അതിനെയൊക്കെ കാണുന്നവൻ, മുക്കണ്ണൻ എന്ന അർത്ഥത്തിൽ. അങ്ങനെ ഗായത്രിയുടെ 3 വ്യാഹൃതികളുടെ രൂപത്തിൽ നിൽക്കണവൻ, ഭൂർ ഭുവ സുവഹ ഈ ഇതിലൊക്കെ നിൽക്കുന്നവൻ, ഇങ്ങനെയൊക്കെ അനവധി അർത്ഥങ്ങൾ അതിനുണ്ട്. നീലകണ്ഠൻ, പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചത്തിൻ്റെ കർമ്മദോഷമാകണ വിഷത്തിനെ മുഴുവൻ കുടിച്ച് കഴുത്തിൽ വെച്ചവൻ, വിശുദ്ധി ചക്രത്തിൽ. വലിയ വിശേഷമായിട്ടുള്ള അർത്ഥങ്ങളുള്ളൊരു വാക്ക്. പശുപതി, അജ്ഞാനം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ശരീരമാണ് ഞങ്ങളെന്ന് വിശ്വസിച്ച് നടക്കണ പശുക്കളുടെയൊക്കെ നാഥനായിട്ടിരിക്കണവൻ, അതാണ് പശു. അല്ലാണ്ട് നമ്മൾ കാണുന്ന പശു അല്ല. ആ പശുവും പെടും അതിൽ. പക്ഷെ പശുഭാവം, ഞാൻ ദീനൻ, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ ഞാനൊരു സംഭവമാണെന്ന് ഈ ശരീരം കൊണ്ട് അഹങ്കരിക്കണവൻ, ഇത് രണ്ടും പെടും പശുവിൽ. എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞവനും പെടും, ഞാൻ വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞവൻ ഈ പശുവിൽ പെടും. കാരണം അവൻ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അവൻ്റെ ഒക്കെ പതിയായിട്ടിരിക്കണവൻ പശുപതി. അവനെ അറിയാനുള്ള വിദ്യ പാശുപതം, അതിൻ്റെ ശ്വാസവിദ്യ അസ്ത്രം. അതുകൊണ്ടാണ് അതുണ്ടെങ്കിൽ പ്രപഞ്ചം മുഴുവൻ ഭരിക്കാം. അതാണ് സാധാരണ ആൾക്കാരുടെ നേരെ പ്രയോഗിക്കരുത് പറഞ്ഞ് കൊടുക്കണം. വെറുതെ വാങ്ങി വെച്ചാൽ മതി, അത് കയ്യിലിരിക്കണവൻ ജയിക്കും. പാശുപതാസ്ത്രം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല, അത് കയ്യിൽ വെച്ചാൽ മതി, വെറുതെ കയ്യിൽ വെച്ചാൽ മതി. അതാണ് അതിൻ്റെ ഗ്രേറ്റ്നസ്. മൃത്യുഞ്ജയൻ, മരണത്തിനെ ജയിച്ചവൻ. മൃതസഞ്ജീവനൻ, മരിച്ച ആളെ ജീവിപ്പിച്ചെണീപ്പിക്കണവൻ. ഇങ്ങനെയൊക്കെ അനവധി നാമങ്ങൾ. ദക്ഷിണാമൂർത്തി, തെക്കോട്ട് നോക്കിയിട്ട് മൗനിയായിട്ട് ചിന്മുദ്ര പിടിച്ചിരുന്ന ആൾ. അവിടെ മാത്രമാണ് ശിവന് ഒരു വിശേഷമായിട്ടുള്ളൊരു രൂപമാറ്റം വരുന്നുണ്ട്. ശിവൻ 16 വയസ്സുള്ള കുട്ടിയായി മാറും. 5 വയസ്സാണ് സനകാദി മുനിമാർക്ക്, എപ്പോഴും 5 വയസ്സാണ്. പട്ടുകോണം കൊടുത്തിട്ട് അവർ നടക്കുക. അവർ ആത്മസ്വരൂപികളാണ്, കൂടസ്ഥന്മാർ പറയുവരെ വേദാന്തത്തിൽ. കൂടം വെച്ചാൽ നമ്മുടെ ശരീരം, അതിലിരിക്കുന്ന ആത്മാവിൻ്റെ സ്വരൂപണി സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ, 4 കുട്ടികൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ്. അവരോട് പ്രജകളെ സൃഷ്ടിക്കാൻ പറഞ്ഞപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല, ലൗകികത്തിൽ താല്പര്യമില്ല, ഞങ്ങൾ സാക്ഷാത്കാരത്തിന് പോകണം പറഞ്ഞിട്ട് അവർ പോയി. കുഞ്ഞു കുട്ടികളാണ്. ഈ 5 വയസ്സുള്ള കുട്ടികൾ ഈ കോണവും മാത്രം എടുത്തിട്ട് വൈകുണ്ഠത്തേക്ക് കയറി ചെന്നു. 6 ഗേറ്റും കടന്നു വൈകുണ്ഠത്തിൻ്റെ. 7ാമത്തെ ഗേറ്റ് എത്തിയപ്പോൾ ഈ കോണം കൊടുത്തിട്ട് 4 പിള്ളേർ കയറി വരും. മഹാവിഷ്ണുവിനെ കാണാൻ ഇങ്ങനെയാണോ വരിക എന്ന് ചോദിച്ച് ജയനും വിജയനും ചീത്ത പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നിന്നിട്ടും നിങ്ങൾക്ക് ശരീരബോധമോ, പോയി ജനിച്ചിട്ട് വാ പറഞ്ഞു. അങ്ങനെയാണ് 3 ജന്മം എടുക്കേണ്ടി വന്നത്. ഹിരണ്യകശിപു, ഹിരണ്യാക്ഷനും, രാവണനും, കുംഭകർണനും, ശിശുപാലനും, ദന്തഭക്തരുമായിട്ട്. ഈ 6 ഗേറ്റ് എന്ന് പറഞ്ഞാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇവിടെയാണ് ജയനും വിജയനും നിൽക്കുന്നത്. ഈ 6 ഗേറ്റും കടന്നിട്ട് അവരെത്തുമ്പോൾ ഇവിടെ എത്തുമ്പോഴും വേർതിരിച്ച് വിചാരോ. കോണ കൊടുത്ത് വന്നവൻ, വസ്ത്രം ധരിച്ച് വന്നവൻ, മേക്കപ്പ് ഇട്ട് വന്നവൻ, മേക്കപ്പ് ഇടാതെ വന്നവൻ, കുളിച്ച് വന്നവൻ, കുളിക്കാതെ വന്നവൻ, ശുദ്ധാശുദ്ധ വിചാരങ്ങൾക്കൊന്നും സ്ഥാനമില്ല. സഹസ്രാരമാണ് 7ാമത്തെ ഗേറ്റ് വൈകുണ്ഠത്തിൻ്റെ. അതുകൊണ്ട് എന്താ, ഭഗവാനെ താഴെ ഇറങ്ങി വന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇവരോർക്ക് വേണ്ടി മാപ്പ് ചോദിക്കണു. അങ്ങനെയുള്ള പോണം. അത്രയും മഹത്തുക്കളാണ് സനകാദികൾ. അവർ ഭഗവാന്റെ അടുത്ത് ഉപദേശത്തിന് ചെന്നപ്പോൾ, ആ വ്യാസപൂർണിമയായിട്ട് നമ്മളിന്ന് ആചരിക്കണം ഗുരുപൂർണിമ ദിവസം തെക്കോട്ടേക്ക് തിരിഞ്ഞിരുന്ന് ആ മഹാഭാണ്ഡീരം എന്ന പേരുള്ള അരയാലിൻ്റെ താഴെ ഒന്നും മിണ്ടാതെ ഭഗവാൻ തിരിഞ്ഞങ്ങോട്ട് ഇരുന്നു, തെക്ക് നോക്കിയിട്ട്. തെക്ക് മരണത്തിൻ്റെ ദിശയാണ്. മരണത്തിനെ അഭിമുഖീകരിക്കണം. എന്ത് ഈ മരണം? ശരീരം നശിക്കലാണ് മരണം. അതിനെ അഭിമുഖീകരിക്കാൻ ജ്ഞാനത്തിൻ്റെ മൂർത്തി തെക്കോട്ട് നോക്കിയിരിക്കുക.
ഇതാണ് ഒരർത്ഥം. രണ്ട്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവുകളുടെ മുഴുവൻ സമാഹാരം, സ്കിൽസിന് ഉപയോഗിക്കുന്ന വാക്കാണ് ദക്ഷം എന്നാ പറയുക. ഹൈലി സ്കിൽഫുൾ എന്നാണ് ദക്ഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. ദക്ഷത്വം എന്നാ പറയുക. പക്ഷെ നമ്മുടെ സ്കില്ലിൽ മാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഏതെങ്കിലും ദിവസം മരിച്ചു പോകും. ഈ സ്കില്ല് മുഴുവൻ ഇരിക്കുന്നത് ഭഗവാനല്ല. ദക്ഷൻ അതുകൊണ്ടാണ് ശിവനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്. സ്കില്ലിൽ അഹങ്കരിക്കണവന് ഒരിക്കലും ആത്മാവിനെ അംഗീകരിക്കാൻ പറ്റില്ല. അവൻ പറയും ആത്മാവെന്നെ കണ്ട് എണീച്ചൊന്നുമില്ല. അവൻ്റെ മകളാണ് ഭാര്യയാവുന്നത്, പക്ഷെ അവൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല ആത്മാവിനെ. ശിവൻ തന്നെ വണങ്ങണമെന്ന് കരുതുന്ന ദക്ഷൻ്റെ മൂഢത്വം അതാണ്. ആരൊക്കെ അവനവൻ്റെ ശരീരപ്രാപ്തിയിലും മനസ്സിൻ്റെ കഴിവിലും ബന്ധങ്ങളിലും നെറ്റ്വർക്കിലും സ്വത്തിലും ഒക്കെ അഭിരമിക്കണം, അവനൊക്കെ ദക്ഷനാണ്. അവൻ്റെ തല വെട്ടിയിരിക്കും വീരഭദ്രൻ. അത് വേറൊരു ഭാവമാണ് ഭഗവാന്റെ. അഹങ്കാരം എവിടെയുണ്ടോ അതിനെ വെട്ടുന്ന ഭാവമാണ്. അപ്പോൾ ദക്ഷിണാമൂർത്തിയായിട്ട് ഇരുന്ന സമയത്ത് ഈ 70 വയസ്സ് 80 വയസ്സ് പ്രായം തോന്നുന്ന പടുവൃദ്ധനായിട്ടുള്ള മഹാദേവൻ 16 വയസ്സ് കുട്ടിയെ, അറിവിനെപ്പോഴും 16 വയസ്സ് ശുദ്ധി, ഇപ്പം അതായത് നിറ യൗവനമാണെന്നാണ്. അറിവ് എപ്പോഴും ചെറുപ്പമാണ്, അറിവിന് വയസ്സാവലില്ല. അതുകൊണ്ടാണ് അറിവിൻ്റെ രൂപങ്ങളൊക്കെ അങ്ങനെ 16 വയസ്സാണ്. മുരുകൻ ജ്ഞാനപണ്ഡിതൻ നമ്മൾ വിളിക്കുന്നത് അറിവാണ്, ബ്രഹ്മാണ്. 16 വയസ്സ്. കൃഷ്ണൻ 16 വയസ്സാണ്. കൃഷ്ണൻ്റെ പല ഭാവങ്ങളിലും 16 വയസ്സാണ് ഭഗവാൻ. അമ്മ മഹാഷോഡശി ലളിതാത്രിപുരസുന്ദരി 16 വയസ്സാണല്ലോ കാണുമ്പോൾ. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ 16 വയസ്സിൻ്റെ രൂപമാണ്. 16 കല തികഞ്ഞാൽ മഹാഷോഡശിയാണ്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണ്. സനകാദികൾക്ക് 5 വയസ്സ് കുട്ടികളായിരുന്നല്ലോ. 16 വയസ്സുള്ള പയ്യൻ്റെ കാൽക്കൽ പോയിട്ട് ഇവർ ഗുരുനാഥന്മാരായിട്ട് അല്ല ശിഷ്യന്മാരായിട്ടിരുന്നപ്പോൾ ഇവർ പടുകഴവന്മാരായി. അതാണ് 4 വയസ്സന്മാരെ കാണുന്നത്. നമ്മൾ പറയും അതാണ് സനകാദികൾ. എന്നിട്ട് എല്ലാവരും വിചാരിക്കും ഈ സനകാദികൾ എപ്പോഴും വയസ്സന്മാരല്ല. അവർ ദക്ഷിണാമൂർത്തിയുടെ കാലിലിരിക്കുമ്പോഴേ അവർ വയസ്സന്മാരേ ഉള്ളൂ. ചെറുപ്പക്കാരനായ ഗുരുനാഥനും വൃദ്ധന്മാരായിട്ടുള്ള ശിഷ്യന്മാരും. ലോകം കാണുന്നതിനെ നേരെ കീഴ്മേൽ മറിച്ചിടുകയും ശിവൻ. നമ്മൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ശിവൻ അത് അങ്ങനെ അല്ല എന്ന് കാണിക്കും. ഇതേ സ്വഭാവം കൃഷ്ണനുണ്ട്. നമ്മളിത് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൂപ്പര് പറയല്ല അങ്ങനെ അല്ല. പോസിബിലിറ്റീസ് എൻലെസ് ആണ് പ്രപഞ്ചത്തിൽ എന്ന് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും ഈ 2 ദേവതകൾ. അതുകൊണ്ട് ഇവർ പരസ്പരം ഭയങ്കര കണക്ഷനാണ്. ശിവസഹസ്രനാമങ്ങൾ മുഴുവൻ അതുകൊണ്ടാണ് ഈ കണക്ഷൻ വരുന്നത്. പിന്നെ രുദ്രൻ തീവ്രമായിട്ടുള്ള മാറ്റങ്ങളിൽ കൂടെ ദുഃഖത്തിനെ ഇല്ലാണ്ടാക്കണം. നമ്മൾക്ക് വലിയ വലിയ അനുഭവങ്ങൾ തരും, എന്നിട്ട് നമ്മളെ ചിന്തിപ്പിക്കും, അതിന് പാഠം പഠിപ്പിച്ച് റിഫൈൻ ചെയ്ത് കൂടുതൽ നന്നാക്കി തരും. അല്ലാണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് രുദ്രനെ കിട്ടിയിട്ടില്ല. രുദ്രൻ നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴും. അങ്ങനെ കുറേ ഈ പറയുന്ന നാമങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ ഇതിൽ കുറച്ചാണ് ആകെ പറഞ്ഞത്. അതിനെ വിസ്തരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ഒരു നാമമെങ്കിലും നമ്മൾ സാധനയായിട്ട് എടുത്താൽ നമ്മൾ മെല്ലെ മെല്ലെ തിരിച്ചറിയും ശിവൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരാളല്ല, നമ്മുടെ പുറത്തുള്ള ഒരാളല്ല. ശിവൻ നമ്മുടെ ബോധം തന്നെയാണ്. എന്താ നിൽക്കുന്ന ഇരിക്കൂ. അത് ശരി അതെ അല്ലേ. ശിവൻ ബോധം തന്നെയാണ്. ഇത് ഇത്ര ശക്തമാകാനുള്ള കാരണം എന്താ? ഈ ശിവസഹസ്രനാമം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വർക്കിംഗ് ഒരേ സമയം പല തലങ്ങളിലാണ് വർക്ക് ചെയ്യണത്. ഭക്തിയുടെ തലത്തിൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ദ്രവിപ്പിച്ച് സന്തോഷിപ്പിച്ച് കരയിപ്പിച്ച് ആനന്ദത്തിൽ ആറാടിച്ചിട്ട് ശിവനെ സ്തുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു ആളെ സംബന്ധിച്ചോളം ശിവസഹസ്രനാമം ഭക്തിയുടെ തലത്തിൽ തന്നെ ആനന്ദം കൊടുക്കും. കുറച്ചുകൂടെ ഉയർന്നാലോ യോഗിയുടെ തലത്തിൽ വരുമ്പോൾ ബോധമണ്ഡലത്തിൽ വരുന്ന ആന്തരികമായിട്ടുള്ള പല അവസ്ഥകളുണ്ട് നമുക്ക്. ആ തലങ്ങളെയൊക്കെ അത് കാണിച്ചു തരും. ഇനി അവിടെ നിന്നും കയറി വരും നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കണം, ഇൻ്റലക്ച്വൽ ആവണം. അപ്പോൾ വേദാന്തത്തിൻ്റെ തലത്തിൽ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ വിവിധ സ്വഭാവങ്ങളെ കാണിച്ചു തരും. അപ്പോൾ ബുദ്ധി കൊണ്ട് ചില ആൾക്കാർക്കുണ്ട് എന്തെങ്കിലും കുറച്ച് കാമ്പ് വേണം, അവർക്ക് ചിന്തിക്കാനുണ്ടാവും. അവർക്ക് അങ്ങനെ ഹൃദയം കൊണ്ട് മാത്രമുള്ള ഒരു ബന്ധം ഈശ്വരനായിട്ട് പറ്റില്ല. ദേ നീഡ് സംതിങ് ഫോർ ദ ബ്രെയിൻ ഓൾസോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഗുണമുണ്ട്, അവർക്ക് വേണ്ടതും കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്നും പോരാ, കുറച്ച് മന്ത്രം ഉപാസന തന്ത്രം ഒക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിലോ അവർക്ക് വേണ്ടതും അതിൻ്റെ അകത്തുണ്ട്. കാരണം വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഈ പ്രപഞ്ചത്തിനെ ഭരിക്കുന്ന ശക്തികളുടെ മുഴുവൻ രഹസ്യങ്ങളെ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതാണല്ലോ തന്ത്രത്തിൻ്റെ വഴി. ഇനി അതൊന്നുമല്ല, എൻ്റെ മനസ്സൊന്ന് ശുദ്ധമായാൽ മതി. ഞാൻ വലിയ ഭക്തനൊന്നും ആവാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് വലിയ സിദ്ധികളും മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ട, ഞാൻ വലിയ പ്രിൻസിപ്പിൾസും എനിക്ക് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, പക്ഷേ എൻ്റെ മനസ്സൊന്ന് ശാന്തമായാൽ മതി. ഒരു സൈക്കോളജിക്കൽ ക്ലെൻസിങ് അത് മതി. എൻ്റെ അഹംഭാവം ഒന്ന് മാറിയാൽ മതി. അഹംഭാവം 2 തരമുണ്ട്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ സംഭവമാണ് എന്ന് പറയൽ, മറ്റേ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അതും പ്രശ്നമാണ്, അതും അഹംഭാവം.
ആദ്യത്തെ അഹംഭാവത്തിനെക്കാട്ടിലും അപകടമാണ് ഈ രണ്ടാമത്തെ അഹംഭാവം. കാരണം ഈ രണ്ടാമത്തെ അഹംഭാവം നമ്മളെ വളരാൻ വിടില്ല. എന്നെ കൊണ്ട് പറ്റില്ല, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്, ഞാനിപ്പോൾ രോഗിയായി, എനിക്കിത് പറ്റില്ല. ഇത് കളയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തില്ലെങ്കിലും ഈ ബോധം എന്ന് പറയുന്ന സ്വത്ത് നമുക്കുണ്ട്. ശിവൻ നമ്മളെ വിട്ടുപോയിട്ടില്ല. ശിവൻ്റെ മുകളിലൊരു സ്വത്ത് വേറെ ഇല്ല. അപ്പം അതുകൊണ്ട് ആരും വാസ്തവത്തിൽ ശിവനെ നഷ്ടപ്പെടുന്നത് വരെ ദരിദ്രനാവണില്ല. ആത്മാവിനെ നഷ്ടപ്പെട്ടവനാണ് യഥാർത്ഥ ദരിദ്രൻ എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് മനഃശാസ്ത്രത്തിൻ്റെ തലത്തിലും അത് വർക്ക് ചെയ്യും. ഇനി ഇതൊന്നും പോരാ, ഒരു ക്ഷേത്രത്തിലോ, അപ്പോൾ എന്തിനാണ് അമ്പലത്തിൽ ഇത് ജപിക്കുന്നത്, എന്തിനാണ് ഇത് മറ്റൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ ചടങ്ങുകൾക്കൊക്കെ ലക്ഷാർച്ചനയ്ക്ക് അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക കോടി അർച്ചനയ്ക്കൊക്കെ ഉപയോഗിക്കുന്നില്ല ഈ നാമങ്ങൾ. അവിടെ എന്താ നടക്കണം? ആചാരത്തിൻ്റെ തലം. ആചാരത്തിൻ്റെ തലത്തിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് ഭഗവാന്റെ ചൈതന്യത്തെ ആവാഹിച്ചു കൊണ്ടുവന്ന് അനവധി പേർക്ക് അത് വിതരണം ചെയ്ത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ അതാ നടക്കണം. അപ്പോൾ നമ്മൾ ഭക്തിയുടെ തലം കണ്ടു, യോഗിയുടെ തലം കണ്ടു, വേദാന്തത്തിൻ്റെ തലം കണ്ടു, തന്ത്രത്തിൻ്റെ തലം നോക്കി, മനഃശാസ്ത്രത്തിൻ്റെ തലത്തിൽ, ആചാരത്തിൻ്റെ തലത്തിൽ നോക്കൂ എത്രമാത്രം അപ്ലിക്കേഷൻ വന്നു. അതുകൊണ്ട് ഭക്തിയോടുകൂടി ജപിക്കണ ഒരു സാധാരണ ഭക്തന് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ പടിപടിയായിട്ട് കിട്ടും. അവൻ്റെ അർഹത കിട്ടുന്നതനുസരിച്ച് അവൻ്റെ അധികാരശക്തി കൂടും. നമ്മൾ പറയില്ലേ, അതിന് ഇന്നത് പറയാൻ ഒരു അധികാരം വേണം. അധികാരം എന്നാണ് പറയുക നമ്മൾ ശാസ്ത്രത്തിൽ. അത് ഗുരു തന്നിട്ടോ അല്ലെങ്കിൽ ഭഗവാൻ തന്നിട്ടോ ഒക്കെ വരണോ, അത് സംഭവിക്കണം. അപ്പോൾ പടിപടിയായിട്ട് കിട്ടും. ഒരു സാധാരണ ഭക്തന് കിട്ടണ ഗുണം അവൻ്റെ വാസനയ്ക്കും കർമ്മത്തിനും യോഗ്യതയ്ക്കും അനുസരിച്ച് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഉയർന്ന ഒരാൾ, ഒരു യോഗി അല്ലെങ്കിൽ ഒരു സാധകൻ ചെയ്യുമ്പോൾ അയാൾക്ക് ആ തലത്തിൽ കൊടുക്കണം. ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, എല്ലാവർക്കുമുള്ള സദ്യയുണ്ട്, എല്ലാവർക്കും വേണ്ടതും അതിൻ്റെ അകത്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശിവസഹസ്രനാമം 2 വികാരങ്ങളെ ഒരേ സമയം ചേർക്കുന്നുണ്ട്, ഭയത്തിനെയും കരുണയും. ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു ദേവനാണ്, അതേമാതിരി കരുണ തരുന്ന ദേവനുമാണ്. നമ്മുടെ ഭയം എന്താ? ഞാൻ നശിച്ചു പോവുമോ, ഇതാണ് നമ്മുടെ ഭയം. അതെവിടുന്നാണ് വരണത്? ഞാൻ ശരീരമാണെന്നുള്ള തോന്നലല്ല. ഞാൻ ശരീരമാണെന്നുള്ള തോന്നലിൽ എന്നെ രക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിയാലോ, അത് കരുണയുടെ ഭാവമായി. ഞാൻ ചെയ്യണതിന് എന്നെ ശിക്ഷിക്കാൻ ഒരാളുണ്ടെന്നുള്ള ഭയം വന്നാലോ, അതാണ് ശരിയായ ഭയം. അപ്പോൾ ഇത് രണ്ടും തരുന്നുണ്ട്. ഐ എം ആൻസറബിൾ ടു സംബഡി ആൻഡ് ഐ വിൽ ബി പ്രൊട്ടക്റ്റഡ് ബൈ സംബഡി. ആൻഡ് ഹൂ ഈസ് ദാറ്റ് സംബഡി? അതാണ് ശിവ. ഇത് മനസ്സിലാക്കി തരും ശിവസഹസ്രനാമം. ആ സഹസ്രനാമത്തിലുള്ള നാമങ്ങളെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ കരുണയുടെ നാമങ്ങളും കാണാം, ഭയപ്പെടുത്തുന്ന നാമങ്ങളും കാണാം. എന്തിനാണ് ഭയപ്പെടുത്തുന്നത്? നമ്മൾ വെറുതെ രസത്തിന് വേണ്ടി ഭയപ്പെടുത്താനല്ല, നമ്മളൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ, നമ്മൾ ഭഗവാന്റെ ഇഷ്ടമുള്ള വഴിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ സകല വസ്തുക്കളിൽ ഇരിക്കേണ്ടതെന്ന് രുദ്രൻ തന്നെ പറയുന്നുണ്ട്. അതല്ലേ വഞ്ചതേ വരി വഞ്ചതേ, അല്ലേ വഞ്ചകന്മാരുടെ വഞ്ചക, തസ്കരാണാമ്പതേ, കള്ളന്മാരുടെ രാജാവേ എന്നൊക്കെ ശിവനെ വിളിക്കുക നമ്മൾ. എന്തുകൊണ്ടാണ്? കള്ളനിലും ശിവനുണ്ട്, വഞ്ചകനിലും ശിവനുണ്ട്, എല്ലാറ്റിലും ശിവനുണ്ട്. അതാണല്ലോ ഭഗവാൻ പറഞ്ഞത് അർജുനൻ്റെ അടുത്ത്, അർജുന നീയും ഞാനാണ്, ഞാനും ഞാനാണ്, നിൻ്റെ പുറകിൽ നിൽക്കണം നിൻ്റെ സഹോദരങ്ങൾ ഈ സൈന്യവും ഞാനാണ്, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുക്കളും ഞാനാണെന്ന് യുദ്ധം ചെയ്യുന്നവർ. ഞാനാണെന്നുള്ളതല്ല വിഷയം, ഏത് ഭാവത്തിലാണ് നിൽക്കണം അതിനനുസരിച്ച്. അതുകൊണ്ട് ശത്രുവിനെ യുദ്ധം ചെയ്ത് കൊല്ലണ്ട പറഞ്ഞില്ല, ഭഗവാനാണെന്നുള്ള ബോധത്തോടുകൂടി കൊന്നാൽ മതി. അതൊരു വിചിത്രമായിട്ടുള്ള വളരെ ഉയർന്ന തലത്തിലുള്ളൊരു ചിന്തയാണ്, ശിവൻ പഠിപ്പിക്കണതാണ്. ശിവൻ്റെ ആരാധനയുടെ സവിശേഷത തന്നെ അതാണ്. ശിവൻ വിപരീതമായിട്ടുള്ള സ്വഭാവങ്ങളെ ഉൾക്കൊള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺട്രഡിക്റ്റിങ്, ഓപ്പോസിറ്റ്സ് ആണ് എപ്പോഴും. ഭയങ്കരനാണ്, പക്ഷെ അത്രയും സ്നേഹമുള്ളതാണ്, കരുണയുടെ മൂർത്തിയാണ്. ചില സമയങ്ങളിൽ ഈ ഭയപ്പെടുത്തുന്നത് സ്നേഹം കൊണ്ടാണ്, നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഭയപ്പെടുത്തുന്നത്. അമ്മയെ തന്നെ ശപിക്കുന്നതാണ് ഇടയ്ക്ക്. ശ്രീപാർവതി അങ്ങോട്ട് ശപിച്ചു കളയും, ഭൂമി പോയിട്ട് തപസ് ചെയ്യും, കുറച്ച് കാലത്തേക്ക് നിനക്ക് എന്നെ കിട്ടില്ല. എന്തിനാ? അമ്മയെ കൂടുതൽ റിഫൈൻ ചെയ്യാനാണ്, അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നിട്ട് അമ്മയെ ശപിച്ച് അയച്ചു കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് മാറിയിരുന്ന് കരയുകയും ചെയ്യും. പക്ഷെ അമ്മയെ നന്നാക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളത്. നമ്മൾ പറയില്ലേ, മക്കളോട് സ്നേഹമുണ്ട്, പക്ഷെ കുട്ടിയൊന്ന് നന്നാവട്ടെ പറഞ്ഞ് ബോർഡിങ് കൊണ്ടാക്കി എന്ന് പറയണത് പോലെയാണ് ശിവൻ്റെ കാര്യം. നന്നാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കഠിനമായിട്ടുള്ള സാധനങ്ങൾ തരും, പക്ഷെ അപ്പുറത്ത് മാറി ഇരുന്നിട്ട് നമ്മളെ ആലോചിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശരിക്കും ചെയ്യണ്ടോ, നമ്മൾ ആപത്തിലൊന്നും പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ശപിച്ചാലും ഒന്ന് നോക്കുകയും ചെയ്യും. അത് ഭഗവാന്റെ ഒരു സ്വഭാവമാണ്. അതാണ് യഥാർത്ഥത്തിൽ അച്ഛൻ, പിതാവ് നമ്മൾ വിളിക്കുന്നത് ശിവനെയാണ്. ശിവൻ സകല ജീവജാലങ്ങളിൽ പിതാവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇനിയോ തപസ്വിയാണ്, കഠിന തപസ്വിയാണ്, എന്നാലോ ഏറ്റവും വലിയ ഗൃഹസ്ഥനുമാണ്. ഇത്ര ഒരു ഭാഗ്യം ചെയ്ത ഗൃഹസ്ഥനെ കാണോ, എന്താ ഒരു ഭാര്യ,
എന്താ ഒരു മക്കള്, ഭാഗ്യം ചെയ്ത ഗൃഹസ്ഥനാണ് അല്ലേ. ഭഗവാനെ പോലെ മക്കളുള്ള, അത്രയും ഉത്തമന്മാരായിട്ടുള്ള മക്കളുള്ള, അത്രയും ഉത്തമമായിട്ടുള്ള ഭാര്യയുള്ള ഒരു ഗൃഹസ്ഥനെ പ്രപഞ്ചത്തിൽ കാണാൻ പറ്റുമോ? കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തപസ്വിയാണ് ഗൃഹസ്ഥനുമാണ്. അതും ദ്വന്ദ്വമാണ്, ഓപ്പോസിറ്റ്സാണ്. നിശബ്ദനാണ്, സംസാരിക്കില്ല, മുദ്രകളാണ്. അതിനാണ് മുദ്രകൾ ഉണ്ടാക്കിയത് തന്നെ. ശിവൻ്റെ ശബ്ദം കേട്ടവരില്ല എന്നോ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സംസാരിക്കണം. കാരണം ശബ്ദത്തിൽ കൂടെ പോലും ഊർജ്ജം കളയില്ല. അത് കഴിഞ്ഞാൽ നൃത്തം ചെയ്യണവനാണ്. ഈ നിശബ്ദനായിട്ട് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കുന്ന ആൾ തന്നെയാണ് ഈ 24 മണിക്കൂർ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം അനങ്ങാതെയും അതേസമയം സദാ ചലിച്ചുകൊണ്ടും. നർത്തകനായിട്ടിരിക്കണമെന്ന് തന്നെ നിശബ്ദനായിട്ടിരിക്കുന്നു, അചലനായിട്ടിരിക്കുന്നു. സംഹാരകനാണ്. എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെയൊക്കെ അതിൻ്റെ മൂലതത്വങ്ങളിലേക്ക് മാറ്റി വീണ്ടും പുതിയ സൃഷ്ടിക്ക് വേണ്ടി ഒരുക്കി വെക്കണവനാണ്. ശിവനില്ലെങ്കിൽ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കില്ല. കാരണം സൃഷ്ടിക്ക് ഉള്ളതെന്നേ എടുത്തുണ്ടാക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നതിനെ വിഘടിപ്പിച്ച് വെക്കണം. ഇപ്പം നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാൽ തിരിച്ച് വീണ്ടും സാമ്പാർ പൊടിയും വെള്ളവും മസാലപ്പൊടിയും മുളകും ഒന്നാക്കി മാറ്റാൻ പറ്റില്ല. ശിവൻ്റെ ജോലി അതാണ്. ശിവൻ അതിനൊക്കെ വീണ്ടും പഴയ വസ്തുക്കളാക്കി വയ്ക്കും. ബ്രഹ്മാദിനെയൊക്കെ എടുത്തിട്ട് വീണ്ടും സൃഷ്ടിയിൽ ഉപയോഗിക്കും. അതുകൊണ്ടാണ് സംഹാരത്തിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കും. ബാലാമന്ത്രത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നാമത്തെ ബീജം സംഹാരത്തിൻ്റെ ബീജമാണ്, സൃഷ്ടിയുടെ ബീജമല്ല. സൃഷ്ടിസ്ഥിതി സംഹാരമല്ല വരിക, സംഹാരം സൃഷ്ടിസ്ഥിതിയാണ് വരിക. കാരണം സംഹാരത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇവിടെ സംഹാരകനാണ്, അതേസമയം മോക്ഷം കൊടുക്കണവനാണ്. നശിപ്പിക്കുകയും ചെയ്യും, എന്നാൽ അമരത്വം കൊടുക്കുകയും ചെയ്യും. അതെങ്ങനെയത്? ഒരു സ്ഥലത്ത് വരണു നശിപ്പിക്കണവനാണെന്ന്, മറു സ്ഥലത്ത് വരണു നാശമേ ഇല്ലാത്ത അവസ്ഥ കൊടുക്കണവനാണെന്ന്. ഈ ഒരു ഓപ്പോസിറ്റ്സ്. പിന്നെ രൂപമേ ഇല്ലാത്തവൻ, ഒരു രൂപവുമില്ല. അവൻ ഒരു ശരീരം ഉണ്ടായിരുന്നു. പണ്ട് നന്ദനാർ പറഞ്ഞ ഞാനൊരു കഥയിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. പാർവതി എന്ന് പറഞ്ഞൊരു ശീമാട്ടി വന്നിട്ട് ചോദിച്ചപ്പോൾ അവൻ്റെ പകുതി ശരീരം കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞ് അവളുടെ ആങ്ങള നാരായണം വന്ന് ചോദിച്ചപ്പോൾ ബാക്കി ശരീരവും കൊടുത്തു. എൻ്റെ അപ്പന് ശരീരം ഇല്ലാണ്ടായേ ഇവർക്കറിയും നന്ദനാർ. എൻ്റെ അപ്പന് ദേഹമേ ഇല്ലാണ്ടായി പോയിന്ന്. കാരണം ഒരു പകുതി ദേവി, ഒരു പകുതി നാരായണനുമായി പോയി. ശങ്കരനാരായണനുമായി, അർദ്ധനാരീശ്വരനുമായി. ശിവന് ശരീരമില്ല. അപ്പോൾ ശിവന് ശരിക്കും ശരീരമേ ഇല്ല. അപ്പോൾ രൂപമില്ലാത്തവനാണ്, അരൂപിയാണ്. എന്നാലോ സകല രൂപങ്ങളിൽ ഇരിക്കണവനുമാണ്. വ്യക്തിബന്ധമുണ്ട്. നമ്മൾ വിളിച്ചാൽ നമുക്ക് കാണാം, ഈ രൂപത്തിൽ കാണാം, ഇന്ന രൂപത്തിൽ കാണാം. എങ്ങനെ ഒരാൾക്കിത് സാധിക്കുന്നത്? ഈ ദ്വന്ദ്വം മുഴുവൻ ഈ സഹസ്രനാമത്തിൻ്റെ അകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമ്മൾ വളരെ പഠിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ ശീലിപ്പിക്കുക. കാരണം മനസ്സിന് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ആയിരിക്കണം നിർബന്ധമാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇഷ്ടാനിഷ്ടം മുഴുവൻ വരണത്. ഭഗവാൻ എന്താ ചെയ്യിക്കണേ? അങ്ങനെ അല്ലടോ ഈ ലോകം. ഈ ലോകം ഒരേ സമയം ഇതുമാണ്. ഇത് നീ എന്ന് അംഗീകരിക്കണോ അന്നേ നിനക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ലോകം സുഖവുമാണ്, ഈ ലോകം ദുഃഖവുമാണ്. ഈ ലോകം വെളിച്ചവുമാണ്, ഈ ലോകം ഇരുട്ടുമാണ്. ഈ ലോകം ഒരേ സമയം ചൂടാണ്, അതേസമയം തണുപ്പാണ്. ഈ ലോകം ഒരേ സമയം അകത്തുമാണ്, അതേസമയം പുറത്തുമാണ്. ഈ ദ്വന്ദ്വങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പോവുക എന്നുള്ളതിനാണ് ഇങ്ങനെയുള്ള ഡക്ക തന്നെ കൈ പിടിച്ചിരിക്കുന്നത്. ഡക്കയുടെ ആകൃതി തന്നെ ഇൻഫിനിറ്റിൻ്റെ സിമ്പിളാണ് ശരിക്കും. ഇതൊരു ചക്രമാണ്. അതിൽ നിന്നാണ് സകല മന്ത്രങ്ങളുണ്ടായി എന്ന് പറയണത്. ഇത്രയും കോടി മന്ത്രങ്ങളുണ്ടായത്. അപ്പോൾ ശിവൻ്റെ ഈ സ്വഭാവത്തിനെ പഠിച്ച് ആത്യന്തികമായിട്ട് നമ്മളെ പഠിക്കുകയല്ലേ തോന്നാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് എത്തിക്കും. വെൻ ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് അബൌട്ട് ശിവ, ലിറ്ററലി ഐ വാസ് സ്റ്റഡിയിങ് അബൌട്ട് മൈസെൽഫ് എന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് ഒരാൾ സാവധാനം പഠിച്ച് വരിക, സഹസ്രനാമം പഠിച്ചു വരുമ്പോൾ അർത്ഥസഹിതം ജീവിതത്തിൽ ഉപാസിച്ചും ജപിച്ചും പാടിയും ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ വരുമ്പോൾ ആദ്യം പഠിക്കണത് ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ല. അസ്ഥിരതയെ അംഗീകരിക്കാൻ പഠിക്കും. ചേഞ്ച് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയും അല്ലേ. അത് പഠിക്കും, അത് പഠിപ്പിച്ചു തരും. നമ്മൾ പൊള്ളി പഠിക്കണത് ഇവിടെ സഹസ്രനാമം പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ തയ്യാറായിട്ടിരിക്കാം, ഇതിനൊക്കെ മാറ്റം വരും, അപ്പം ഞെട്ടേണ്ട ആവശ്യമില്ല. 2, മരിക്കാൻ പഠിക്കാം. ഞാൻ എപ്പോഴും പറയും, മരിക്കാൻ പഠിക്കലാണ് ഏറ്റവും വലിയ ആധ്യാത്മിക വിദ്യാഭ്യാസം. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞ മാതിരി ഒരു കള്ള് കുടിച്ച് ബോധമില്ലാത്ത ഒരുത്തൻ അവൻ്റെ മുണ്ടഴിഞ്ഞ് പോണത് പോലും അറിയാതെ പോലെ പോണെന്ന്, ദേഹം പോണത് അത്രയും എഫർട്ട്ലെസ് ആയിരിക്കണം. അതാണ് ഉർവാരുക ബന്ധനാത് മൃത്യോർ മുക്ഷീയമാവത്. ആ വെള്ളരുടെ നെട്ട് ഇങ്ങനെ വിട്ടു പോണത് പോലും അറിയാണ്ട് പോയിന്ന്, അങ്ങനെ പോകണമെന്നാണ് പറയുന്നത് മന്ത്രം.
അല്ലേ? ആ വിദ്യ പഠിപ്പിച്ചു തരുന്നത് ശിവനാ. ശരീരത്തിനെ പാമ്പ് കളഞ്ഞു പോണ മാതിരി പോകണം, അങ്ങനെ പോകാൻ സാധിക്കുക. അതാണ് മരണത്തിനെ അഭിമുഖീകരിക്കാൻ പഠിക്കുക. അതാണ് ദക്ഷിണാമൂർത്തിയായിട്ട് തെക്കോട്ട് നോക്കിയിട്ടിരിക്കുന്നത്, ചിന്മുദ്ര പിടിച്ചിട്ട്. ഞാൻ പരമാത്മാവ്, ഇത് ഞാനാണ്, ഇങ്ങനെ നമ്മൾ ചൂണ്ടിക്കാണിക്കണം. നീ, ഞാൻ എന്ന് പറഞ്ഞത് അതാണ് നീ. ഈ വിരൽ ഇത് പരമാത്മാവാ, ചേർത്ത് പിടിച്ചിരിക്കുക. ഇതിനെ വളച്ച് ഒട്ടിച്ച് പിടിച്ചോന്ന് സദാ. ഈ 3 ഗുണങ്ങളിൽ സമമാക്കി വെച്ചോ. സത്യം, രജസ്, തമസ്. ചിന്മുദ്രയുടെ ഒരു വ്യാഖ്യാനമാണത്. മനസ്സിനെ സദാ സമനിലയിൽ നിർത്താൻ ഈ 3 വിരൽ ഇങ്ങനെ നിർത്തണം. ഈ ഞാൻ എന്ന ഭാവത്തിനെ പരമാത്മാവിൽ, ഈശ്വരങ്കൽ സദാ സമർപ്പിച്ച് നിർത്താനാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഇതും പിടിച്ച് തെക്കോട്ട് നോക്കിയിട്ടിരിക്കുകയാണ്, മരണത്തിനും നോക്കിയിട്ട്. അവിടുന്ന് കാളി കുതിച്ചു വരികയാണ് ഇങ്ങനെ അലറിക്കൊണ്ട്. ദക്ഷിണകാളിക വരണത്. അപ്പോൾ ഭർത്താവ് ശാന്തൻ, ഭാര്യ അലറി കുതിച്ച് പ്രപഞ്ചം ഇങ്ങനെ നശീകരണത്തിൻ്റെ പരമഭാവമായിട്ട് ആ ദേവി ഇങ്ങോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കാൻ പഠിക്കും. 3 അഹംഭാവത്തിനെ മറികടക്കാൻ പഠിക്കും. ഞാനെന്ന ഭാവത്തിനെ, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നാണെങ്കിൽ ശരി, ഞാൻ വലിയ സംഭവമാണെന്നുണ്ടെങ്കിൽ ശരി, രണ്ടിനെയും മറികടത്തി തരും സഹസ്രനാമത്തിൻ്റെ പഠനം. മാത്രമല്ല എന്തിനേയും വിട്ടുകളയാൻ പഠിപ്പിക്കും, ത്യജിക്കാൻ. കളയേണ്ട സമയം വരുമ്പോൾ ആയിക്കോട്ടെ ഇതന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറയും. അല്ലാണ്ട് അത് അപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കില്ല. ചില ആൾക്കാരുടെ അമ്പലത്തിൽ വഴിപാട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പോയി നോക്കും, ഞാൻ കൊടുത്ത വഴിപാട് എന്താ ചെയ്തത്. അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അവർ വിട്ടിട്ടില്ല, അത് കൊടുത്തിട്ടില്ല എന്നർത്ഥം. കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അതവിടെ അവസാനിച്ചു. അപ്പോൾ വിട്ടുകളയാൻ പഠിപ്പിക്കുക, ത്യാഗം, ത്യജിക്കാൻ പഠിപ്പിക്കുക. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ടല്ലോ, ഈ ശ്രീരാമകൃഷ്ണദേവൻ്റെ അടുത്ത് ഒരിക്കൽ ആരോ ചോദിച്ചു അത്രേ, ഗീതയുടെ ഭഗവത്ഗീത ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ ചോദിച്ചു. ഓ പറ്റുമോ. എന്താ വാക്ക്? ത്യാഗി. ത്യാഗി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ സ്പീഡിൽ, ത്യാഗി 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 എന്ന് അടുപ്പിച്ച് പറഞ്ഞാൽ ഗീത 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 എന്നാവും. അപ്പോൾ ഗീതയുടെ സന്ദേശം വിട്ടുകളയാനാണ്. ത്യജിക്കുക, ത്യജിക്കുക. അതിൻ്റെ ഈശ്വരൻ ത്യാഗേശ്വരൻ, ത്യാഗരാജൻ ആരാ? ശിവനാ. ആ പേരാണല്ലോ ത്യാഗരാജസ്വാമി കിട്ടത് തിരുവയ്യാറിലെ. അപ്പോൾ ത്യാഗരാജൻ എന്ന് പറയുന്നത് ശിവനാണ്. എന്തുകൊണ്ടാണ് ത്യാഗം? സകലതും, തനിക്കുള്ള ശരീരം പോലും കൊടുത്തു മറ്റുള്ളവർക്ക്. അതിൻ്റെ മുകളിൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. നേരത്തെ നന്ദനാർ പറഞ്ഞ മാതിരി പാർവതി എന്ന് പറഞ്ഞ ശീമാട്ടിക്കും കൊടുത്തു, ബാക്കി പകുതി ഉള്ള ആംഗ്ലയ്ക്കും കൊടുത്തു. ശരീരം പോലും ഇല്ലാണ്ടായി. അപ്പോൾ മാത്രമല്ല ആന്തരികമായ ഭയമുണ്ടാവില്ല. ഞാൻ നാളെ നശിച്ചു പോകും, എൻ്റെ ശരീരം നശിക്കണോടെ എന്ന് ചിന്തിക്കണവനെ ഭയമുള്ളൂ. അത് ശിവനെ ഉപാസിക്കുന്ന കൂടെ കിട്ടണേ. ആ വിദ്യയാണ് ഗീതയുടെ തുടക്കത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. നൈനം ഛിദ്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക, അല്ലേ? അർജുനൻ എന്താ ഭഗവാൻ പറഞ്ഞു കൊടുക്കുക? കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് ശിവൻ്റെ വിദ്യയാണ്. അതവിടെ ശൈവം വൈഷ്ണവം എന്നല്ല അവിടെ ഞാൻ പറഞ്ഞത്, ആ തത്വത്തിനാണ്. ഞാൻ അനശ്വരനാണ്. ഭഗവാൻ വിളിക്കണ്ടല്ലോ അർജുൻ, അമൃതസ്യ പുത്ര, അമൃതത്തിൻ്റെ മകനെ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? നിനക്ക് മരണമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇതൊക്കെ ഇതിന്ന് ശിവസഹസ്രനാമത്തിൻ്റെ ഉപാസനയെ കൂടെ കിട്ടുന്ന ഗിഫ്റ്റാണ്. അത് ശിവസഹസ്രനാമത്തിൻ്റെ പ്രത്യേകതയാണ്. ആവർത്തനത്തിൽ കൂടെ നമ്മുടെ ബോധമണ്ഡലത്തിനെ മുഴുവൻ റീഅറേഞ്ച് ചെയ്യും. നമ്മുടെ മനസ്സിങ്ങനെ ചെതറി കിടക്കുന്നു. ആ ചെതറി കിടക്കുന്നതിന് കുട്ടികൾ പസിൽ വെച്ച് കളിക്കണ മാതിരി സഹസ്രനാമം ജപിക്കെ അത് കറക്റ്റ് ഓർഡറിലാവും. നമ്മുടെ മൈൻഡ് വളരെ ഓർഡർലിയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ ആവർത്തിച്ച് ചൊല്ലണ ഭഗവാന്റെ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ വെറുതെ വാക്കുകളല്ല, ഓരോ നാമവും മന്ത്രമാണ്. ഓരോ ആവർത്തനവും നമ്മൾക്ക് മനഃശുദ്ധി ഉണ്ടാക്കും. നമ്മളിലുള്ള ഊർജത്തിൻ്റെ, എനർജിയുടെ സ്പന്ദനങ്ങളുടെ, വൈബ്രേഷൻസിൻ്റെ ഓർഡർ കറക്റ്റാക്കും, ക്രമീകരിച്ച് തരും. നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി തരും, വൈകാരികമായിട്ടുള്ള സ്ഥിരത നമുക്ക് തരും, സൂക്ഷ്മമായിട്ടുള്ള വാസനകൾ മാറ്റിത്തരും. നമ്മുടെ അകത്ത് നമ്മൾ പോലും അറിയാണ്ട് കിടക്കണ്ടാവും, ആരും കാണില്ല തോന്നിക്കഴിഞ്ഞാൽ കയ്യിലിരിപ്പ് പുറത്ത് വരും. നമ്മുടെ ആ വാസനകൾ പോലും മാറ്റിത്തരും. ആരും നമ്മളെ ജഡ്ജ് ചെയ്യാനില്ല, ശിക്ഷിക്കാനില്ല എന്നുള്ളപ്പോൾ പോലും ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥ സാധന. അതാണ് ബ്രഹ്മചര്യം. അതിൽ സെക്ഷൽ റിലേഷൻ മാത്രമല്ല, പ്രപഞ്ചത്തിൽ എന്തു മോശമായിട്ടുള്ളതുണ്ടോ, ഒരാൾ നോക്കാനുണ്ടെങ്കിൽ അനുസരണയോടെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റും. ഒരാൾ അവിടെ ഉണ്ട് എന്നെ ശ്രദ്ധിക്കാൻ, അതല്ലാണ്ട് എന്നെ ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ പോലും ഞാൻ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മചര്യം വരുന്നത്. ഏത് സാഹചര്യത്തിലും വഴിതെറ്റാതിരിക്കുക. അതാണ് ശുഗമഹർഷി പറഞ്ഞ, പരീക്ഷത്തെ വാസനകളെ കളയാൻ പറ്റില്ല, പക്ഷെ വറുക്കാമെന്ന്. വറുത്ത വിത്താക്കാം, കാരണം പിന്നെ മുളയ്ക്കില്ല. വിത്തവിടെ കിടന്നോട്ടെ, വറുത്ത് കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കില്ല. നാമം കൊണ്ട് വറക്കാനാണ് പറഞ്ഞത്. വറക്ക് കേട്ടിട്ട് അങ്ങനെ വറക്കുക. ശിവൻ്റെ നാമങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം ഭയം കുറയ്ക്കും.
മരണഭയം കുറച്ചു കൊണ്ടുവരും. ശിവനാമങ്ങളുടെ ഒരു പ്രത്യേകത. 2, ആന്തരികമായിട്ട് ഭയങ്കരമായിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു വിരക്തി കൊണ്ടുവരും. ഡിറ്റാച്ചറാവും നമ്മൾ. വെറുപ്പല്ല, എനിക്കൊന്നും വേണ്ട, അതല്ല. അതൊക്കെ ചെയ്യും, പക്ഷെ മനസ്സൊട്ടില്ല. നമ്മൾ പലരും വിചാരിക്കുന്ന ഡിറ്റാച്ച്മെൻ്റ് ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതല്ല. ഒരു കാര്യത്തിന് വെറുപ്പാണ് എനിക്ക് എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒട്ടുണ്ട്. വാസ്തവത്തിൽ വെറുക്കുന്നത് സ്നേഹിക്കണേക്കാട്ടിലും വലിയ ഒട്ടലാണ്, അറ്റാച്ച്മെൻറ്റാണ്. അത് ചെയ്യുമ്പോഴും മനസ്സൊട്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗൃഹസ്ഥനായിട്ടിരുന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഉത്തരവാദിത്വബോധത്തോടെ പെരുമാറിക്കൊണ്ട് തന്നെ അതൊക്കെ ഭഗവാന് സമർപ്പിച്ചിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക. ഇതുണ്ടാക്കി തരും. 3, ഇന്നർ സൈലൻസ് വർദ്ധിപ്പിച്ചു. മറ്റേ നമ്മുടെ മനസ്സ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണേ, ഓൾവേസ് ക്ലട്ടേർഡാണ്. പല നോയ്സ് അല്ലേ മനസ്സിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ പല 100 ചിന്തകളായിരിക്കും. ഇപ്പോൾ ഇവരുടെ കുട്ടികളുടെ പ്രായത്തിലുള്ള പരിഹരിക്കില്ല, നമ്മൾക്ക് നമ്മുടെയൊക്കെ ഏജെത്തുമ്പോൾ അല്ലേ 100,000 കാര്യങ്ങളായിരിക്കും നമ്മുടെ തലയിൽ. അതൊക്കെ അവിടെയുണ്ട്, അതൊന്നും മാറിയിട്ടില്ല. എന്നാലും ഒരു സൈലൻസ് ഉണ്ടാവും. ജീവിതത്തിൽ മാറ്റമൊന്നും വരണമെന്നില്ല, പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഒരു ഇന്നർ സൈലൻസ്, ആന്തരികമായിട്ടുള്ള ഒരു മൗനം അവിടെ ഉണ്ടാവും. പിന്നെ നമ്മളിലുള്ള ഇനർഷ്യ കുറയും. നമുക്ക് സാരിയിരിക്കും വെറുതെ ഉറക്കം തൂങ്ങുക, ക്ഷീണം വരിക, ഒരു ഉത്സാഹം ഇല്ലാണ്ടിരിക്കുക. ഇന്നലെ രാത്രി വിചാരിക്കുക നാളെ അമ്പലത്തിൽ പോകണം, ഇന്ന് രാവിലെ ആകുമ്പോൾ എണീക്കാൻ പോലും വയ്യ. ജഡത്വം, ഇനർഷ്യ, താമസ ഗുണം. സത്സംഗങ്ങൾ കേൾക്കുമ്പോൾ കണ്ടില്ല, ആൾക്കാർക്ക് ഉറക്കം വരും. അവിടെ ഇരുന്നാലും ഉറക്കം വരും. അതേ ആൾക്കാർ രാത്രി ഉറക്കം വരാണ്ട് കണ്ണും പിടിച്ചിരിക്കണതാണ്. ഉറങ്ങുകയില്ല, എണീച്ച് കിടക്കും, 10 പ്രാവശ്യം ബാത്റൂം പോകും, കുറേ വെള്ളം കുടിക്കും, വീണ്ടും വന്ന് കിടക്കും. ഇതേ ആൾക്കാർക്ക് ഉറങ്ങണമെങ്കിൽ ഏതെങ്കിലും സത്സംഗം നടക്കണോടെ പോയിരുന്നാൽ മതി, അപ്പോൾ ഉറക്കം വരും. കാരണം എന്താ? ഭഗവാന്റെ കഥകളും നാമവും ആ അന്തരീക്ഷവും നമ്മുടെ ഉള്ള താമസ ഗുണത്തിനെ പുറത്തു കൊണ്ടുവരും. ആദ്യം ആക്ടിവേറ്റ് ആവുക താമസ ഗുണം. അതുകൊണ്ടാണ് ഭജന നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലർ തുള്ളണ കണ്ടിട്ടില്ലേ, ചാടും. നമ്മൾ വിചാരിക്കും ഭഗവാൻ ഉണ്ടാവണമല്ല, അത് വേറെ പല താമസികമായിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഭസ്മം വെച്ച് അടിച്ച് നിർത്തേണ്ടി വരുന്നത്. ഇപ്പം പ്രത്യേകിച്ച് മുരുകൻ്റെയൊക്കെ ഭജന നടക്കുന്ന സ്ഥലങ്ങളിൽ ചാടും ആൾക്കാർ. കാവടിയൊക്കെ എടുത്തിട്ടുള്ള നൃത്തമൊക്കെ നടക്കണതിൻ്റെ ഇടയിൽ വെറുതെ ഇത് എടുക്കാത്തവർ ചിലർ ചാടറാണ്. താമസമായിട്ടുള്ള ഗുണങ്ങൾ ചില വ്യക്തികളിൽ കൂടുതലായിരിക്കും, അത് പുറത്തേക്ക് വരും. ആ ജഡത്വം, ആ ഡെഡ് ഫീല്, ആ ഇനർഷ്യ കുറച്ച് തരും. ശിവൻ്റെ നാമങ്ങൾ സദാ ഊർജ്ജസ്വലരാക്കും, നമ്മളെ ഉണർവുണ്ടാക്കി തരും. ഇപ്പോൾ നമ്മളൊരു ഒരു അമിനോ ആസിഡ് ഉണ്ട്, തേയാനിൻ എന്ന് പറഞ്ഞിട്ടൊരു അമിനോ ആസിഡ് ഉണ്ട്. അത് ഒരേ സമയം നെർവുകളെ ശാന്തമാക്കുക, അതേസമയം ഉണർവുണ്ടാക്കുകയും ചെയ്യും. ഉറങ്ങണോ ചോദിച്ചാൽ ഉറങ്ങുകയല്ല, ഉണർന്നുണ്ടോ ചോദിച്ചാൽ ഉണർന്നുണ്ടാവും. നമ്മൾ ആ രാവിലെ ഉണർന്ന് കിടക്കണ നേരത്ത് മുഴുവൻ ഉണരണതിന് മുമ്പ് ഒരു ലെവലില്ലേ, ഒരു മെഡിറ്റേറ്റീവ് ലെവലുണ്ടാവും. ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും, ഭയങ്കര ക്ലീനായിരിക്കും ആ സമയത്തെ ചിന്തകൾ. അത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു അമിനോ ആസിഡ്. അത് ഈ മെഡിക്കലി ചെയ്യുന്ന ഇതേ വിദ്യ തന്നെയാണ് നാമം ആവർത്തിച്ച് ജപിക്കുമ്പോൾ കിട്ടുന്ന ക്ലാരിറ്റി. അനവധി കാലം പ്രാണായാമം അഭ്യസിച്ചിട്ട് കിട്ടുന്ന പല വിദ്യകളും ഔഷധങ്ങൾ ഉപയോഗിച്ച് കിട്ടാനുള്ള വിദ്യയും ശിവൻ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് ഭഗവാന്റെ. അതുകൊണ്ടാണ് ഭഗവാൻ ഈ ഭാങ് ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കഞ്ചാവ് അടിക്കുന്ന ആൾക്കാർ ശിവൻ കഞ്ചാവ് അടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കഞ്ചാവ് അടിക്കാന്ന് പറഞ്ഞ നോൺസെൻസ് അവിടെയാണ്. ഭഗവാൻ അതിനെ ഔഷധമായിട്ട് എടുത്തിട്ട് ഒരു പ്രത്യേക അളവിലെടുത്ത് ഉപയോഗിച്ചുകൊണ്ട് യോഗവിദ്യയിൽ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രപഞ്ചത്തിൽ ഒന്നും മോശമില്ല ഭഗവാന്റെ കണ്ണിൽ. എന്തിനേയും ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിച്ചിട്ട് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഭാരതീയ ഋഷിമാരുടെ പാരമ്പര്യം. ഭഗവാൻ എന്നാണ് പറയണത്. അതുകൊണ്ടല്ലോ സ്വസ്തി ശിവാദിശ്രീ ഗുരുഭ്യോ നമ എന്ന് നമ്മൾ പറയുന്നത്. സകല ഗുരുക്കന്മാരുടെയും ഗുരുനാഥൻ ശിവനാണെന്ന് പറയണത്. മാത്രമല്ല സ്പിരിച്വൽ ഇൻറ്റൻസിറ്റി കൂടും ശിവൻ്റെ സഹസ്രനാമം ജപിക്കുമ്പോൾ. ആത്മീയമായിട്ടുള്ള തീവ്രത വർദ്ധിക്കും. എനിക്ക് സാക്ഷാത്കാരം വേണം എന്നുള്ള തോന്നൽ വർദ്ധിപ്പിച്ചിരിക്കും. ശിവൻ്റെ ഒരു സ്വഭാവം തന്നെ സാക്ഷാത്കാരത്തിന് ആഗ്രഹം ഉണ്ടാക്കുക എന്നുള്ളതാണ് ശിവൻ്റെ സ്വഭാവം. അത് അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കെട്ടുപാടും വിട്ടുപോകാൻ അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ആ ശിവൻ തന്നെ ലൗകിക ജീവിതത്തിൽ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫോമിലുണ്ട്. അതാണ് നമ്മൾ ലളിതയിൽ കാണുന്ന കാമേശ്വരൻ. കാമനെ ദഹിപ്പിച്ച ആൾ കാമത്തിൻ്റെ ഈശ്വരനായി മാറുന്ന അവസ്ഥയാണ്. അത് ലളിതയിൽ ശ്രീവിദ്യയിൽ വരുന്ന വിദ്യയാണ്. ഞാൻ നാളെ ചുരക്കോട്ടയിൽ പറഞ്ഞു, ലളിതാ സഹസ്രനാമത്തിൽ ലളിതോപഖ്യാനത്തിൽ. സഹസ്രനാമങ്ങൾ പലതരം ഇത്രയും അധികം ഉണ്ടാവാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഹിന്ദു സമ്പ്രദായത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ഒരു കോർ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ പല സമ്പ്രദായങ്ങളിലും പല പ്രദേശങ്ങളിലും വളർന്നവരാണ്. നമുക്ക് ഗുരുക്കന്മാർ എല്ലാ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ സമ്പ്രദായങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു പുസ്തകമേ ഉള്ളൂ,
ഞങ്ങൾ ഒരാൾ പറഞ്ഞതേ കേൾക്കുള്ളൂ എന്നുള്ളൊരു രീതി നമുക്കില്ല. മനുഷ്യർ പലവിധം, അവരുടെയൊക്കെ അഭിരുചിക്കനുസരിച്ചും സമ്പ്രദായങ്ങളും പലവിധം. വേണ്ടവന് എടുത്ത് ഉപയോഗിക്കാം. രൗദ്രമായിട്ടുള്ളവന് രൗദ്രമായിട്ടാവാം, ശാന്തമായിട്ടുള്ളവന് ശാന്തമായിട്ടാവാം, രണ്ടിൻ്റെ ഇടയിലുള്ളൊരവസ്ഥ വേണ്ടവൻ അതായിട്ടാവാം. കുട്ടിയെ ഇഷ്ടപ്പെടുന്നവന് കുട്ടിയുടെ ഭാവത്തിൽ ആരാധിക്കാം, വയസ്സൻ്റെ രൂപത്തിൽ ആരാധിക്കേണ്ടവർ വയസ്സൻ്റെ രൂപത്തിൽ ആരാധിക്കാം, ഗുരുനാഥനെ കാണേണ്ടവന് ഗുരുനാഥനായിട്ടാവാം, ആങ്ങളയായിട്ട് കാണേണ്ടവൻ ആങ്ങളയായിട്ട് കാണാം, ഭർത്താവായി കാണി ഭർത്താവായി കാണാം, അനിയനായി കാണി അനിയനെ, എങ്ങനെ കാണണോ അങ്ങനെ കാണാം. അതാണ് സനാതനധർമ്മത്തിൻ്റെ രീതി. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാവങ്ങളുണ്ടായി, അതിനൊക്കെ സഹസ്രനാമങ്ങളുണ്ട്. ആത്യന്തികമായിട്ട് ഒരേ സത്യത്തിനെ പറയണു, 100 കണക്കിന് പറഞ്ഞു. ഇത് മഹാഭാരതത്തിലുണ്ട്, പുരാണങ്ങളിലുണ്ട്, ആഗമങ്ങളിലുണ്ട്, തന്ത്രങ്ങളിലുണ്ട്, വൈദിക പാരമ്പര്യങ്ങളിലുണ്ട്, കാശ്മീർ ശൈവ പദ്ധതിയിലുണ്ട്, ദക്ഷിണേന്ത്യൻ ശൈവ പദ്ധതി തമിഴ് ശൈവത്തിലുണ്ട്, സ്മാർത്ത പാരമ്പര്യം നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പോലുള്ള ഓരോന്നിലും ഓരോ ആത്മീയമായിട്ടുള്ള ഡയമെൻഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. ഇതിലൊക്കെ ശിവസഹസ്രനാമങ്ങളുണ്ട്. 1ഉം 2ഉം ഒന്നുമല്ല, ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ഇതിലേറ്റവും ചിലത് വൈദികമാണ്, വേദിക് ആണ്. ഇപ്പോൾ വേദസാരം, നമ്മുടെ മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ചിലത് വെറും ഭക്തി, ആ ഭക്തിയുടെ തീവ്രതയുള്ള സഹസ്രനാമങ്ങൾ. ചിലത് മന്ത്രശബ്ദങ്ങളുള്ളതാണ്, താന്ത്രികമാണ്, ദീക്ഷ വേണം, വളരെ സൂക്ഷിക്കണം എടുത്ത് പ്രയോഗിക്കുമ്പോൾ. ചിലത് വളരെ ഫിലോസഫിക്കലാണ്. വേദസാരം ഫിലോസഫിക്കലുമാണ്. മഹാഭാരതത്തിലെ ശിവസഹസ്രനാമം 1 ആദ്യത്തെ നമ്മുടെ ഏറ്റവും പ്രസിദ്ധം. 2ാമത് വരുന്ന ഒരു സഹസ്രനാമം അതിൻ്റെ അകത്തുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ശിവസഹസ്രനാമങ്ങൾ ഒന്നാണ് ഈ ആദ്യത്തെ സഹസ്രനാമം. അതിൻ്റെ ഉത്ഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാണ്ഡവന്മാർ അനുശാസന പർവ്വതത്തിൽ ശരശയെ കിടക്കണ ഭീഷ്മരുടെ അടുത്ത് ചെന്നിട്ട് രാജ്യം ഭരിക്കണതിൻ്റെ ഉപദേശങ്ങൾ ചോദിക്കുമ്പോൾ മഹാഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് 120 ചാപ്റ്റേഴ്സ്. അത് മഹാഭാരതത്തിന് ഒരു ഭാഗത്തിന് ഇത്രയും വലിപ്പമില്ല. ഭീഷ്മരുടെ ഉപദേശമാണ് ഏറ്റവും വലിയ ഭാഗം. ഇത് മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴാണ് ആരെയാണ് ആരാധിക്കേണ്ടത് ഈ ലോകത്ത്, കിമേക ദൈവതം, ആരാണ്, അങ്ങനെ ചോദിച്ചിട്ടാണ് തുടങ്ങണത്. അപ്പോഴാണ് വിഷ്ണു സഹസ്രനാമം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ശിവനെക്കുറിച്ച് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു ഞാനല്ല പറയേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കഥ സംഭവിക്കണം. അങ്ങനെയാണ് ഉപമന്യുവിൻ്റെ ഉപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭഗവാൻ പറഞ്ഞു കൊടുക്കും. മഹാഭാരതത്തിലെ സഹസ്രനാമത്തിന് വ്യാസമഹർഷി കൊടുത്തിട്ടുള്ളത് വളരെ ശക്തമായിട്ടുള്ള വൈദികമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള അടിത്തറ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ നാമം അങ്ങനെ കൊടുത്തിരിക്കുന്നു. ശിവനെ ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. ശിവനെ ശൈവർ ഉപാസിക്കുന്ന ശിവൻ എന്ന് പറഞ്ഞൊരു മൂർത്തിയായിട്ടല്ല, ബ്രഹ്മം തന്നെയായിട്ടാണ് കാണുന്നത്. പരബ്രഹ്മം തന്നെയായിട്ട് ശിവനെ കണ്ടുകൊണ്ടാണ് വ്യാസമഹർഷി ആ സഹസ്രനാമത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ ഈശ്വരീയമായിട്ടുള്ള തത്വശാസ്ത്രത്തിൻ്റെ അനവധി തത്വങ്ങളെ അടക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ശിവനെ ഒരേ സമയം സഗുണനായിട്ടും നിർഗുണനായിട്ടും ആരാധിക്കുന്നുണ്ട്. സഗുണാരാധനക്കാർക്ക് വേണ്ടതുകൊണ്ട്, നിർഗുണാരാധനക്കാർക്ക് വേണ്ടതുണ്ട്. കാണാവുന്ന രൂപത്തിലും അരൂപിയായിട്ടും ബ്രഹ്മമായിട്ടും മൂർത്തിയായിട്ടും ആരാധിക്കാൻ വേണ്ടത് വ്യാസമഹർഷിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്മാർത്തന്മാരുടെ ഇടയിലും അദ്വൈതികളുടെ ഇടയിലുമാണ് ഈ മഹാഭാരത സഹസ്രനാമത്തിന് ഇത്രയ്ക്കും പ്രാധാന്യം. സ്മാർത്ത സമ്പ്രദായത്തിലും അദ്വൈത സമ്പ്രദായം ശങ്കരാചാര്യ പരമ്പരകളിലും ഈ മഹാഭാരതത്തിലുള്ള സഹസ്രനാമത്തിന് വലിയ പ്രാധാന്യമാണ്. കാരണം അത് ബ്രഹ്മത്തിനായിട്ടാണ്, ബ്രഹ്മമായിട്ട് ഭഗവാനെ കാണുന്നുണ്ട്. ഇനി പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഹസ്രനാമം ലിംഗപുരാണത്തിലാണ്. ലിംഗപുരാണത്തിൽ അനന്തമായിട്ടുള്ള ലിംഗരൂപത്തിലുള്ള ശിവനെ നമ്മളിപ്പോൾ എന്താ പറയുക, ശ്രീരുദ്രത്തിൻ്റെ ധ്യാനമില്ലേ, പീഠം യസ്യ ധരിത്രി ജലധര കലശം ലിംഗമാകാശമൂർത്തി എന്ന് പറഞ്ഞിട്ട്, അതായത് പ്രപഞ്ചത്തിനെ തന്നെ ശിവലിംഗമായിട്ട് സങ്കല്പിക്കണം. അങ്ങനെ വിരാട് സ്വരൂപമായിട്ടുള്ള ശിവലിംഗമായിട്ട് ഭഗവാനെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അവിടെ രൂപമില്ല, ലിംഗരൂപമാണ്. അവിടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സംഹാരവും സകലതും പറഞ്ഞിട്ടുണ്ട്. ബോധമണ്ഡലത്തിൻ്റെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ബോധമണ്ഡലത്തിനെ താങ്ങി നിർത്തുന്ന തൂണായിട്ടാണ് അവിടെ ശിവലിംഗത്തിനെ പറഞ്ഞത്. ഏതൊരു തൂണിൻ്റെ അറ്റവും താഴെയാണോ കണ്ടുപിടിക്കാൻ ബ്രഹ്മാവും വിഷ്ണുവും പോയത്, ആ ജ്യോതിർലിംഗത്തിൻ്റെ ഭാവത്തിലുള്ള ശിവൻ്റെ ആരാധനയാണ് ലിംഗപുരാണം. അതിൻ്റെ കഥകളും അതിൻ്റെ രീതികളുമാണ് ഇത്. അപ്പോൾ അതിൻ്റെ സഹസ്രനാമത്തിന് ആ സ്വഭാവമാണ്, മഹാഭാരതത്തിലുള്ള സ്വഭാവമല്ല. അവിടെ വളരെ സിംബോളിക്കാണ്, വളരെ ഫിലോസഫിക്കലാണ്. മാത്രമല്ല ഏതൊക്കെ എക്സിസ്റ്റൻസ് പ്രപഞ്ചത്തിൽ എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ അതിൻ്റെ മുഴുവൻ അച്ചുതണ്ട് ശിവനാണ്. അതിൻ്റെയൊക്കെ ആക്സസ് ശിവനാണെന്നാണ് ലിംഗപുരാണത്തിലെ സഹസ്രനാമം നമ്മളെ പഠിപ്പിക്കുന്നത്. രൂപമില്ലാത്തതിന് രൂപമുണ്ടാവുന്നതായിട്ട് അവസ്ഥ വരികയാണ് എന്നാണ് പറയണത്. വാസ്തവത്തിൽ അതിന് രൂപമേ ഇല്ല എന്ന് ഉറപ്പിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞ രൂപമില്ലാത്തത് പറഞ്ഞാൽ ബോധം, രൂപമുള്ളത് സൃഷ്ടി. ബോധവും സൃഷ്ടിയും എങ്ങനെ യോജിച്ചിരിക്കണമെന്ന് പഠിപ്പിച്ചു തരും ലിംഗപുരാണത്തിലെ സഹസ്രനാമം. ചുരുക്കി പറയണ ഞാൻ, ഇതൊക്കെ കടലാണ്,
ഗുരുവായൂരപ്പ ഇതൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. ബോധമായിട്ടുള്ളതും സൃഷ്ടിയായിട്ട് കാണാവുന്നതും എങ്ങനെ ചേർന്നിരിക്കുന്നു ഭഗവാൻ പറയണ്ടല്ലോ, യോമേ അന്തപ്രവിശ്യ അല്ലേ പറയുന്നില്ലേ. അത് എങ്ങനെയെന്ന് അനുഭവത്തിലാക്കി തരാൻ വേണ്ടി പഠിപ്പിക്കലാണ് ലിംഗപുരാണം ചെയ്യുന്നത്. ഇനി മൂന്നാമത്തതോ സ്കന്ദപുരാണത്തിലാണ്. സ്കന്ദപുരാണത്തിൽ ശിവസഹസ്രനാമമുണ്ട്. അത് ഗംഭീരമാണ്. അത് ഭക്തിയാണ്, ഭക്തിയുടെ സഹസ്രനാമം. അത് വായിച്ച് ഭക്തി വളർത്താനാണ്. മാത്രമല്ല തീർത്ഥാടന കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ശിവൻ ഇന്ന ജ്യോതിർലിംഗങ്ങളിൽ ഇരിക്കുന്ന പേരുകളൊക്കെയാണ് ഇത്. സോമനാഥനായിട്ടും വിശ്വനാഥനായിട്ടും എന്താ പറയുക ഓംകാരേശ്വരനായിട്ടും കേദാരേശ്വരനായിട്ടും രാമേശ്വരനായിട്ടും ഒക്കെ ഇരിക്കുന്ന ആ ഭാവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചേർത്ത് കൊണ്ടുവന്നിരിക്കും. 81,100 ശ്ലോകമാണ് സ്കന്ദപുരാണത്തിന്. ഏറ്റവും വലിയ പുരാണമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത്, അതിൽ പുണ്യക്ഷേത്രങ്ങൾ വരുന്നുണ്ട്, ശിവൻ്റെ ഭക്തി വരുന്നുണ്ട്, വ്രതങ്ങളുടെ സ്വഭാവങ്ങൾ വരുന്നുണ്ട്, പുണ്യഭൂമികളിലെ കേന്ദ്രീകരിച്ചിട്ട് ഭഗവാന്റെ നാമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായി, ഒരു സ്പിരിച്വൽ മാപ്പായി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഫിസിക്കൽ ആയിട്ടുള്ള മാപ്പ് തന്നെ. അത് ഭാരതത്തിൽ എവിടെയൊക്കെ ശിവൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് എന്ന് നമുക്ക് സഹസ്രനാമം വായിച്ചാൽ തന്നെ പിടിയിട്ടു. അങ്ങനെ കിട്ടുന്ന തരത്തിൽ ഒരു മാപ്പ്. ഇത് കൂടാണ്ട് വൈദിക പാരമ്പര്യത്തിൽ രുദ്രസഹസ്രനാമം, രുദ്രന് ശൈവ സങ്കല്പത്തിനെക്കാട്ടിലും പഴക്കമുണ്ട്. നമസ്തേ രുദ്രമന്യവേ പറഞ്ഞാൽ തുടങ്ങണേ തന്നെ. വേദം ഭഗവാനെ ആദ്യം വിളിച്ച് ശിവ എന്നല്ല വിളിച്ച്, രുദ്ര എന്നാ വിളിച്ചു. ആ രുദ്രൻ്റെ സഹസ്രനാമം ശ്രീരുദ്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ള നാമങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടാണ്. നമ്മൾ രുദ്രത്രിശതി പ്രസിദ്ധമാണല്ലോ, 300 നാമങ്ങൾ. അതിനെ കൂടുതൽ എലോബറേറ്റ് ചെയ്തിട്ട് 1000 നാമാക്കിയിരിക്കും രുദ്രസഹസ്രനാമത്തിൽ. വേദങ്ങളിലെ രുദ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരനാണ്, അതിതേജസ്സുള്ളവനാണ്, അമ്പും വില്ലും ധരിക്കണവനാണ്, തൃശൂലല്ല. നിൻ്റെ അമ്പിനെ എന്നെ ഇരയാക്കരുത് എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. മാനേകസ്മിന്നാഗസിമാതയോരുത തൃഷു വധീർമാശൂരഭൂരുഷു എന്നുള്ള മന്ത്രങ്ങളൊക്കെ അങ്ങനെ വരണുണ്ട്. അല്ലെങ്കിൽ പരുണോരുദ്രസ്യ ഹേതർ വ്രണക്തു എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളൊക്കെ അങ്ങനെ വരണം. രോഗശാന്തി നൽകണവനാണ്, നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റണ വൈദ്യനാണ് വേദത്തിലെ ഭഗവാൻ. പ്രപഞ്ചത്തിൻ്റെ രൂപത്തിൽ നിൽക്കണവനാണ്, കൊടുങ്കാറ്റ് പോലെ സഞ്ചരിക്കണവനാണ്, ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കില്ല. വേദത്തിലെ രുദ്രൻ മാറ്റങ്ങൾ കൊണ്ടുവരണവനാണ്, പ്രപഞ്ചത്തിൽ പരിവർത്തനം, ചേഞ്ചസ് കൊണ്ടുവരണവനാണ്. അതുകൊണ്ട് രുദ്രൻ്റെ സഹസ്രനാമത്തിൻ്റെ സ്വഭാവം അതുപോലെയാണ്. തീവ്രമാണ്, ഇൻറ്റൻസാണ്, അത്യുജ്വലാണ്, ഭയങ്കര എനർജിയാണ്, ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് ഇത് രുദ്രൻ്റെ സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വേദപാരായണം, ഹോമങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, വിശേഷമായിട്ടുള്ള വൈദിക സമ്പ്രദായങ്ങളിലെ ക്ഷേത്രാചാരങ്ങൾ, മന്ത്രശാസ്ത്രം, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതേമാതിരി രുദ്രൻ്റെ മഹത്വം പറയുന്ന ഭാഗങ്ങൾ, അവിടെയൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ രുദ്രൻ എന്ന് പറഞ്ഞാൽ ദേഷ്യം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് രുദ്രൻ കോപമുള്ളവനാണെന്ന് പലരും തെറ്റായിട്ട് ധരിക്കുകയാണ്. വാസ്തവത്തിൽ അതിൻ്റെ റൂട്ട് കരയണവൻ, അല്ലെങ്കിൽ കരയിപ്പിക്കണവൻ, ദുഃഖത്തിനെ അലിയിപ്പിച്ച് കളയണവൻ, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഗർജിക്കുന്നവൻ, സമരം ചെയ്യണവൻ, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യണവൻ, തീവ്രമായിട്ടുള്ള ശുദ്ധീകരണം നടത്തണവൻ. അതേപോലെ തന്നെ അദ്ദേഹം എന്തൊക്കെയാണ് നശിപ്പിക്കുന്നത്? അദ്ദേഹം നശിപ്പിക്കുന്നത് അസത്യത്തിനെ, അഹംഭാവത്തിനെ, മന്ദത, സ്റ്റാഗ്നേഷൻ, കെട്ടിക്കിടക്കുക, കഴിഞ്ഞു, റിട്ടയറായി, ഇനി പണിയൊന്നുമില്ല. ശിവൻ അതിനൊക്കെ ഇളക്കും. ഇല്ലില്ല, നിങ്ങളുടെ ജീവിതം ഇവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല, ഇനി 100 കാര്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇളക്കി മറിക്കും. പിന്നെ നമ്മുടെ ആന്തരികമായിട്ടുള്ള വിഷത്തിനെ ഇല്ലാണ്ടാക്കും നീലകണ്ഠൻ്റെ ഭാവത്തിൽ. അതുകൊണ്ട് രുദ്രസഹസ്രനാമം ജപിക്കേണ്ടത് ശിവസഹസ്രനാമത്തിനെക്കാട്ടിലും ഒരു പൊടി കൂടെ രുദ്രൻ്റെ സഹസ്രനാമങ്ങൾ അതികഠിന കർമ്മദോഷമുള്ള സമയത്ത് ജപിക്കാൻ വിശേഷമാണ്. കാരണം കർമ്മം കത്തിക്കും, പെട്ടെന്ന് കർമ്മം കത്തിച്ച് തരും. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ശിവസഹസ്രനാമത്തിൻ്റെ ഗുണം തന്നെയാണത്. പക്ഷേ ശിവസഹസ്രനാമം 1 വർഷം കൊണ്ട് തരുന്നത് രുദ്രസഹസ്രനാമം ചിലപ്പോൾ 1 മാസം കൊണ്ട് തരും. കാരണം ഡോസ് കൂടിയ മരുന്നാണ്. നമ്മൾ പറയില്ലേ, ഇത്ര mg എന്നല്ലേ പറയുക അല്ലേ? ഡയബറ്റീസ് ആണെങ്കിലും പ്രഷറിനാണെങ്കിലും ഒക്കെ മരുന്നുകളിൽ, പനിക്കാണെങ്കിലും കുട്ടികൾക്ക് 650 mg ഡോളോ കൊടുക്കില്ലല്ലോ നമ്മൾ, അല്ലേ? അതേപോലെ ഡോസ് കൂടിയതും. പിന്നെ ആരോഗ്യത്തിന് വലിയ വെല്ലുവിളികളുള്ളപ്പോൾ, ശരീരത്തിന് അസ്വാസ്ഥ്യമുള്ളപ്പോൾ രുദ്രൻ്റെ സഹസ്രനാമങ്ങൾ വളരെ വിശേഷമാണ്. ഭയം തോന്നുമ്പോൾ പെട്ടെന്ന് മനസ്സിന് ധൈര്യം കിട്ടാൻ, ആത്മീയമായിട്ട് വളർച്ച വരുന്നില്ല, ഞാൻ എത്ര സാധന ചെയ്തിട്ടും എനിക്കൊരു കാര്യമില്ല തോന്നുമ്പോൾ, സങ്കടം വരുമ്പോൾ, ഭഗവാനെ ഞാൻ എത്ര വിളിച്ചിട്ടും ഈ ആവണില്ലല്ലോ തോന്നുമ്പോഴും രുദ്രസഹസ്രനാമം ജപിക്കുന്നത് കൂടുതൽ നമ്മളെ പ്രവർത്തിക്കാനും ആധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകാനും സഹായിക്കും. പിന്നെ ജീവിതത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമുക്കിത് ഉപകരിക്കും. ഈ സഹസ്രനാമത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ ശ്രീരുദ്രവും നമകത്തിലും ചമകത്തിലൊക്കെ വരുന്ന വിശേഷണങ്ങൾ വെച്ചിട്ടാണ് രുദ്രസഹസ്രനാമങ്ങൾ. അതുതന്നെ ഞാൻ പലതും കണ്ടിട്ടുണ്ട്.
കാശിയിൽ നിന്നൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകൾ ഒരു 15ഓളം രുദ്രസഹസ്രനാമങ്ങൾ കണ്ടിട്ടുണ്ട്. പല ടൈപ്പ്. ചിലതിലൊക്കെ കോമൺ നാമങ്ങളായിരിക്കും, പക്ഷെ ഋഷി വ്യത്യാസം ഉണ്ടാവും, ചിലതിൻ്റെയൊക്കെ ഛന്ദസ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സഹസ്രനാമം എല്ലായിടത്തും ശ്രീരുദ്രൻ എങ്ങനെ കാണുന്നു, പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഭഗവാനെ കാണാനാണ് ശ്രീരുദ്രൻ പഠിപ്പിക്കുന്നത്. കാടുകളിൽ കാണുന്നുണ്ട്, മലകളിൽ കാണുന്നുണ്ട്, കള്ളന്മാരിൽ കാണുന്നുണ്ട്, മൃഗങ്ങളിൽ കാണുന്നുണ്ട്, നദികളിൽ കാണുന്നുണ്ട്, കൊടുങ്കാറ്റിലും കാണുന്നുണ്ട്, യോദ്ധാക്കളിൽ കാണുന്നുണ്ട്, നിശബ്ദതയിലും കാണുന്നുണ്ട്, ദിവ്യമായിട്ടുള്ള ദർശനങ്ങളിലും കാണുന്നുണ്ട്. ശിവനെ കാണാത്ത സ്ഥലമില്ല രുദ്രം. അതൊക്കെ തന്നെ സഹസ്രനാമത്തിലും കാണാം. ശിവൻ്റെ പുറത്ത് വേറെ ഒന്നുമില്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കും. ഈ ശൈവ ആഗമങ്ങളിൽ രുദ്രസഹസ്രനാമങ്ങൾക്ക് ഇങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട്. പിൽക്കാലത്തുണ്ടായ ക്ഷേത്രപ്രതിഷ്ഠകൾ, അഭിഷേകങ്ങൾ, യന്ത്രപൂജകൾ, താന്ത്രിക കർമ്മങ്ങൾ, ഇതൊക്കെ രുദ്രസഹസ്രനാമങ്ങളുടെ അനവധി പുതിയ പുതിയ വേർഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേറൊരു സിസ്റ്റത്തിൽ ദക്ഷിണാമൂർത്തിയുടെ സഹസ്രനാമം, ആ ഭാവത്തിലുള്ള സഹസ്രനാമങ്ങൾ, അത് ശിവനെ ഗുരുവായി കാണുന്ന പാരമ്പര്യങ്ങൾക്ക് വളരെ പ്രധാനമാണ്. അവിടെ ശുദ്ധമായിട്ടുള്ള അറിവിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. മൗനം, ജ്ഞാനം, നേരിട്ടുള്ള ഡയറക്റ്റ് തിരിച്ചറിവുകൾ, ഡയറക്റ്റ് എക്സ്പീരിയൻസ്, അദ്വൈത പാരമ്പര്യങ്ങൾ, സന്യാസ പരമ്പരകളിൽ, പല ജ്ഞാനമാർഗങ്ങളിൽ, ഇതിലൊക്കെ ഈ ദക്ഷിണാമൂർത്തി സ്വഭാവത്തിലുള്ള സഹസ്രനാമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശിവസഹസ്രനാമം കലിയുഗത്തിൽ ഇത്ര ശക്തമാവാനുള്ള കാരണം പാരമ്പര്യങ്ങളൊക്കെ കാണിച്ചു തരണം. എന്താണെന്ന് വെച്ചാൽ ഈ ശിവൻ്റെ സഹസ്രനാമങ്ങൾ ജപിക്കുമ്പോൾ മനസ്സ് സ്വസ്ഥമാവുക എന്നുള്ളത് അനുഭവസിദ്ധ. മനസ്സ് തന്നെ അടങ്ങണതറിയും. നമ്മൾ നിത്യേന നിയമേന ഇത് ചെല്ലുക, കഴിയുന്നതും സന്ധ്യയ്ക്ക് ശേഷം ചെല്ലരുത്. ശിവൻ്റെ സഹസ്രനാമങ്ങളും നാമങ്ങളൊക്കെ രാവിലെ ചെല്ലുന്നതാണ് നല്ലത്. സന്ധ്യയ്ക്ക് ശേഷം ഭഗവാന്റെ സ്വഭാവത്തിൽ മാറ്റം വരും, രൗദ്രത വരും. പുലർകാലത്ത് ശാന്തനായിരിക്കും. പ്രദോഷമൂർത്തി നൃത്തം ചെയ്യണവനാണ്, ഇളകി ആടിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ ശാന്തനാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് വലിയ വലിയ നാമാദികളൊക്കെ കൂടുതൽ വലിയ ഭഗവാന്റെ ചൈതന്യത്തിനെ കണ്ട് രൗദ്രതയിലേക്ക് കൊണ്ടുവരുന്നത് ചെല്ലാതിരിക്കുന്നത് നല്ലതാണ്. പുലർകാലത്ത് നേരെ മറിച്ച് അങ്ങനെയല്ല, താണ്ഡവ സ്തോത്രമൊക്കെ ചെല്ലണം, വളരെ വിശേഷമാണ്. അതേമാതിരിയാണ് സഹസ്രനാമങ്ങളും രാവിലെ ചെല്ലുന്നത് വളരെ വിശേഷം. അതേമാതിരി ഈ കലിയുഗത്തിൻ്റെ സ്വഭാവം മനസ്സ് അസ്വസ്ഥാക്കുക എന്നുള്ളതാണ്. അത് മാറ്റിത്തരും. ഓർമ്മശക്തി കുറയുക എന്നുള്ളത് കലിയുഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ശിവസഹസ്രനാമം ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് തരും. വൈകാരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ഇമോഷണൽ ടർബുലൻസ് കൂടും കലിയുഗത്തിൽ. സഹസ്രനാമം അതിന് നല്ലൊരു ഔഷധമാണ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി തരും. ഇങ്ങനെയാണ് ഭഗവാൻ വൈദ്യനാഥനാവണത്. ഭയം ഉണ്ടാക്കും, അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റി ഫീലിങ്ങുകൾ ഉണ്ടാക്കും കലിയുഗം. ഭഗവാൻ നമുക്ക് അഭയം തരും, സുരക്ഷിത ബോധം തരും, ഇതുണ്ടാക്കി തരും. അതുകൊണ്ട് സഹസ്രനാമം സഹായിക്കുമ്പോൾ നമ്മുടെ മന്ത്രവും ധ്യാനവും ഒന്നാവും. മന്ത്രമായിട്ടുള്ള നാമം പറയുമ്പോൾ ആ നാമത്തിലുള്ള അർത്ഥത്തിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ധ്യാനം സംഭവിച്ചു കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി കഷ്ടപ്പെട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം മന്ത്രവും ധ്യാനവും ഒന്നാവും. ഓട്ടോമാറ്റിക്കലി മനസ്സ് സ്ഥിരമാവും, ഭക്തി ഉണരും, സാവധാനം നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹംഭാവത്തുനിന്ന് ബോധത്തിലേക്ക് വരും. ഭട്ടതിരി പറയുന്നില്ലേ, യോഗീന്ദ്രാണാം എന്ന് പറഞ്ഞിട്ട് എന്താ, ആ പരമാനന്ദ സന്തോഷലക്ഷ്മി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എന്നെ എടുത്ത് ഉയർത്തി നിർത്തണേ സദാ എന്നാണ് പറഞ്ഞത് അല്ലേ. ആ അവസ്ഥയിലേക്ക് ഉയർത്തി തരും ഈ നാമങ്ങൾ. ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു ചെറിയ സിമ്പിൾ ഒരു പ്രാക്ടീസ് കൂടെ പറയാം. ഇത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് കുറേ പേര് കേൾക്കുമല്ലോ, അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. ലളിതമായിട്ടുള്ളൊരു ദിനചര്യ എന്ന് പറയുന്നത് ദിവസം ഒരു 10-15 മിനിറ്റ് ജപിക്കുന്നത് പോലും ശുദ്ധി തരും. സഹസ്രനാമങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ചെല്ലണമെന്ന് നിർബന്ധമൊന്നുമില്ല, ദിവസങ്ങളായിട്ട് ചെല്ലാം. അതായത് നമുക്കിപ്പോൾ ആദ്യത്തെ 6 വരി ചെല്ലി അത്രേ സമയമുള്ളൂ. നെക്സ്റ്റ് ഡേ പിറ്റേന്ന് 6 വരി ചെല്ലുക, അതിൻ്റെ പിറ്റേ ദിവസം 6 വരി, അങ്ങനെ അനവധി ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാൽ പോലും മതി എന്നാണ്. ഭക്തിയിൽ ചെല്ലുമ്പോൾ ന്യാസമൊന്നും വേണ്ട. ന്യാസമൊക്കെ ചെല്ലണമെങ്കിൽ ഇത് മുഴുവൻ ചെല്ലാണ്ട് എണീക്കാനും പാടില്ല. സ്തോത്രം മാത്രമായിട്ട് ചെല്ലുമ്പോൾ നമുക്കിപ്പോൾ സമയമില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ പഠിപ്പിക്കാൻ ഏറ്റവും എളുപ്പമാണ്. അവരെ പിടിച്ച് മുഴുവൻ എടുത്താണ്ട് ആദ്യത്തെ 2 വരി മാത്രം കുറേ മാസം പഠിപ്പിക്കുക. അപ്പോൾ അത് കാണാപ്പാടാവും. അടുത്ത 2 വരി പഠിപ്പിക്കുക, അടുത്ത 2 വരി പഠിക്കുക. ഇങ്ങനെ മുതിർന്നവർക്കും പഠിക്കാം. അപ്പോൾ സഹസ്രനാമം ജപിക്കാത്ത സമയത്തും സ്വാധ്യായമായിട്ട് വെറുതെ പുസ്തകം വെച്ചിരുന്ന് പഠിക്കാം. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങണമെന്നും മയങ്ങണതിന് മുമ്പ് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയമുണ്ട്, ആ നേരത്ത് നമുക്ക് പഠിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ശിവലിംഗത്തിൽ വളരെ വിശേഷമാണ്. ഓരോ നാമത്തിൻ്റെ ഒപ്പം അർച്ചനയായിട്ട് ചെയ്യാം. പാല്, വെള്ളം, കൂവളത്തിൻ്റെ ഇല, പൂക്കൾ എന്ത് വേണമെങ്കിൽ സമർപ്പിക്കാം. ധ്യാനം വളരെ പ്രധാനമാണ്. സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞിട്ട് എണീച്ചോടരുത്.
കുറച്ച് നേരം കണ്ണടച്ച് മിണ്ടാതിരിക്കുക, ഒന്നും പ്രാർത്ഥിക്കണ്ട. 100,000 ആവശ്യങ്ങൾ ഭഗവാനോട് ആ നേരത്ത് പറയണ്ട. ജപിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സുഖം അനുഭവിക്കുക, ശ്വാസം മാത്രം ശ്രദ്ധിക്കുക, മിണ്ടാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. അവസാന സഹസ്രനാമം ജപിച്ചതിനെ ഭഗവാന്റെ വലത്തെ കൈ നീട്ടാൻ പറഞ്ഞിട്ട് ഭഗവാന്റെ വലത്തെ കയ്യിൽ വെച്ച് കൊടുക്കണം. ഭഗവാനെ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. എൻ്റെ അല്ല, ഞാൻ ജപിച്ച മുഴുവൻ നിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തേണ്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയും ചെല്ലാം, മറ്റൊരാളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ചെല്ലാം. പക്ഷെ അപ്പോഴും പറയണം, അവർക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം അത് ചെയ്തു കൊടുക്കണം, രോഗം മാറ്റാം. അല്ലാണ്ട് അവരെ രോഗം മാറ്റി കൊടുക്കണം എന്ന് നിർബന്ധം പറയുന്നത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഒരു ബലം ഇങ്ങോട്ട് വരും. അതുകൊണ്ട് പറയണം, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൽ ഇതേമാതിരി അസുഖങ്ങളുള്ള മറ്റുള്ളവരും ഉണ്ട്, അവർക്കും കൂടെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, അർഹതയുള്ളവർക്കൊക്കെ അവിടുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അർഹത എന്താണെന്ന് ഭഗവാൻ തീരുമാനിക്കും. അങ്ങനെ പ്രയോഗങ്ങൾക്കും ഉപയോഗിക്കാം. ധൃതി കൂട്ടരുത്. ഓരോ നാമവും സ്പഷ്ടമായിട്ട് ചെല്ലുക, അർത്ഥം കഴിയുന്നതും മനസ്സിലാക്കി ചെല്ലാൻ ശ്രമിക്കുക, നമ്മുടെ ജീവിതമായിട്ട് ബന്ധിപ്പിക്കുക. അർത്ഥം അറിയുമ്പോൾ എന്താ, ജീവിതത്തിൽ നമ്മൾ ഓരോ സ്റ്റേറ്റ് എത്തുമ്പോഴും നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ നാമം ഓർക്കും. കാരണം ഈ നാമമായിട്ട് അതിന് ബന്ധമുണ്ടോ? ജീവിതത്തിൽ ഏറ്റവും അസ്ഥിരത വരുമ്പോഴായിരിക്കും സ്ഥിരഹ എന്നുള്ള നാമം ഓർക്കുക. ജീവിതത്തിൽ ഏറ്റവും മോശം മാത്രം നടക്കുമ്പോഴാണ് മംഗളൻ എന്നുള്ള വാക്ക് ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ തണുത്ത് വരയ്ക്കണ നേരത്തിന് പുതച്ചിട്ട് ആനത്തോല് പുതച്ച് വെക്കണ കൃത്യവാസൻ എന്നുള്ള പേര് നമ്മൾ ഓർക്കുക. അങ്ങനെ ഓർക്കണ അവസ്ഥ വരും. സദാ നാമം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അതേമാതിരി തന്നെ നമ്മളുടെ വല്ലാണ്ട് നെഗറ്റിവിറ്റി വരികയാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ശിവസഹസ്രനാമം ചെല്ലണം വളരെ വിശേഷമാണ്. കവചം ചെല്ലണതിന് തുല്യം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് നീലകണ്ഠ ഭാവത്തിൽ ചെല്ലുക. നീലകണ്ഠന് സഹസ്രനാമുണ്ട്, നീലകണ്ഠന് മാത്രം സഹസ്രനാമുണ്ട്, നകാരം കൊണ്ട് മാത്രം സഹസ്രനാമുണ്ട് നീലകണ്ഠന്. നാ 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 എന്നായിരിക്കും ഓരോ നാമവും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശിവസഹസ്രനാമം ഭഗവാൻ വിഷം പാനം ചെയ്യണ ഭാവം സങ്കല്പിച്ചുകൊണ്ട് ജപിച്ചു കഴിഞ്ഞാൽ ഈ ചുറ്റുമുള്ളവരിൽ ടോക്സിസിറ്റിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നല്ല മനോബലം കിട്ടും. എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ടാവുമല്ലോ, അവരിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ജോലി സ്ഥലങ്ങളിൽ നമുക്ക് നല്ലൊരു കവചമായിരിക്കും. അതേമാതിരി തന്നെ മരണഭയം, പൊതുവിൽ ഭയം, എന്തിലും നെഗറ്റിവിറ്റി. ഒരാൾ വന്ന് നല്ലത് പറഞ്ഞു തന്നാൽ എന്നെ എന്തോ മുതലെടുക്കാൻ പറയുകയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. രാഹുവിൻ്റെ കളിയാണ് മൃത്യുഞ്ജയ ഭാവം. രാഹു ദശ ഉള്ളവർ ശിവസഹസ്രനാമം ചെല്ലണം നല്ലതാണ്. ശനിദശ ഉള്ളവർ ശിവസഹസ്രനാമം ചെല്ലണം വളരെ വിശേഷമാണ്. രാഹു നമ്മളെ ഭയങ്കര കൺഫ്യൂഷനിലാക്കുന്ന ഒരു ദശാകാലമാണ് രാഹുവിന് പൊതുവിൽ. അപ്പം മൃത്യുഞ്ജയൻ്റെ ഭാവത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവനവനെ തന്നെ 2 തുടകളിൽ അമൃതിൻ്റെ കുംഭം, 2 അമൃത് കുമ്പ് കയ്യിൽ ഉയർത്തി പിടിച്ചിരിക്കുന്നു. പിന്നെ 2 കുംഭം തന്നെ അഭിഷേകം ചെയ്യണ 6 കൈകളോട് കൂടിയിട്ടുള്ള വെളുത്തിട്ട് നല്ല വെള്ളത്താമരയിലിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചിട്ട് ശിവസഹസ്രനാമം ചെല്ലുന്നത് ഭയം മാറാൻ വിശേഷം. ഇത് തന്നെ ഒരാൾ കിടപ്പിലാണെങ്കിൽ ആ ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെല്ലാം. മാത്രമല്ല, ഇതിൽ ഏതെങ്കിലും ഒരു നാമം, നമ്മുടെ ഒരു ഫേവറേറ്റ് നാമം എടുക്കുക, ആ നാമത്തിനെ സദാ ധ്യാനിക്കുക. അത് മതി നമുക്ക് രക്ഷപ്പെടാൻ. വേറെ ഒന്നും വേണ്ട. മുഴുവൻ നാമങ്ങളും ചെല്ലാം, പക്ഷേ ഒരു ഫേവറേറ്റ് നാമം എടുക്കുക, ആ നാമത്തിനെ നാമമായിട്ട് ചെല്ലുക. ഇപ്പോൾ നാരായണ നാരായണ, അല്ലെങ്കിൽ ശങ്കര 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 ശങ്കര, അല്ലെങ്കിൽ സാംബ സദാശിവ സാംബ സദാശിവ, അല്ലെങ്കിൽ അങ്ങനെ ജപിക്കുന്നത് പോലെ ഇപ്പോൾ മൃത്യുഞ്ജയ 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 മൃത്യുഞ്ജയ, അല്ലെങ്കിൽ നീലകണ്ഠ 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 നീലകണ്ഠ, അല്ലെ തമിഴിൽ പറയില്ല തിരുനീലകണ്ഠം 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 ജപിക്കും നമ്മൾ, അല്ലേ? അത് അങ്ങനെ ജപിച്ചാൽ മതി, അത് വേണ്ടു. അങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 1000 നാമങ്ങളും വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ് ചോദിച്ചാൽ, നാമമില്ലാത്ത ഒരാളിലേക്കാണ്, ഒന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് മനസ്സിലാക്കാനാണ് സഹസ്രനാമം ചെല്ലണത്. എന്തിനാ ഇത്രയും നാമം ചെല്ലണത്? നാമമേ ഇല്ലാത്ത ഒരുത്തൻ്റെ അടുത്തേക്ക് പോകാനാണെന്ന്. അവന് പേരേ ഇല്ല, അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതിലെ വൈരുദ്ധ്യം അതാണ്. ശിവൻ സകല നാമങ്ങളുടെയും അപ്പുറത്തായതുകൊണ്ട് അവനെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1000 നാമം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണ്. അത് ഏത് ദേവനെ അങ്ങനെയാണ്, ശിവനിലത് വിശേഷമായിട്ട് പറഞ്ഞിരിക്കണമെന്ന് മാത്രം. ഭഗവാനെ പരിമിതപ്പെടുത്താൻ ഒരു ഫോട്ടോ മാത്രമായിട്ടോ, തൊട്ടടുത്ത് ഇപ്പോൾ ഉള്ളത്, അപ്പോൾ ഇവിടെയുള്ള ഒരു അമ്പലത്തിൽ എന്താ ഒരു നെയ്തൃക്കോവിലോ, എന്താ നമ്മുടെ നവതൃക്കോവിൽ ക്ഷേത്രം, അവിടെ അങ്ങനെ ഒരു ചുരുങ്ങിയ ഒരു ക്ഷേത്രത്തിലെ ദേവൻ, വടക്കുന്നാഥൻ, വൈക്കത്തപ്പൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഏറ്റുമാനൂരപ്പൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടുത്തെ ദേവനാക്കുകയാണ്. കേദാരനാഥൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവൻ, രാമേശ്വരൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദേവൻ, ഇപ്പോൾ കൽപ്പാത്തിയിൽ പറഞ്ഞാൽ വിശ്വനാഥൻ, കൽപ്പാത്തി അവിടേക്ക് നമ്മൾ ചുരുക്കണതിന് പകരം ഈ ഫോട്ടോയിലും ഈ ഒരു ശിവലിംഗത്തിലും ഇരിക്കുന്ന ആളല്ല ഇത് എന്ന് മനസ്സിലാക്കി തരാനാണ് സഹസ്രനാമം ചെല്ലുന്നത്. മറ്റേ നമ്മൾ വി ആർ ലോക്കലൈസിങ് ഹിം, വി ആർ പുട്ടിങ് ഹിം ഇൻസൈഡ് എ ഫ്രെയിം.
അത് വരാതിരിക്കാനാണ് സഹസ്രനാമം ചൊല്ലിയത്. ലളിതയ്ക്കും നാരായണനും ഒക്കെ അതിനാണ്. ഇത് ഗുരുവായൂർ മാത്രം ഇരിക്കുന്ന ആളല്ല, ഇത് മൂകാംബിക മാത്രം ഇരിക്കുന്ന ആളല്ല എന്നുള്ള ബോധ്യം വരുത്താനാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? ഇത് അവിടെ മാത്രമുള്ള ആളാണ് ആക്കി വെക്കുകയാണ്. എന്തൊരു ഫലമാണോ നമുക്ക് കിട്ടേണ്ടത് സഹസ്രനാമം ചൊല്ലിയിട്ട് അത് നമുക്ക് കിട്ടാത്ത അവസ്ഥയാവണം. കാരണം നമ്മുടെ അബദ്ധധാരണകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന നോൺസെൻസുകൾ അത്ര അധികമാണ് ഭക്തിയുടെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് ഈശ്വരനെ പരിമിതപ്പെടുത്താനുള്ള മനുഷ്യൻ്റെ മനസ്സിൻ്റെ സഹജമായിട്ടുള്ള സ്വഭാവത്തിനെ സഹസ്രനാമം ഇല്ലാണ്ടാക്കും. ഭഗവാനെ ലിമിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. അൺലിമിറ്റഡാണ് ഭഗവാൻ. ഹി കനോട്ട് ബി ലിമിറ്റഡ് എന്നുള്ളതാണ്. യാത്രയാണ് സഹസ്രനാമത്തിൻ്റെ ജപം, ഒരു യാത്രയാണ്. ആ യാത്രയുടെ അവസാനത്തിൽ അന്വേഷിച്ചു പോവുകയാണ് നമ്മൾ തിരിച്ചറിയാണ് ശിവൻ വെറുതെ സ്തുതിക്കപ്പെടുന്ന ഒരു ദേവൻ മാത്രമല്ല. ആ സ്തുതി എവിടുന്നാ വരണത്? എൻ്റെ ഈ സ്തുതി ഇത്ര നേരം എവിടുന്നാ വന്നത്? ആ ബോധം തന്നെയായിരുന്നു ശിവൻ എന്ന് നമ്മൾ തിരിച്ചറിയും. എവിടെ ഇരുന്നു കൊണ്ടാണോ നമ്മൾ ഇത്ര നേരം അവിടെയുള്ള ആളെ വിളിച്ചത്, ആ ആൾ തന്നെയായിരുന്നു ഇവിടെ ഇരുന്നിരുന്നത്. ശിവനെ സ്തുതിച്ചത് ശിവൻ തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയണ നിമിഷം സാക്ഷാത്കാരമാണ്. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ശൈവദർശനത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥ വാസ്തവത്തിൽ ഭക്തിയല്ല. ശൈവത്തിൽ എപ്പോഴും മൗനം ഏറ്റവും ഉയർന്ന അവസ്ഥ. ആന്തരികമായിട്ടുള്ള മൗനം, ബോധം, പരമമായിട്ടുള്ള സ്വാതന്ത്ര്യം. അതാണ് ഭിക്ഷാടനമൂർത്തി എന്ന് പറയില്ലേ, കണ്ടിട്ടില്ലേ ഭഗവാനെ? വസ്ത്രം പോലും ഉണ്ടാവില്ല, പരമസ്വതന്ത്രനാണ്. വസ്ത്രം കൊണ്ട് പോലും അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല ഭഗവാൻ. അങ്ങനെ സഞ്ചരിക്കണം, അനന്തതയിൽ ലയിപ്പിക്കുക. മനോഹരമായിട്ടുള്ളൊരു പാരമ്പര്യത്തിൻ്റെ ഒരു അറിവ് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു സിസ്റ്റത്തിൽ പണ്ട് ഞാൻ കേട്ടതാണ്. വിഷ്ണു സഹസ്രനാമം മനസ്സിനെ ശാന്തമാക്കുകയും സന്തുലിതമാക്കുകയും ചെയ്യും. അത്ര ശാന്താക്കും, ബാലൻസ്ഡ് ആക്കും വിഷ്ണു സഹസ്രനാമം. ശിവൻ്റെ സഹസ്രനാമം മനസ്സിനെ അലിയിപ്പിച്ച് കളയും, മനസ്സേ ഇല്ലാണ്ടാക്കും. അതിനെ പരിവർത്തനം ചെയ്യും, മാറ്റിമറിച്ച് കളയും, അലിയിപ്പിച്ച് കളയും. ചിത്തവൃത്തി നിരോധം യോഗം എന്നാണ് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത്. മനസ്സിൻ്റെ ആക്ടിവിറ്റി ഇല്ലാണ്ടാവുക, മനസ്സ് അലിഞ്ഞു പോവുക. ശിവസഹസ്രനാമം യോഗാവസ്ഥയെ തരും. രണ്ടും പവിത്രമാണ്, രണ്ടും മോക്ഷദായകമാണ്, രണ്ട് സഹസ്രനാമങ്ങൾക്കുണ്ട്. പക്ഷേ ശിവസഹസ്രനാമത്തിൻ്റെ ഊർജങ്ങളുടെ സ്വഭാവമുണ്ട്. അത് വിരക്തി, ഡിറ്റാച്ച്മെൻറ്റ്, ട്രാൻസെൻഡൻസ്, പരിവർത്തനം, അതേമാതിരി തപസ്, ഉണർവ്, ഇതൊക്കെ ശിവസഹസ്രനാമത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തിങ്കളാഴ്ചകളിൽ നമ്മൾ സാധാരണ ഗൃഹസ്ഥർക്ക് ഇത് ഉപാസിക്കാനുള്ള വിശേഷ ദിവസം, എല്ലാ ദിവസവും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ തിങ്കളാഴ്ചകളിൽ പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് വൈകിട്ട് 4:30 തൊട്ട് 6:30 വരെയുള്ള സമയം, മാസശിവരാത്രികൾക്ക് കലണ്ടറിൽ നോക്കിയാൽ കാണാം, മാസശിവരാത്രി കാണാം. അതേമാതിരി മഹാശിവരാത്രിക്ക് ബ്രഹ്മമുഹൂർത്തത്തിന് വൈകുന്നേരം കുളിച്ച് വിളക്ക് കൊളുത്തിയ ശേഷം ഏത് ദിവസം വേണമെങ്കിലും ഈ സഹസ്രനാമം ജപിക്കാൻ വിശേഷം. ഇതിൽ ഈ പറഞ്ഞ പ്രധാന ദിവസങ്ങൾക്ക് വളരെ വൈശിഷ്ട്യമുണ്ട്. നവരാത്രിക്കും വളരെ വൈശേഷമാണ്. ഗ്രഹണ സമയത്തും അതിവിശേഷമാണ്. ഗ്രഹണം നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാഹുദശയൊക്കെ റൺ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ നല്ലതാണ് ശിവസഹസ്രനാമം ചൊല്ലുന്നത്. പിന്നെ വിളക്ക് കൊളുത്തുക. അതിനൊരു സഹസ്രനാമം ചൊല്ലുമ്പോൾ എപ്പോഴും കഴിയുന്ന ഒരു ചെറിയ ജരാതിൽ ഒരു തിരിയെങ്കിലും ഇട്ടിട്ട് ഒരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കുക. അത് മെയിൻ വിളക്ക് കൂടാണ്ട് കൊളുത്തി വയ്ക്കാൻ സാധിച്ചാൽ നല്ലതാണ്. ഒരു തട്ട് വെച്ചിട്ട് ചെറുതായിട്ട് കൊളുത്തി വയ്ക്കുക. ശിവൻ എപ്പോഴും വെള്ളം പ്രധാനമാണ്. അതുകൊണ്ട് ഭഗവാൻ ഒരു പാത്രത്തിൽ വെള്ളം, പഞ്ചപാത്രത്തിൽ ആണെങ്കിലോ ഒരു സാധാരണ കുറച്ചൊരു ഗ്ലാസ്സിലോ ഒരു സ്പൂണ്, അത് വേറൊന്നും ഉപയോഗിക്കരുത്. ആ വെള്ളം എടുക്കുക, മുന്നിൽ ചെറിയ പ്ലേറ്റ് വയ്ക്കുക, ഭഗവാനൊരു തുള്ളി വെള്ളം കൊടുക്കുക. ശിവലിംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിൽ ഒരു തുള്ളി ഒഴിക്കുക. ഒരു പുഷ്പം ഉണ്ടെങ്കിൽ പുഷ്പം കൊടുക്കുക, വില്ലം കിട്ടുകയാണെങ്കിൽ വില്ലം കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ വെള്ളം കൊടുക്കണം. അത് വിശേഷമാണ്. ധൃതിയില്ലാണ്ട് ശാന്തമായിട്ട് ജപിക്കുക. അക്ഷരശുദ്ധിയെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, ഭാവത്തിൽ ശ്രദ്ധ കൊടുക്കുക. ഓരോ നാമം രുചിച്ച് വിളിക്കുക. ഹനുമാൻ സ്വാമി എങ്ങനെയാണോ രാമനെ വിളിക്കുന്നത് അവർ ടേസ്റ്റ് ചെയ്ത് വിളിക്കുക. ആ രുചിച്ച് വിളിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട്, ഇനിയിപ്പോൾ ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചെല്ലണത് ടേപ്പ് വെച്ച് കേട്ടാൽ പോലും ഭാവത്തോടെ കേട്ടാൽ മതി, അത് ഗുണം ചെയ്യുന്നതാണ്. അവസാനമായിട്ട് പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സനാതനധർമ്മത്തിലെ ഏറ്റവും വലിയ ആത്മീയമായിട്ടുള്ള നിധികളിലൊന്നാണ് ശിവസഹസ്രനാമത്തിൻ്റെ എല്ലാ വെർഷൻസും. അതൊന്നും വെറും കീർത്തനല്ല, നമ്മുടെ ബോധത്തിൻ്റെ തന്നെ ശബ്ദരൂപങ്ങളാണ്. ഭട്ടേരി പറഞ്ഞില്ലേ സാന്ദ്രാനന്ദ അവബോധം, അതിൻ്റെ സൗണ്ടിൻ്റെ രൂപത്തിലുള്ള, ശബ്ദരൂപത്തിലുള്ള മുത്തുകളാണ് ശരിക്കും സഹസ്രനാമങ്ങൾ. ശിവൻ ആ ബോധസ്വരൂപനാണ്. ആന്തരികമായിട്ട് നമ്മുടെ മനസ്സ് മാറിമറിക്കണേ, നമ്മുടെ ഉള്ളിൽ വരുന്ന എല്ലാ ട്രാൻസ്ഫോർമേഷൻ്റെയും റൂട്ട് മാപ്പാണ്. ഭയത്തിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച ഔഷധമാണ്. ഞാൻ എന്ന് പറഞ്ഞ ഈ ശരീരത്തിൻ്റെ ഇൻഡിവിജ്വൽ അവസ്ഥയെന്ന് പ്രപഞ്ചം എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ബ്രഹ്മാണ്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമായിട്ട് സ്വയം തിരിച്ചറിഞ്ഞ് മാറുന്ന സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപാസനാ മാർഗ്ഗമാണത്.
ആത്യന്തികമായിട്ട് 1000 നാമങ്ങൾ നമ്മളെ എവിടെ എത്തിക്കുക എന്ന് ചോദിച്ചാൽ അവസാനമുള്ള നിശബ്ദതയിലാണ്. ഇത് മുഴുവൻ ജപിച്ച് കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കണം നിശബ്ദതയിലാണ് നമ്മളെത്തുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിഷ്ണു സഹസ്രനാമം തുടങ്ങുമ്പോൾ ഓം എന്ന് പറഞ്ഞാൽ തുടങ്ങുക. അതിന് മുമ്പ് ഒരു സൈലൻസ് ഉണ്ട്. ആ ഓം നമ്മൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സൈലൻസ് ഉണ്ട്. അതാണ് ശരിക്കും സഹസ്രനാമത്തിൻ്റെ ആരംഭം. സർവപ്രഹരണായുധ എന്ന് പറഞ്ഞ് അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു സൈലൻസ് ഉണ്ട്. അതാണ് അതിൻ്റെ അവസാനം. ഇതേ വരിയാണ്. നിശബ്ദതയിൽ നിന്ന് നിശബ്ദതയിലേക്കുള്ള യാത്രയാണ് ശരിക്കും സഹസ്രനാമം. അതുകൊണ്ട് ആ നിശബ്ദതയിൽ അന്വേഷിക്കണവൻ ശിവനെ കണ്ടെത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇതാണ് ഇതിൻ്റെ തത്വാർത്ഥം. ഞാൻ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇത് അന്വേഷിക്കണ ആൾക്കാർക്ക് എന്തായാലും കുറേ പേര് ഇതിൻ്റെ പുറകിനി പോവും, അത് ഉറപ്പാണ്. അപ്പോൾ അന്വേഷിക്കണവർക്ക് എത്ര സഹസ്രനാമം ഉണ്ടെന്നൊക്കെ ഒന്ന് ഞാൻ ജനറലി ഒന്ന് വളരെ അത്യാവശ്യം വേഗത്തിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്രധാനപ്പെട്ടിട്ടുള്ള ശിവസഹസ്രനാമങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അനുശാസന പർവ്വത്തിൽ ഭീഷ്മരുടെ സാന്നിധ്യത്തിൽ ഭഗവാൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഉപമന്യു മഹർഷിയിൽ നിന്ന് ഭഗവാൻ പഠിച്ച 1000 നാമങ്ങൾ കൃഷ്ണൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നത് മഹാഭാരതം അനുശാസന പർവ്വത്തിൽ. 2 ശാന്തി പർവ്വത്തിൽ. ഈ ശാന്തി പർവ്വത്തിൽ തന്നെ മഹാഭാരതം ശാന്തി പർവ്വത്തിൽ വളരെ ഫിലോസഫിക്കൽ പ്രാധാന്യമുള്ള അത്ര പ്രചാരമില്ലാത്ത മറ്റൊരു ശിവസഹസ്രനാമുണ്ട്. മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു ശിവസഹസ്രനാമം ഇരിപ്പുണ്ട് മഹാഭാരതം ശാന്തി പർവ്വത്തിൽ. നമ്മളറിയണത് അനുശാസന പർവ്വത്തിൽ. ഇനി അതല്ലാതെ ലിംഗപുരാണത്തിൻ്റെ 65-ാമത്തെ അധ്യായത്തിൽ സുദർശന ചക്രം കിട്ടാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു 1000 താമരപ്പൂക്കൾ അർച്ചിച്ച് അവസാനം ഒരു താമരപ്പൂ കാണാണ്ട് പോയപ്പോൾ സ്വന്തം കണ്ണ് പറിച്ചെടുത്ത് അർച്ചിച്ചു എന്നൊരു കഥയുണ്ട്. അപ്പോഴാണ് സുദർശനം കൊടുത്തത്. അപ്പം ജപിച്ച സഹസ്രനാമുണ്ട് ലിംഗപുരാണത്തിൽ. ഇനി ലിംഗപുരാണം 97-ാമത്തെ അധ്യായത്തിൽ നാമങ്ങളും ക്രമവും ഒക്കെ മാറിയിട്ട് വേറൊരു പതിപ്പുണ്ട്, നേരത്തെ ജപിച്ചതല്ലാണ്ട്. അപ്പോൾ ലിംഗപുരാണത്തിൽ തന്നെ 2 എണ്ണമായി. ഇനി ശിവപുരാണത്തിൻ്റെ കോടിരുദ്ര സംഹിതയിൽ ഭക്തിക്കും ക്ഷേത്രാചാരങ്ങൾക്കും ഒക്കെ മുൻഗണന കൊടുക്കണ ഒരു സഹസ്രനാമുണ്ട്, ഒരു ശിവസഹസ്രനാമം. ശിവസഹസ്രനാമത്തിൻ്റെ തന്നെ വായു പുരാണം, അതായത് വായുപുരാണം എന്ന് പറയുന്ന ഭാഗമുണ്ട് ശിവപുരാണത്തിൻ്റെ. വായുവിൻ്റെ സംഹിത, വായവ്യ സംഹിത. ആ സംഹിതയിൽ വളരെ പുരാതന ശൈവ പാരമ്പര്യത്തിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ളൊരു സഹസ്രനാമം ഇതായിരിക്കാം. പക്ഷെ അതിനും പ്രചാരമില്ല. ആ സഹസ്രനാമം ശിവപുരാണത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ വായുപുരാണത്തിൻ്റെ അകത്ത് ഒരു ശിവസഹസ്രനാമുണ്ട്. അതും വളരെ വിശേഷമായിട്ടുള്ളൊരു സഹസ്രനാമം. ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉള്ളിൽ വളരെ കോസ്മോളജിക്കലായിട്ട് പ്രപഞ്ചത്തിൻ്റെ ശാസ്ത്രവും ഫിലോസഫിക്കലായിട്ടുള്ളൊരു സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഉള്ളിൽ ശിവസഹസ്രനാമം കാണാം. അത് കഴിഞ്ഞാൽ പത്മപുരാണത്തിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വേദസാരം എന്ന പേരോട് കൂടിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള വേറൊരു ശിവസഹസ്രനാമം. സ്കന്ദപുരാണവും ഞാൻ പറഞ്ഞു. തീർത്ഥാടനങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ശിവൻ്റെ നാമങ്ങളുള്ള സ്കന്ദപുരാണത്തിൽ. ഇനി ശൈവ വൈഷ്ണവ പാരമ്പര്യങ്ങളെ ചേർത്തുകൊണ്ട് ഹരിയും ഹരനും ഉണ്ട്, അത് തെരിയാതെ വായിലെ മണ്ണ് പറയും തമിഴിൽ. അതുമാതിരി ഹരിയും ഹരനും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു ശിവസഹസ്രനാമം വാമനപുരാണത്തിലുണ്ട്, അതിൻ്റെ ഉള്ളിലുണ്ട്. വളരെ ഫിലോസഫിക്കലായിട്ടും കൂടുതൽ തപസ്വികൾക്ക്, വലിയ സാധനകൾക്ക് ചെയ്യണവർക്കുള്ള തപസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വെർഷൻ മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഉള്ളിലുണ്ട്. അത് ദേവി മഹാത്മ്യമൊക്കെ വരണ അതേ മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ ഉള്ളിൽ ഈ ശിവസഹസ്രനാമുണ്ട്. ഇനി സൂര്യൻ്റെ ആരാധനയും ശിവൻ്റെ പ്രതീകങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് ശിവസൂര്യമൂർത്തി പറയും. നമ്മൾ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ പോയാൽ കാണാം. ആ ശൈവമായിട്ടുള്ള സൂര്യാരാധനയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ശിവൻ്റെ സഹസ്രനാമം സൗരപുരാണത്തിൽ, സൂര്യൻ്റെ പുരാണത്തിൽ അതൊന്ന് വേറെയുണ്ട്. ഇനി ദേവിയുടെ വഴിക്ക് ദേവീ ഭാഗവതത്തിൻ്റെ അകത്തൊരു ശിവസഹസ്രനാമുണ്ട്. ശാക്തേയമായിട്ടുള്ള കാഴ്ചപ്പാട് കൂടെയുള്ളൊരു ശിവസഹസ്രനാമം. പിന്നെ വളരെ അപൂർവമായിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻസിനുള്ളൊരു പുസ്തകമാണ് ശിവരഹസ്യം. ശിവരഹസ്യഖണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അത് ഈ സ്കന്ദപുരാണത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരണ ശിവരഹസ്യ പതിപ്പിലും ഒരു ശിവസഹസ്രനാമമുണ്ട്. പിന്നെ വളരെ ഗൂഢമായിട്ടുള്ള കഠിനമായിട്ടുള്ള തന്ത്രത്തിൻ്റെ വഴിയിൽ ഉപദേശം കിട്ടിയാൽ മാത്രം ചെയ്യേണ്ട യാമളങ്ങളിൽ പെട്ടിട്ടുള്ള രുദ്രയാമളത്തിൻ്റെ ഉള്ളിൽ ഉള്ള ശിവസഹസ്രനാമുണ്ട്. അതിൽ ബീജാക്ഷരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഭൈരവനെ കേന്ദ്രീകരിച്ചിട്ട് ഭൈരവതന്ത്രത്തിൽ ഒരു ശിവസഹസ്രനാമുണ്ട്. ഭൈരവതന്ത്രത്തിൻ്റെ ഉള്ളിൽ അവിടെ ഭൈരവനായിട്ടുള്ള ശിവനാണ്. ഭൈരവൻ വെച്ചാൽ ഭയാനകമായ ശബ്ദമുണ്ടാക്കുന്നവൻ എന്നൊരർത്ഥം. വേറെ അനവധി അർത്ഥങ്ങളുണ്ട് ഭഗവാന്. പിന്നെ ആകാശ ഭൈരവകൽപ്പം എന്ന് പേരുള്ള ആശുഭൈരവൻ, അതായത് നമ്മുടെ ശരഭം ആയിട്ടുള്ള ഭയങ്കര രൂപം, നരസിംഹത്തിൻ്റെയും മുകളിൽ രൗദ്രമായിട്ടുള്ള രൂപമാണല്ലോ. ആ ഭൈരവ രൂപത്തിൻ്റെ അകത്ത്
പറയണ ആകാശഭൈരവ കൽപ്പം പറഞ്ഞ തന്ത്രഗ്രന്ഥത്തിൻ്റെ ഉള്ളിലും ഇതേപോലെ ഒരു ശിവസഹസ്രനാമം ഇരിപ്പുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഭൃംഗീരടി സംഹിത എന്നു പേരുള്ള ശിവൻ്റെ ഗണങ്ങളിൽ പെട്ടിട്ടുള്ളൊരു ദേവനാണ് ഭൃംഗീരടി. തിരുവഞ്ചിക്കോൾ ക്ഷേത്രത്തിൽ പോയ ഭൃംഗീരടിക്ക് പ്രതിഷ്ഠ കാണാം. വളരെ ഉയരത്തിലുള്ളൊരു വിഗ്രഹമാണ്. പരമ്പരാഗതമായിട്ടുള്ളൊരു ശൈവ പാരമ്പര്യ ഗ്രന്ഥം ശരിക്കും. ഇന്നൊക്കെ അതൊക്കെ ഉപയോഗിക്കണവരുണ്ടോയെന്നറിയില്ല. അതിലൊരു ശിവസഹസ്രനാമമുണ്ട്. ദക്ഷിണാമൂർത്തി പാരമ്പര്യത്തിൽ ദക്ഷിണാമൂർത്തിയുടെ സഹസ്രനാമം, അതേമാതിരി തന്നെ ഭൈരവ സഹസ്രനാമങ്ങൾ വേറെ, ഭൈരവതന്ത്രത്തിലുള്ള ശിവസഹസ്രനാമം കൂടാതെ അനവധി ഭൈരവ സഹസ്രനാമങ്ങൾ, മൃത്യുഞ്ജയ സഹസ്രനാമങ്ങൾ, മൃതസഞ്ജീവിനി സഹസ്രനാമങ്ങൾ, നീലകണ്ഠ സഹസ്രനാമങ്ങൾ, പാശ്വത സഹസ്രനാമങ്ങൾ അനവധിയാണ്. ഇതൊക്കെ കൂടാണ്ട് രുദ്രൻ്റെ സഹസ്രനാമങ്ങൾ, വൈദിക പാരമ്പര്യങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനത്തെയുള്ള പതിപ്പുകൾ പരമ്പരാഗതമായിട്ടുള്ള ഗ്രന്ഥശേഖരങ്ങളിലും കയ്യെഴുത്ത് പ്രതികളായിട്ടും ഒക്കെ കാണാം. നമ്മുടെ കൽപ്പാത്തിയൊക്കെ ഇതിൻ്റെ സ്ഥലങ്ങളായിരുന്നു. ധാരാളം കയ്യെഴുത്ത് പ്രതികൾ അവിടെയൊക്കെ പല മാമാമാരെ നമ്മൾ ഓരോ വീട്ടിലൊക്കെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, അവരൊക്കെ വീട്ടിൽ വെറുതെ ഇപ്പോഴും ഉപയോഗിക്കാണ്ടൊക്കെ കിടക്കുന്നുണ്ടാവും. ആർഎസ്വാദിയാരൊക്കെ തന്നെ എത്രയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാശി ചൗഖാമ്പ പോലുള്ള പബ്ലിക്കേഷൻസ്, ഗീതാ പ്രസ് പോലുള്ളവർ അവരൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതുകൂടാണ്ട് കാശിയിൽ നമ്മൾ അറിയാത്ത കുട്ടി കുട്ടി പബ്ലിക്കേഷൻസ് എത്രയോ ഗംഭീര ഗ്രന്ഥങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കുറേയൊക്കെ നമ്മൾ തന്നെ 18 സബ്സ്, ഞാൻ പണ്ട് 2001 തുടങ്ങിയ പ്രോജക്റ്റ് അക്ഷരത്തിൽ തന്നെ ഞങ്ങൾ ഏകദേശം 1 ലക്ഷത്തോളം പുസ്തകങ്ങളുടെ മുകളിൽ ഡീറ്റെയിൽസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ആർക്കൈവ്സിൽ ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരു 17 18 സഹസ്രനാമം നമ്മൾ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ശിവൻ്റെ തന്നെ വേരിയസ് വെർഷൻസ്, അതായത് ക്രിട്ടിക്കൽ നോട്ട്സോട് കൂടിയിട്ടുള്ള സഹസ്രനാമങ്ങൾ, അക്ഷരത്തെറ്റൊക്കെ ശുദ്ധീകരിച്ചുകൊണ്ടുള്ള സഹസ്രനാമങ്ങൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധത്തിൽ ഉള്ള അനവധി എന്താ പറയുക സഹസ്രനാമങ്ങൾ പുരാണ പതിപ്പുകളിൽ കാണുന്നത് പലതും തന്നെ റിപ്പീറ്റേഷൻസ് ആണെന്ന് മനസ്സിലാവും. ഒന്നിലുള്ളതിനെ കുറച്ച് മന്ത്രങ്ങളും നാമങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ചിട്ടൊക്കെ ഇതിൻ്റെ കമ്പോസേഴ്സ് എഴുതിയിട്ടുള്ളതായിരിക്കും. പിന്നെ നാമങ്ങൾ തമ്മിൽ ധാരാളം സാമ്യം കാണും. ഉദാഹരണത്തിന് മഹാദേവൻ, രുദ്രൻ, ശങ്കരൻ, ശംഭു, ത്രയംബകൻ, കോമൺ നാമങ്ങളൊക്കെ ധാരാളം കാണും. ചിലതിൻ്റെ ക്രമം വ്യത്യാസം ഉണ്ടാവും, ചിലതിൽ എണ്ണം വ്യത്യാസം ഉണ്ടാവും, ചിലതിൽ ആവർത്തനം വ്യത്യാസം ഉണ്ടാവും, ചിലതിൽ ഫിലോസഫിക്കൽ അർത്ഥം വ്യത്യാസം ഉണ്ടാവും. കാരണം സഹസ്രനാമത്തിൽ ശരിക്കും പുനരാവൃത്തി ദോഷം വരരുതെന്നാണ് പറയുക. അതായത് ഒരു തവണ പറഞ്ഞത് വീണ്ടും വരരുത്. പക്ഷേ സഹസ്രനാമത്തിനെ നോക്കിയാൽ കാണാം ഒരേ നാമം വീണ്ടും വീണ്ടും വരണതാണ്. അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞത് ആദ്യം എടുത്ത അർത്ഥമല്ലാത്ര രണ്ടാമത്തേന് എടുക്കേണ്ടത്, അർത്ഥം വേറെ എടുക്കണം. ഇപ്പോൾ വാസുദേവൻ എന്ന് നമ്മൾ 5 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കാണും വിഷ്ണു സഹസ്രനാമത്തിൽ. അതല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ശങ്കരനെന്നോ അല്ലെങ്കിൽ ശംഭു എന്നോ 4 5 തവണ ചിലപ്പോൾ സഹസ്രനാമത്തിൽ കാണാം, ഒരേ സഹസ്രനാമത്തിൽ. അപ്പോൾ ഇതന്നെയല്ലേ പറഞ്ഞു നേരത്തെ, അപ്പോൾ എങ്ങനെ ഇത് വീണ്ടും നാമാവുക? ഈ 4 എണ്ണത്തിന് ഒരു നാമമായിട്ടല്ലേ എടുക്കേണ്ടി വയ്ക്കുക? അല്ല, അങ്ങനെയല്ല, അർത്ഥം വേറെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഇതിനൊക്കെ കമൻട്രീസും ഉണ്ട് കേട്ടോ, ഇതിനൊക്കെ ധാരാളം കമൻട്രീസും ഉണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ കൂടുതലും ഭക്തിപരമായിട്ടുള്ള സഹസ്രനാമം ശിവപുരാണത്തിലെ സഹസ്രനാമം, വൈദികമായിട്ടുള്ള സഹസ്രനാമങ്ങളൊക്കെ രുദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കൂടുതൽ ഫിലോസഫിക്കലായിട്ടുള്ളതും മനസ്സിന് ശാന്തി കൊടുക്കുന്നതും മഹാഭാരതത്തിൻ്റെ പതിപ്പുകളാണ്. താന്ത്രികമായിട്ടുള്ളതൊക്കെ രുദ്രയാമളാദികളിൽ, ക്ഷേത്രാചാരങ്ങളിലൊക്കെ ഉള്ളത് കൂടുതൽ ആഗമികമായിട്ടുള്ളതായിരുന്നു. ഇന്നതില്ല. ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ വേദസാരോ അല്ലെങ്കിൽ പത്മപുരാണത്തിലോ അല്ലെങ്കിൽ മഹാഭാരതത്തിലാണ്. പിന്നെ ഗുരുസമ്പ്രദായങ്ങളുമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ടുള്ളതിലൊക്കെ ദക്ഷിണാമൂർത്തി, പ്രത്യേകിച്ച് ഈ ഗുരുശാപം, വ്യാഴദോഷങ്ങൾ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തിയുടെ സ്വഭാവത്തിലുള്ള സഹസ്രനാമം ചെല്ലുന്നത് വളരെ വിശേഷമാണ്. അപ്പോൾ ക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രചാരത്തിൽ നിന്നുള്ളത് മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലുള്ള പതിപ്പ്, പിന്നെ ലിംഗപുരാണത്തിൽ, ശിവപുരാണത്തിൽ, പിന്നെ ദക്ഷിണേന്ത്യയിലുള്ള ഈ സ്മാർത്ത പാരമ്പര്യങ്ങളിലൊക്കെ കാണുന്ന കൂടുതലും സിസ്റ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അനുശാസന പർവ്വത്തിലെ സഹസ്രനാമമാണ്. പിന്നെ ഇത് കൂടാണ്ട് കുറേ വളരെ റെയറായിട്ടുള്ള സഹസ്രനാമങ്ങളുണ്ട്. മഹാകാല സഹസ്രനാമം ഉജ്ജയിനിയിലെ മഹാകാലേശ്വരനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അർദ്ധനാരീശ്വര സഹസ്രനാമം തുടക്കത്തിൽ പറഞ്ഞു. ശരഭേശ്വര സഹസ്രനാമം, ശരഭമായിട്ടുള്ള ഭഗവാന്റെ അതിരൗദ്രഭാവം ആയിട്ടുള്ള നടരാജ സഹസ്രനാമം, ചിദംബരേശ സഹസ്രനാമം വേറെയാണ്. നടരാജൻ അല്ല ചിദംബരേശൻ, അത് വേറെയാണ്. അതേമാതിരി കാശി വിശ്വനാഥ സഹസ്രനാമം, പശുപതിയുടെ സഹസ്രനാമം, അതേമാതിരി തന്നെ ഓംകാരേശ്വര സഹസ്രനാമം, സോമനാഥ സഹസ്രനാമം, കേദാരേശ്വര സഹസ്രനാമം, ഇങ്ങനെയൊക്കെ ജ്യോതിർലിംഗങ്ങൾക്കും വെവ്വേറെ സഹസ്രനാമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുമാതിരി ഇപ്പം മഞ്ജുനാഥൻ ആയിട്ടുള്ള ഭഗവാന്റെ രൂപത്തിലുള്ള സഹസ്രനാമം, ശ്രീശൈലത്തെ മല്ലികാർജുനായിട്ടുള്ള സഹസ്രനാമം, അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സുന്ദരേശ്വര സഹസ്രനാമമുണ്ട്. മീനാക്ഷി സുന്ദരേശ്വര ഭാവത്തിൽ മധുരയിൽ, അത് കാമേശ്വരനാണ്. സുന്ദരേശ്വര ശരി കാമേശ്വരനാണ്, ശ്രീചക്രസ്ഥിതനാണ്. 16 വയസ്സാണ് പ്രായം അവിടെ ഭഗവാൻ. സുന്ദരനുമാണ്, കാഴ്ചയ്ക്ക് വരനായിട്ടിരിക്കുകയാണല്ലോ, ചക്രവർത്തിയാണ്, വരനുമാണ്. അപ്പോൾ എന്നാൽ വിരുദാചലത്ത് പോയാലോ പടുകിഴവനാണ്. വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90-100 വയസ്സിൻ്റെ മുകളിൽ വരച്ചിട്ട് അത്ര ഇരിക്കുക. അങ്ങനെ വയസ്സനായിട്ടുള്ള ആളാണ്. അതാണ് വൃദ്ധാചലം എന്ന പേര് തന്നെ, ആണ് വിരുദാചലം ആയിട്ട് മാറുന്നത്.
അപ്പോൾ ഇങ്ങനെ അനവധി ഭാവങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും നമുക്ക് സഹസ്രനാമങ്ങൾ കാണാൻ പറ്റും. ദൈനംദിനമായിട്ടുള്ള ജപത്തിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇന്ന് അറിയണ മഹാഭാരത സഹസ്രനാമം തന്നെയാണ്. ക്ഷേത്രാരാധനയിൽ കൂടുതൽ വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ക്ഷേത്രങ്ങൾക്ക് വേണമെങ്കിൽ ആഗമികമായിട്ടുള്ള സഹസ്രനാമങ്ങൾ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. ദാർശനികമായിട്ട് പഠിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഫിലോസഫിക്കലായിട്ട് പഠിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വേദസാരം, മഹാഭാരതത്തിൻ്റെ തന്നെ 2 സഹസ്രനാമങ്ങളും അതേപോലെ ദക്ഷിണാമൂർത്തി സഹസ്രനാമങ്ങളും ഫിലോസഫിക്കലി പഠിക്കാൻ ബെസ്റ്റാണ്. രുദ്രാഭിഷേക സമയത്തൊക്കെ ജപിക്കാൻ രുദ്രസഹസ്രനാമം ചെല്ലണത് വളരെ വിശേഷമാണ്. താന്ത്രികമായിട്ടുള്ള പൂജകളിൽ ഇപ്പോൾ വലിയ ഹോമങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ രുദ്രയാമളത്തിൽ പറഞ്ഞ ശിവസഹസ്രനാമം വളരെ ബെസ്റ്റാണ്. അതേമാതിരി ഭക്തി വർദ്ധിപ്പിക്കാൻ ശിവപുരാണത്തിലുള്ള സഹസ്രനാമം അർത്ഥസഹിതം പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് ഇത് ജനറലായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കഥകളും സഹസ്രനാമത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവവും അതിൻ്റെ ഒരു മാഹാത്മ്യവും അതേമാതിരി എത്രയൊക്കെ സഹസ്രനാമങ്ങളുണ്ടെന്ന് നമ്മൾ ഏകദേശം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. ഏകദേശം ഒരു നല്ലൊരു ഇൻട്രൊഡക്ടറി ഇതായി അല്ലേ. ഇനി നമുക്കിത് ഭഗവാന് സമർപ്പിച്ച് അവസാനിപ്പിക്കാം. ഈ അവസരം തന്നതിന് നിങ്ങളുടെ എല്ലാവരോടും മനസ്സ് നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ആ പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ആ ശ്രീ മഹാദേവൻ്റെ തൃപാദങ്ങളിൽ ഈ എളിയ പ്രഭാഷണത്തിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശംഭോ നാരായണ മഹാദേവ ഗുരുവായൂരപ്പ സന്തോഷിക്കണേ.